സോ ഈ സെഷൻ്റെ അജണ്ടാസും എന്തിനാണ് ഇങ്ങനെ ഒരു സെഷൻ എന്നുള്ളതും നമ്മളെന്താണെന്നുള്ളതും അത് ചെറിയൊരു ഡീറ്റെയിൽസ് എനിക്ക് തരുന്നുണ്ടായി. എക്സ് വെഞ്ചേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇനി വരാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലായിരിക്കുന്നത് വെഞ്ചർ സ്റ്റുഡിയോ മോഡലാണ് ഇപ്പോൾ കാര്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമാനെ പോലത്തെ ആൾക്കാർക്കൊക്കെ അറിയാൻ മതി. ഒരു കമ്പനീസിനെ ഫ്രം സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നൊരു ടീമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു സെഷൻ കൂടെ വരാനിരിക്കുന്നത് അത്യാവശ്യം ഹ്യൂജ് ഉള്ള പ്രോഗ്രാമാണ്. അതിന് മുന്നോട്ടായിട്ട് ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്ന ലെവലാണ് നമ്മൾ സൈക്കോളജി എന്നുള്ള ലെവലിൽ പുറത്ത് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഫൗണ്ടേഴ്സിനും ആദ്യം ഒരു ഫോക്കസിൻ്റെ ഏരിയയാണ്. ഈ മൈക്ക് സെറ്റ് ചെയ്താണ്. മാഗ്നറ്റ് ഇല്ല, ഇങ്ങനെ തന്നെ മൈക്ക് ക്ലിപ്പ് ചെയ്ത ടാസ്ക് ആണല്ല. ഇതൊന്ന് ക്ലിപ്പ് ചെയ്ത മൈക്ക് എന്തായി പൈസ ഉള്ളിൽ കൊടുത്താലോ മൈക്ക് എങ്ങനെ ഇതൊന്ന് കുടിക്കാം. ഓക്കെ ഫൈൻ. ഹേയ് ഹയോ. അപ്പോൾ ബിലാലൊരു ഇൻട്രോ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഐ ആം ആദിഷ്. എനിക്കിവിടെ അസ്ലിഫൈ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആക്ച്വലി നമ്മൾ സ്റ്റുഡൻസിനെ എടുത്തിട്ട് ഹൈ ടിക്കറ്റ് സെയിൽസിലോട്ട് ട്രെയിൻ ചെയ്തിട്ട് പ്ലേസ്ഡ് ആക്കുന്ന കമ്പനിയാണ്. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും ഒന്ന് 1 by 1 ആയിട്ടൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് സെയിൽ. എക്സൽ ഓട്ടോമേറ്റ് എന്ന സ്റ്റാർട്ടപ്പ് റൺ ചെയ്ത് കൊടുക്കുകയാണ്. AI ബേസ്ഡ് സർവീസസ് ആണ്. കമ്പനീസിൽ AI ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് സർവീസ് മോഡൽ. ഓക്കെ, സോ ഇവിടെ തന്നെയാണ് ഉള്ളത്. ഹൈലൈറ്റ് ഫേസ് 1 ഓഫീസ് വരുന്നത്. ഫേസ് 1 ഇവിടെ ഹെഡ് ക്യൂല് 4th ഫ്ലോറിൽ. കമ്പനീൻ്റെ പേരെന്തിനു പറഞ്ഞത്? എക്സൈ ഓട്ടോമേറ്റ്. ഓക്കെ ഓക്കെ ഫൈൻ. എൻ്റെ പേര് ഫൈൻ. ഓ ലൈക്ക് പാർട്ട്നേഴ്സ് ആണ്. ഓ ഷുവർ ഫൈൻ. പേര് ഫാദി, അമീൻ ഫാദി. ഓക്കെ, ഫുൾ ടൈം സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ. ഓക്കെ, ഫുൾ ടൈം എംപ്ലോയി ആണ്. ഓക്കെ. ഒരു UK ബേസ്ഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ വർക്ക് ചെയ്യാണ്. ഓ ലൈക്ക് സെയിൽസ്മാൻ ആയിട്ടാണോ? സെയിൽസിലല്ല, ഇൻവെസ്റ്റ്മെന്റ് റിസർച്ച്. ഓ ഫൈൻ ഫൈൻ. R&Dയിലാണ് വർക്ക് ചെയ്യുന്നത്. R&D അല്ല, നമ്മൾ മെയിനായിട്ട് പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസിന് ഓക്കെ ഫണ്ട് റൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫേമാണ്. ഓക്കെ. എങ്ങനെ ലൈക്ക് ഹെഡ്ജിങ് ആണോ അല്ലെങ്കിൽ ലൈക്ക് ഓലെ ഫണ്ട് പൂൾ ചെയ്തിട്ട്? ഹെഡ്ജിങ് അല്ല, അവരെ ഫണ്ട് പൂൾ ചെയ്തിട്ട് ഫൈൻ ഫൈൻ ഫൈൻ. നെറ്റ്വർക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഫണ്ട് റൈസ് ഓക്കെ ലൈക്ക് സോ ബേസിക്കലി ലൈക്ക് ഫണ്ട് ലൈക്ക് പൂൾ ചെയ്തിട്ട് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കും. ബേസിക്കലി ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രോക്കർ. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. ഒരു PE ഫേംസ് നമ്മൾ മിഡിൽമാൻ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്റ്റാർട്ടപ്പ് ഫണ്ട് റൈസിങ് കാര്യങ്ങളൊക്കെയാണ്. പ്രീവിയസ് ഫേം ഓൾമോസ്റ്റ് 10-12 ഇയർ റൈസ് ചെയ്തിട്ടുണ്ട്. Alongside this, ഞാൻ 2 സ്റ്റാർട്ടപ്സ് റൺ ചെയ്യുന്നുണ്ട്. ലൈക്ക് വെരി ഇനീഷ്യൽ സ്റ്റേജിലാണ്. ഈ സെഗ്മെന്റിലുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഇപ്പം ഔട്ട്സോഴ്സ് ആൾക്കാർക്കും അവരെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനൊരു SaaS പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ബീറ്റ സ്റ്റേജിൽ ലൈക്ക് സാസ് എന്താ? SaaS നമ്മൾ GCC ഉള്ള CA ആൻഡ് ഓഡിറ്റ് ഫേംസിന്റെ ഡോക്യുമെന്റേഷൻ ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ്. ഡോക്യുമെന്റേഷൻസ് അവർക്ക് ലൈക്ക് ഇന്റർ ഷെയർ ചെയ്യാനാണോ അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമർ ടു ദെയർ ഫേം? കസ്റ്റമർ ടു. ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. അപ്പം ആ ഒരു ലൈക്ക് കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ 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 ഫൈൻ ഫൈൻ ഫൈൻ. എൻ്റെ പേര് അമൻ ആണ്. അമൻ. ഞാൻ ഇപ്പം 10th കഴിഞ്ഞിട്ട് ഭയങ്കര യങ്ങാണല്ലോ. അത്ര ഒന്നല്ലേ. ഞാൻ ചെറുതായി സ്റ്റാർട്ടപ്പ് ചെയ്തുകൊണ്ട് പിന്നെ ചെറുതായിട്ടാ? ചെറുതായിട്ട് എന്ന് പറയുന്നത് എന്താ ലൈക്ക് സ്റ്റാർട്ടപ്പ് എന്താ? ലൈക്ക് ഈ ഹെൽത്തി ഫുഡിനും സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ മാത്രം ഒരു മാർക്കറ്റ് പ്ലേസ് ബിൽഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഞാൻ 10th ആണല്ലോ പഠിച്ചത്. ഓക്കെ. ഞാൻ 9th പഠിച്ചു കൊടുക്കുമ്പോൾ പാർട്ട് ടൈം ആയിട്ട് 9th പഠിച്ചു കൊടുക്കുമ്പോൾ ഫുൾ ടൈം ആയിട്ട് എക്സ്പ്ലോർ ചെയ്യും. ഓക്കെ ഫൈൻ. കുറേ കാര്യം എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഫ്രീഡം ഉണ്ടായിരുന്നു. 10th എത്തിയപ്പോൾ എന്താ പറയുക ടേണിംഗ് പോയിന്റ് ആണല്ലോ, ഉള്ളിലൊക്കെയായി. അപ്പോൾ ഞാൻ 10th ഫസ്റ്റ് തന്നെ കുറച്ച് പഠിച്ച് തീർത്തിട്ട് 21 ഡേയ്സിലേക്ക് സ്ട്രക്ചർഡ് ആയി ലീവ് എടുത്തിട്ട് സ്ട്രക്ചർഡ് ലീവ് വെച്ചാൽ ജേണൽ ചെയ്തു ഡെയിലി മനസ്സിലായി. ലൈക്ക് ഗോൾ വെച്ച് ലൈക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ. ഫൈൻ. 21 ഡേയ്സ് സാധനം ചെയ്ത് ജേണൽ ചെയ്തൊക്കെ എഴുതാനായിരുന്നു. ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ ഇനീഷ്യലി ഇന്ത്യ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാർട്ടപ്പിന് ഫസ്റ്റ് ഡേ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് പരിപാടി പിച്ച് ചെയ്ത് ന്യൂസ് കവർ ചെയ്ത് ന്യൂസിൻ്റെ ഒരു പബ്ലിക് ഓഡിയൻസ് ഇമ്പാക്റ്റ്
ബാക്കിയുള്ള എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അതായത് ഒരു ദിവസം ഡിഫറെന്റ് യാത്രയും. അപ്പം ആ ജേണൽ ഞാൻ അവസാനം ബുക്കാക്കി. ഓ വെരി ഗുഡ്. പിന്നെ വെക്കേഷൻ കഴിയാനിരിക്കുന്നത് ക്ലാസ് തുടങ്ങാനായി. വെരി ഗുഡ്. പേരെന്തിനു പറഞ്ഞേ? അമ്മൻ. അമ്മൻ. ഓക്കെ ഫൈൻ. മെഹറിൻ. നോവിക് ടെസ്റ്റ്. നോവിക് ഡിസൈൻ. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. ഓക്കെ. ലൈക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അഡ്വർടൈസ്മെൻ്റ് ആണോ അല്ലെങ്കിൽ ലൈക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് ആണോ? അഡ്വർടൈസ്മെൻ്റ് ആണ്. ഓക്കെ ഫൈൻ. കൊണ്ടോട്ടി. ലൈക്ക് 3 months ആയി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ ഓക്കെ വെരി ഗുഡ്. ഡെവലപ്പറാണ്. ഓക്കെ. ഏതാ ലാംഗ്വേജ് ഫോക്കസ് ചെയ്താൽ? ഫ്ലട്ടർ ആണോ? ഓ ക്രോസ് പ്ലാറ്റ്ഫോം. ഓക്കെ. എന്നിട്ട് ഇപ്പം എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ സാസിലൂട്ട് തന്നെയാണ്. ഓക്കെ ഫൈൻ. ലൈക്ക് ഫ്ലട്ടർ തന്നെയാണോ ലൈക്ക് ഡെവലപ്പ് ചെയ്യുന്നത്? ഫൈൻ ഫൈൻ. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവരും സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സാണ് ബേസിക്കലി. ഓക്കെ. സോ ഈ സെഷൻ എങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നത് ഞാൻ എനിക്ക് ഇപ്പോഴും ഒരു പിക്ചർ തരാം. ഓക്കെ. ആക്ച്വലി ഞാൻ ഒരു സെയിൽസ് പ്രൊഫഷണൽ അല്ല. മീൻസ് ഞാൻ ഇപ്പോഴും ആ ലെവലിലോട്ട് എത്തിയ ആളല്ല. ഞാൻ വർക്ക് ചെയ്ത ടൈമിലാണെങ്കിലും ഞാൻ ഇറങ്ങിയ ടൈമിലാണെങ്കിലും എനിക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ആക്ച്വലി നമ്മളതായിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങൾ എത്ര ആൾക്കാർ ലൈക്ക് സെയിൽസ് സ്റ്റാർട്ട് ചെയ്താണ്? നിങ്ങൾ ലൈക്ക് കമ്പനിയിൽ ലൈക്ക് പ്രൊഡക്റ്റോ സർവീസ് ലൈക്ക് സെല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താണ്? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ബാക്കി എല്ലാവരും ലൈക്ക് സെയിൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, സ്റ്റാർട്ട് ചെയ്തില്ല. ഇപ്പോൾ സ്റ്റിൽ ബിൽഡിങ്ങിലാണോ? ഓക്കെ ഫൈൻ ഫൈൻ. ബിൽഡിങ്ങിലാണ്. ഓക്കെ. അപ്പോൾ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ട്, സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. സ്റ്റാർട്ട് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് എന്താ? ബേസിക്കലി ഈ സെയിൽസ് ഏരിയയിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ല. ഫസ്റ്റ് ടൈമാണ് വന്നത്. സ്ട്രഗിൾസ് ഉണ്ട്. ഓക്കെ. ഒബ്വിയസ്ലി ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ് എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈൻ. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ട് കച്ചവടം നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. സെയിൽസിൽ അത്ര എന്താണ് ഒരു കൺസിസ്റ്റന്റ് ഫ്ലോ വന്നില്ല എന്നുള്ളതാ? ഓക്കെ ഫൈൻ. എത്ര ആളുടെ ടീമിൽ? നമ്മൾ സെയിൽസ് നമ്മൾ ടോട്ടൽ 4 പേരാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ഫൗണ്ടേഴ്സ് തന്നെയാണോ ലൈക്ക് സെയിൽസ് ഹാൻഡിൽ ചെയ്യുന്നത്? കറന്റ് ഫൗണ്ടേഴ്സ്. ഓക്കെ 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 വെരി ഗുഡ് ഫൈൻ. അപ്പോൾ ഓൾറെഡി സെല്ല് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇനി ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും ഐ വോണ്ട് ടു നോ ലൈക്ക് നിങ്ങളൊരു പെർസെപ്ഷൻ എന്താ, അല്ലെങ്കിൽ നിങ്ങളൊരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ഈ സെയിൽസിൽ എന്നുള്ളത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരേണ്ട ഒരു ഇൻപുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന സെയിൽസ് എന്താണ്, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു തോട്ട് എന്താണ് സെയിൽസിൽ, ആക്ച്വലി വാട്ട് ഈസ് സെയിൽസ് എന്നുള്ളൊരു ടോപ്പിക്ക്. ഓക്കെ. ലൈക്ക് 1 by 1 സ്റ്റാർട്ട് ചെയ്തു. എന്നാലും എനിക്ക് അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റും. ബിക്കോസ് ഞാൻ പറഞ്ഞു ഇതൊരു ക്ലാസ് അല്ല, സെഷനല്ല. എനിക്ക് വർക്കൗട്ടായ മെത്തേഡ്സ്, ഞാൻ സ്ട്രാറ്റജൈസ് ചെയ്ത പ്ലാൻസ്, അതിൽ എക്സിക്യൂട്ട് ആയ പ്ലാൻസ് മാത്രം. ലൈക്ക് കുറേ പ്ലാൻസ് ഫെയിൽ ആയിട്ടുണ്ട്. ഞാൻ എല്ലാം സക്സസ് എന്ന് പറയുന്നൊന്നുമില്ല. നമ്മൾ ബിൽഡ് ചെയ്ത സ്ട്രാറ്റജീസിൽ ലൈക്ക് ഫെയിൽ ആയതുണ്ട്, സക്സസ്ഫുൾ ആയതുണ്ട്, ഇനിയിപ്പോൾ ഒരു ലൈക്ക് മിഡിൽ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ലൈക്ക് റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ വർക്കൗട്ട് ആയ സാധനങ്ങൾ മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് പറഞ്ഞിരുന്നുള്ളൂ. ഓക്കെ. എന്തൊക്കെ വർക്കൗട്ട് ആയില്ല എന്ന് കൂടി പറഞ്ഞുതരാം. ബിക്കോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നമ്മൾ ശരികൾ മാത്രം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് വരാമെന്ന് മനസ്സിലാവില്ല. ഞാൻ എവിടെയാണ് എനിക്ക് കയ്യിൽ നിന്ന് പാളിയതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പം നിങ്ങൾ 1 by 1 സ്റ്റാർട്ട് ചെയ്തോ എന്താണ് സെയിൽസ് എന്നുള്ളതിൽ. ബിക്കോസ് ഇപ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റോ സർവീസോ ബിൽഡ് ചെയ്യാൻ ആരെ കൊണ്ടും പറ്റും. അത്യാവശ്യം എന്തെങ്കിലും ഒരു നീഷിൽ കുറച്ച് തല ഉണ്ടായാൽ മതി. ഇപ്പോൾ അവൻ പറഞ്ഞല്ലോ ഇവൻ ഡെവലപ്പറാണ്, അപ്പോൾ അവൻ എന്ത് ചെയ്യാൻ പറ്റി, ആ ഒരു സാസ് ബേസ്ഡ് ആയിട്ട് ഒരു ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അപ്പം ഏതെങ്കിലും ഒരു നീഷിൽ നോളജ് ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിൽ ദ പോയിന്റ് ഈസ് ദാറ്റ് നമ്മളത് ആർക്ക് സെല് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ സെല് ചെയ്യണം. ബിക്കോസ് ഒരു പ്രൊഡക്റ്റോ സർവീസ് ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ല, അത് ആൾക്കാരിലോട്ട് എത്തിയാലേ എന്തുള്ളൂ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഇത് ഇപ്പം നിങ്ങൾ നാളെ ഒരു കമ്പനി തുടങ്ങി അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ട്, നിങ്ങൾ അണ്ടറിലൊരു സ്റ്റാഫ് വന്നിട്ട് ആളിത് സെല് ചെയ്യുന്ന നേരം, ഓക്കെ, ആളിത് സെല് ചെയ്യുന്ന നേരം നിങ്ങൾക്ക് മനസ്സിലാണ് അവരെന്താ ചെയ്യുന്നതെന്ന്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, നിങ്ങളെ കംപ്ലീറ്റ്ലി ഓവർ റൈഡ് ചെയ്യും. അതങ്ങനെയല്ല, ഇങ്ങനെയാണ് ഞാൻ ഇതിന് മുമ്പ് ചെയ്തത്, ഇങ്ങനെയാണ് എൻ്റെ ഇതിൻ്റെ മുമ്പത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് വരുന്നതെന്ന് വെച്ചാൽ പറയാൻ വേണ്ട. അവരെന്ത് ചെയ്യും, നിങ്ങളൊക്കെ ഡോമിനേറ്റ് ചെയ്യാൻ നോക്കും. സോ ബേസിക്കലി നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം ആദ്യം എന്താണ് സെയിൽസ്, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ടാണ് ബാക്കി കാര്യങ്ങൾ ലൈക്ക് എല്ലാം കണക്റ്റഡാണ്. ഓക്കെ. സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യോ, ലൈക്ക് പറയുക എന്താണ് നിങ്ങളുള്ളിൽ സെയിൽസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് എന്നുള്ളത്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ്. ഇറ്റ്സ് എ പ്രോസസ്. ബാക്കിയുള്ള ആളുടെ നീഡ് മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു പ്രോസസ്സിനാണ് സെയിൽസ് എന്ന് പറയുന്നത്.
ഞാനൊരു ആർട്ട് മാതിരിയൊക്കെ വിളിക്കലും. ഓക്കെ. കാരണം അതൊരു കുറച്ച് ഇറങ്ങാറാണ്. ഞാനിതിൽ ഒരാളെ എടുത്തെങ്കിലും എക്സ്പെക്ട് ചെയ്തൊരു ആൻസർ അത്. ബിക്കോസ് സെയിൽസ് എന്ന് പറയുന്നത് സൊല്യൂഷൻ സെല്ലിംഗ് എന്നുള്ളത് ഇപ്പോൾ ഒരുവിധം എന്താ പറയുക എല്ലാവർക്കും അറിയുന്ന കാര്യം. സോ ഫൈൻ എടുത്ത് എൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ലൈക്ക് ഞാൻ സെയിൽസ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് നമുക്കുണ്ടെങ്കിൽ ഒരു ഇതേമാതിരി തന്നെ എന്താ പറയുക എല്ലാവർക്കും സൊല്യൂഷൻ ലൈക്ക് എല്ലാവർക്കും നീഡാണ്. പക്ഷേ ആ ഒരു ഇതിലേക്ക് ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോൾ ലൈക്ക് പ്രൈസിൻ്റെ കേസിലെത്തുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് കോൺസെപ്റ്റിലേക്ക് എത്തുമ്പോൾ എന്താ പറയുക എല്ലാവരും ട്രസ്റ്റിന് അവിടെ വലിയൊരു ഇഷ്യൂ വരുന്നു. ഓക്കെ. ലൈക്ക് ഡിസിഷൻ മേക്കിങ്ങിലൂടെ എത്തുന്ന രാവിലെ പെട്ടെന്ന് ഡിസിഷനിലോട്ട് വരുന്നില്ല. റൈറ്റ്. കാരണം അവർ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിലായിരിക്കില്ല. മനസ്സിലായി. അവസാനത്തോടെ എത്തുന്നേരം അവർക്ക് ഒരു തീരുമാനം എടുക്കുന്ന സ്റ്റേജിൽ എത്തുന്നേരം ആ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ ഫൈൻ. ശേഷം എന്നാലും അവർക്കൊരു ഡൗട്ടിങ് ആണ്. ഓക്കെ ദാറ്റ് ഈസ് വാട്ട് ഐ ആം കമ്മിങ് അപ്പ് ടു. ഓക്കെ ഫൈൻ അടുത്ത് സെയിൽസ് ഞാൻ മനസ്സിലാക്കി ആക്ച്വലി എവറിത്തിങ് ഈസ് സെയിൽസ്. എന്തും ആയിക്കോട്ടെ അത് എൻഡ് ഓഫ് ദ സെയിൽസ് ആണ്. ഓക്കെ. ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ. അപ്പം അതിൽ മാസ്റ്റർ ചെയ്താൽ നമുക്ക് ആ ഒരു ടോപ്പ് 1% എത്തത്തില്ല. ലൈക്ക് ഞാൻ മനസ്സിലാക്കുന്ന സെയിൽസ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഹ്യൂമൻ സൈക്കോളജി. ഓക്കെ ഓക്കെ ഫൈൻ. ഇവർ സെയിൽസിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒന്നുമില്ല. എന്നാലും ലൈക്ക് എനിക്ക് എന്താ ലൈക്ക് സെയിൽസ് എന്ന് പറയുന്ന നേരം മീൻസ് വാട്ട് ഈസ് യുവർ പോയിന്റ് ഓഫ് വ്യൂ? എന്താ സെയിൽസ്? ഓക്കെ. അല്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അല്ല ചോദിച്ചാൽ ലൈക്ക് സെയിൽസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഈ എങ്ങനെ ഗ്രാസ്പ് ചെയ്ത് അല്ലെങ്കിൽ ഈ എങ്ങനെ കൺസീവ് ചെയ്ത്? റിസൾട്ടാണ് സെല് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ബുക്ക് പറഞ്ഞാൽ ഒരു ജേണലാണ്. എൻ്റെ ജേണൽ വേറെ ആൾക്കാർ വായിച്ചിട്ട് വലിയ കാര്യമൊന്നും തോന്നില്ല. അപ്പോൾ ഞാൻ അവിടെ മാർക്കറ്റിംഗ് ഐഡിയൽ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കുമ്പോൾ അവിടെ വേറെ സാധനം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ 21 days ജേണലാക്കി. 21 days കൊണ്ടാണ് ഒരു ഹാബിറ്റ് ഉണ്ടാവുക. സോ ഞാൻ ബുക്ക് 21 പാർട്സ് ആക്കി എന്താക്കി ബുക്ക് വായിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഏറ്റവും ബുക്ക് വായിക്കാത്ത ആൾക്കാർക്കാണ് ബുക്ക് എന്ന് പറയുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത്. ബുക്ക് വായിക്കുന്ന ആൾക്കാർ 21 ദിവസം സമയം എടുത്ത് വായിക്കണം. ഓരോ പേജസും ഇത് പറഞ്ഞാൽ മോസ്റ്റ് റീഡബിൾ ബുക്ക് 1% മോസ്റ്റ് റീഡബിൾ ബുക്കാണ്. അപ്പോൾ അങ്ങനെ മാർക്കറ്റിംഗ് അറ്റോമിക് ഹാബിറ്റ്സിലെ തിയറി. ഓക്കെ ഫൈൻ വെരി ഗുഡ്. പിന്നെ എന്നാലും ഒരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ ലൈക്ക് തുടങ്ങുന്നവരെ എനിക്കൊരു പ്ലാൻ ഉണ്ടാവില്ല ഇതെങ്ങനെ വെക്കണം എന്നുള്ളത്. അറിയുന്നത് പറഞ്ഞോ. അപ്പം ജസ്റ്റ് സെയിൽസ് ഈസ് കൺവിൻസിങ് ആണെങ്കിൽ ഓക്കെ. പക്ഷേ ഒരു ആൻസർ വേണം. ഓക്കെ ഫൈൻ. പ്രോബ്ലം കാര്യങ്ങൾ സൊല്യൂഷൻ കൊടുത്തുകൊണ്ട് ഐ വിൽ കം. ഫൈൻ. ഓക്കെ. ഞങ്ങളെല്ലാവരെയും സൈഡ്സ് കിട്ടൊക്കെ ഇതിൽ പറഞ്ഞതിൽ കുറേയൊക്കെ ശരിയാണ്. നമ്മൾ പറയും പോലെ ലൈക്ക് ഹെൽപ്പിംഗ് ആണ്, ലൈക്ക് സൊല്യൂഷൻ സെല് ചെയ്യുന്നതാണ്, ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾ എന്ത് പറഞ്ഞാൽ അത് ശരിയാവും ഇതിൽ. ബിക്കോസ് സെയിൽസ് എന്ന് പറയുന്നത് ലൈക്ക് യൂണിവേഴ്സലാണ്. നിങ്ങളിത് കച്ചവടം എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, കൺവിൻസിങ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, അല്ലെങ്കിൽ ഒരാളുടെ ആവശ്യം മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇതിലെല്ലാം ആൻസർ ശരിയാണ്, അതതിൻ്റെ പ്രശ്നം. പക്ഷേ ഇതിൽ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ മോസ്റ്റ് റെലവൻറ്റ് ആൻസർ ഏതാണെന്നുള്ളതാണ്. ആൻസേഴ്സ് എല്ലാം ശരിയാണ്. ഓക്കെ. ഞാൻ നിങ്ങൾക്ക് സെയിൽസ് ഏറ്റവും സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. സെയിൽസ് എന്താണെന്നുള്ളത് അതായത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ അണ്ടറിൽ വരുന്നൊരു ടീമിനെ നാളെ എന്ത് ചെയ്യാൻ പറ്റൂ? ഇത് പറഞ്ഞു കൊടുത്ത് ട്രെയിൻ ചെയ്ത് പോലെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ബിക്കോസ് ദേ ആർ ദ പീപ്പിൾ ഹൂ ഈസ് പുള്ളിങ് ദിസ്. അവർ വലിച്ചാലേ ഓടൂ. നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളെ സെയിൽസ് ടീം കൊണ്ടുപോയാൽ മാത്രമേ മുമ്പോട്ട് പോകും. അല്ലെങ്കിൽ നിങ്ങളത് സെല്ല് ചെയ്യണം, ഒന്നല്ലെങ്കിൽ മറ്റേ നടക്കണം. ഓക്കെ ഫൈൻ. സെയിൽസ് എന്ന് പറയുന്നത് ആക്ച്വലി ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് പീപ്പിൾ. ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ പ്രൊഡക്റ്റോ നിങ്ങളുടെ ലൈക്ക് സർവീസോ അതൊരു പ്രോബ്ലം ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഓക്കെ. നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് മാർക്കറ്റിൽ ഒരു പ്രശ്നം കണ്ടുകൊണ്ടായിരിക്കും അല്ലേ? ആണ്. അപ്പം സർവീസ് ആയിക്കോട്ടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എത്ര ചെറിയ പ്രശ്നമായിക്കോട്ടെ എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ഇല്ലേ? അപ്പം ഇതിന് ഒരു സൊല്യൂഷനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ ഫൈൻ. സോ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് എന്താണ്? ഡെഫിനിറ്റ് ആണ്, അത് ഡിഫൈൻഡാണ്, അതിൽ ആർക്കും സംശയമില്ലല്ലോ. സോ നമ്മളെടുത്തേക്ക് വരുന്ന ഓരോ ക്ലയൻസും ഒരു പ്രശ്നവും കൊണ്ടാണ് വരുന്നത്. ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കി ലൈക്ക് ഹൈ ടിക്കറ്റും എടെക്കും അല്ലെങ്കിൽ ബാക്കിയൊക്കെ എല്ലാ നീഷും വിട്ടിട്ട് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പറഞ്ഞുതരാം. ഗ്രൗണ്ട് ലെവലിൽ ഞാൻ അത് പറഞ്ഞുതരാം. ഇത് വെച്ചിട്ട് ആരും ലൈക്ക് ഞാൻ ഈ പറയുന്ന കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങളെ ലൈക്ക് പ്രൊഡക്റ്റ് തിങ്ക് ചെയ്യണം. ഓക്കെ. ഇപ്പം പേരെന്തിനോട് പറഞ്ഞത്? സെലീൽ. ഓക്കെ. സെലീൽ ഒരു കാറ് വാങ്ങാൻ പോകുമെന്ന് വിചാരിച്ചോ. ഓക്കെ. സെലീൽ കാറ് വാങ്ങാമല്ലോ, എനിക്കൊരു കാറ് വേണമെന്നുള്ളൊരു തീരുമാനം എടുത്ത്. സോ അതിൻ്റെ ബാക്കിൽ എന്തായാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ഒന്നിക്കെങ്കിലും സെലീലിന് ഫാമിലിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല,
ഒരുമിച്ച് പുറത്ത് പോകാൻ പറ്റുന്നുണ്ടാവില്ല. ആ സമയത്ത് വേറെ ആരോടെങ്കിലും കാർ ചോദിക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോട് എപ്പോഴെങ്കിലും ഒരിക്കലും എന്തെങ്കിലും അത്യാവശ്യം വണ്ടി ചോദിച്ചാൽ അത് കൊടുത്തിട്ടുണ്ടാവില്ല. പല ടൈമിൽ ഈഗോ ഹേർട്ടായി ഉണ്ടാവും. അപ്പം റീസൺസ് എന്തും ആവാം, പക്ഷെ അവിടെ റീസൺ ഉണ്ട്. എല്ലാവർക്കും ഉറപ്പല്ലേ? നിങ്ങളുടെ ലൈഫിൽ ഈ ഫോൺ വാങ്ങിയതിൻ്റെ ബാക്കിലടക്കം ഒരു പ്രോബ്ലം ഇല്ല. അല്ലെങ്കിൽ ആ പ്രോബ്ലം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹമാവും. ആഗ്രഹം ഒരു പ്രശ്നമാണ്. ആഗ്രഹം ഇങ്ങനെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ എന്താവും? അതും ഒരു പ്രശ്നമാണ്. സോ ദർ ഈസ് എ പ്രോബ്ലം. ഓക്കെ. അപ്പം സലീലിന് ഒരു പ്രശ്നമുണ്ട്. അതിപ്പം നമ്മൾ വീട്ടുകാരും അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ ഈ പറഞ്ഞ മൺസൂൺ സീസണാണ്, മഴയത്ത് ഓഫീസിലെത്താൻ പറ്റുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, കാറ് വാങ്ങാൻ തീരുമാനിച്ചത് ഓഫീസ് യൂസിന്. ഓക്കെ. സോ ഇതാണ് സലീലിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. റൈറ്റ്? ആർക്കും സംശയമില്ലല്ലോ. ഇതിൻ്റെ സൊല്യൂഷനായിട്ടാണ് എന്ത് ചെയ്തത് സലീൽ? ഓക്കെ, എന്നാൽ പിന്നെ ഒരു കാറ് വാങ്ങാം. പ്രോബ്ലമായി, അതിൻ്റെ സൊല്യൂഷനായി ഇല്ലേ? ഓക്കെ. സോ ഈ സൊല്യൂഷൻ ഓക്കെ, കാറ് വേണമെന്നേ തീരുമാനിച്ചുള്ളൂ. എൻ്റെ അടുത്തൊരു ചോദ്യമുണ്ട്, ഏത് കാറ് വേണം? ഇത് സലീൽ വീട്ടിൽ ഫാമിലി പർപ്പസിന് എടുത്ത വണ്ടിയല്ല. ചിലപ്പോൾ വീട്ടിൽ വേറെ വണ്ടി ഉണ്ടാവും, വീട്ടുകാർക്ക് മൊത്തത്തിൽ പോകാനുള്ള ഓഫീസ് യൂസിന് എടുത്ത വണ്ടിയാണ്. അപ്പം ഒരു 4 ഡോർ അല്ലെങ്കിൽ ഒരു 2 ഡോർ കൂപ്പ ഓക്കെയാണ്. അതിലിപ്പം സ്വിഫ്റ്റ് ഉണ്ട്, ഏറ്റവും നമ്മൾ ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ് ഉണ്ട്, പോളോ ഉണ്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്, കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് ഏത് ചൂസ് ചെയ്യുന്നുള്ളൊരു ചോദ്യമുണ്ട് ഇല്ലേ? അതിൽ നിന്ന് സലീൽ എന്ത് ചെയ്ത്, ഓക്കെ എന്നാൽ പിന്നെ പോളോ എടുക്കാം, എന്നാൽ പിന്നെ ഓഫീസ് യൂസിന് പോളോ എടുക്കാം. ബിക്കോസ് സലീലിന് അതിലെല്ലാവരും കൂട്ടി പോകേണ്ട ആവശ്യമില്ല, ഒറ്റ ഓഫീസ് പോയി വരാനാണ്. അപ്പോൾ പോളോ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു ഡ്രൈവേഴ്സ് കാറാണ്. അപ്പം അതിലും കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളത് എന്ത് ചെയ്ത്, എന്നാൽ പോളോ എടുക്കാം. അടുത്ത് എന്താ ചെയ്യാം? ഒരു പ്രോബ്ലമായി, അതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച്. പക്ഷേ ആ സൊല്യൂഷൻ ആദ്യം ഒരു ജനറൽ തോട്ടിലാണ് എത്തിയത്, കാറ് വാങ്ങണം എന്നുള്ളത്. അത് പിന്നെ സ്പെസിഫൈ ചെയ്ത്, ഓക്കെ എനിക്ക് ഇന്ന കാറാണ് വാങ്ങേണ്ടത്. റൈറ്റ്? അടുത്ത് എന്തെങ്കിലും ചെയ്യാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളിപ്പം പേരെന്തേനു? മെഹറിൻ. ഓക്കെ, മെഹറിൻ ആ ഐഫോൺ വാങ്ങാൻ തീരുമാനിച്ച സമയത്ത് ഒരു സ്പെസിഫിക് മോഡൽ തീരുമാനിച്ചില്ല, എനിക്ക് ഇന്ന ഫോണാണ് വേണ്ടത്. അടുത്തെന്താ ചെയ്ത്? യൂട്യൂബിൽ റിവ്യൂ നോക്കിയിട്ടുണ്ടോ? നോക്കിയില്ലേ? ആലോചിച്ച് നോക്കി. നിങ്ങൾ ചെയ്യാൻ എന്ത് കാര്യത്തിൽ നിങ്ങൾ റിവ്യൂസ് നോക്കില്ലേ? അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കലില്ലേ? അപ്പോൾ സലീൽ പോളോ ആണ് തീരുമാനിച്ചതെന്നുണ്ടെങ്കിൽ അമ്മാൻ്റെ അടുത്ത് ചിലപ്പം അമ്മാൻ ഒരു 2 വർഷമായിട്ട് പോളോ യൂസ് ചെയ്യുന്ന ആളാവും. റൈറ്റ്? വിചാരിക്കേ വെറുതെ. അമ്മാൻ 2 വർഷമായിട്ട് ഒരു പോളോ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സലീൽ അടുത്ത് എന്താ ചെയ്യുക? ഇതിൻ്റെ ഫീഡ്ബാക്ക് അമ്മാനോട് എടുക്കും. അവിടെ വണ്ടി എങ്ങനെ ഉണ്ട്, ഇതിൻ്റെ മൈലേജ് എത്ര ഉണ്ട്, ഇതിൻ്റെ മെയിൻ്റെനൻസ് എത്ര വരുന്നുണ്ട്. ഓക്കെ, ഈ 4 കാര്യങ്ങൾ, ഫൈൻഡിങ് ദി പ്രോബ്ലം, ഫൈൻഡിങ് ദി സൊല്യൂഷൻ, പിക്കിംഗ് വൺ, യൂസർ ഫീഡ്ബാക്ക്, ഈ 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങളിലും എൻ്റെ എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എൻ്റെ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. അതേപോലെ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് എനിക്ക് അറിയാം. അറിഞ്ഞൂടെ? അതിൽ ഏത് പിക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ച് അത് പിക്ക് ചെയ്ത് എൻ്റെ സോഷ്യൽ പ്രൂഫിങ്ങും എടുത്ത്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത ആളെടുത്ത് എന്ത് ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് വാങ്ങി, അതും ഓക്കെയാണ്. പിന്നെ എന്ത് ചിന്തിക്കാണ്ടോ? പിന്നെ ബാക്കി അതിൻ്റെ ഫണ്ടിങ് കാര്യങ്ങൾ, EMI, നമ്മളെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ. ബഡ്ജറ്റ് നോക്കി ബഡ്ജറ്റ് നോക്കിയിട്ടേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഒബ്വിയസ്ലി ആ ഒരു സൊല്യൂഷൻ പിക്ക് ചെയ്തിട്ടുണ്ടാവുക. ഈ 4 സ്റ്റേജസ്. റൈറ്റ്? ഇത് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേജാണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കമ്പനീസിലോട്ട് നിങ്ങളെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വരുന്ന എല്ലാ ആൾക്കാരും ചെയ്യാൻ പോകുന്നത് 90% ആൾക്കാർ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴേ പറഞ്ഞുതരാം. ഓല് ഈ 4 സ്റ്റേജ് അങ്ങ് സ്കിപ്പ് ചെയ്യും, ഡയറക്റ്റ് സെല്ല് ചെയ്യാൻ നോക്കും. മനസ്സിലായോ? നമ്മളെ ഹ്യൂമൻ ബ്രെയിന് ലെയർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ഇവോൾവ് ആയത്, ഓക്കെ, ഈ ഹ്യൂമൻ ബ്രെയിൻ ഇവോൾവ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്കലി അല്ല, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിലേക്ക് എൻവയോൺമെൻറ്റിനെ അനുസരിച്ചിട്ടല്ല, നമ്മളെ സർവൈവലിന് വേണ്ടിയിട്ടാണ്. പണ്ട് തൊട്ട് എന്തിനാ തീ കണ്ടുപിടിച്ച്? ഇരുട്ടുനിന്ന് ചൂടുന്ന് രക്ഷപ്പെടാനാണ് തീ കണ്ടുപിടിച്ച്. അപ്പോൾ ഈ സർവൈവലിന് വേണ്ടിയിട്ടാണ് ബ്രെയിന് ഇവോൾവ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പം ബ്രെയിൻ്റെ റെപ്റ്റിലിയൻ ലെയർ എന്ന് പറയുന്ന ഒരു ലെയറിംഗ് ഉണ്ട്. ഇത് ഓട്ടോ പൈലറ്റ് മോഡാണ്. എന്തെങ്കിലും ഒരു ത്രെറ്റ് ഫീൽ ചെയ്താൽ, എന്തെങ്കിലും ഡേഞ്ചർ നമുക്ക് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നേരം ഓട്ടോ പൈലറ്റിൽ പോകും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ ടേബിളിന്മേൽ ഒരു ബൗളിൽ ചൂടുവെള്ളമുണ്ട്. അപ്പോൾ മെഹറിന് കൈയിടാൻ പോകുന്നതിനെ പെട്ടെന്ന് സെലീൽ വിളിച്ച് പറയുകയാണ്, സെലീൽ വിളിച്ച് പറയുകയാണെന്ത്, മെഹറിനെ കൈയിടല്ലേ, അത് ചൂടുവെള്ളമാണെന്ന് പറയുകയാണെന്ന് വിചാരിച്ചോ. അപ്പം പെട്ടെന്ന് മെഹറിന് എന്ത് ചെയ്യും? പെട്ടെന്ന് കൈ വലിക്കും. അത് കോൺഷ്യസ് ആണോ? അല്ല. അത് പെട്ടെന്ന് പറഞ്ഞേരം ആ ഒരു സാധനം അൺകോൺഷ്യസ് ആയിട്ട് പെട്ടെന്ന് കൈ വലിച്ചതാണ്. അപ്പം സെയിൽസിൽ ഇങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ത്രെറ്റ് ക്ലയൻറ്റ് ഏതെങ്കിലും പോയിന്റ് ഫീൽ ചെയ്യാൻ എന്ത് ചെയ്യും? അവർ ബാക്കോട്ട് പോകും. അപ്പം ഇവിടെ ഒന്നും നമ്മൾ കംഫർട്ട് ചെയ്യാണ്ട് ഇനിയിപ്പം സെലീലിന് കാറ് വേണോ ഉള്ളോ എന്നുള്ളൊരു തീരുമാനമില്ല. അപ്പം വെറുതെ ഒരു കാറ് വേണം തീരുമാനിച്ച്, അത് ഏത് കാറ് വാങ്ങണമെന്നുള്ളതിൽ മൊത്തം കൺഫ്യൂഷൻ. അപ്പം വാങ്ങിയ കാറ് എനിക്ക് ബെറ്റർ ആകുമെന്നുള്ള എനിക്ക് അറിയില്ല. ഇത്രയും കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഈ ഒരു കാർ എടുക്കാൻ താല്പര്യപ്പെടുമോ? ഒരാൾ നല്ല വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചാൽ പോലും ഈ അത് പോയി നോക്കാൻ നിൽക്കുമോ? ഇല്ല. ബിക്കോസ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ആവാനുണ്ട്. അപ്പം
ഒരു സെയിൽസ് ഞങ്ങളോട് പറഞ്ഞില്ലേ സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പിംഗ് പീപ്പിളാണ്. അതെങ്ങനെ ഹെൽപ്പിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കണേ, റെക്കോർഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ലൈക്ക് മൈക്രോഫോൺ ആക്കി വെച്ചു. എന്താ വെച്ചാൽ ആ ശ്രദ്ധ പോവും, പിന്നെ എൻ്റെ മൂഡ് പോവും പറയാനുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ ഒരു സെയിൽസ്മാൻ ചെയ്യേണ്ട എന്താ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യിപ്പിക്കേണ്ട എന്താ ഞാൻ പറഞ്ഞുതരാം. ഈ 4 സ്റ്റേജസ് ഉണ്ട്: പ്രശ്നം, അതിൻ്റെ പരിഹാരം, കുറേ ഓപ്ഷൻസ്. ബിക്കോസ് മാർക്കറ്റിൽ ഒരു പ്രശ്നത്തിന് തന്നെ പല സൊല്യൂഷൻസ് ഉണ്ട്, റൈറ്റ്? അപ്പോൾ അതിൽ ഏത് പിക്ക് ചെയ്യണം എന്നുള്ളത്, അതിൻ്റെ യൂസർ ഫീഡ്ബാക്ക്. ഈ 4 സ്റ്റേജസിൽ ഒരാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദെയിൽ ബൈ ഇറ്റ്. നിങ്ങളത് സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല. സെല്ല് ചെയ്യാൻ നോക്കുന്നവരാണ് എന്ത് ചെയ്യുക, ആൾക്കാർ റെസിസ്റ്റൻസ് വരിക. മനസ്സിലായോ? ഇപ്പം ഇത്ര ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇപ്പം ഞാൻ സെലീലിന് ഒരു പ്രൊഡക്റ്റ് ഇത് അടിപൊളിയാണ്, നീ വാങ്ങി വെക്കുക, എനിക്ക് എന്തായാലും യൂസ് ഉണ്ടാവും, ഉറപ്പാണ്, ഈ ഒന്ന് വാങ്ങി വെക്കുക, അല്ലെങ്കിൽ എനിക്ക് പൈസ ഞാൻ തിരിച്ചു തരാം, ഞാൻ ഗ്യാരണ്ടിയാണ്, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എനിക്ക് വാങ്ങാൻ തോന്നുമോ? ഇല്ല. എന്താ വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് നമ്മൾ വിൽക്കപ്പെടുക തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് ആളുമായിട്ട് മുമ്പോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം ആ ലെവലിൽ സെല്ല് ചെയ്യുന്ന നേരം ഈ റെപ്റ്റിലിയൻ ലെയറാണ് എന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്. വേണ്ടാന്ന് ഓൾറെഡി ഒരു ഫിക്സ് ചെയ്യും, ബ്രെയിനിൽ ഓൾറെഡി ഒരു ഫിക്സ് ചെയ്യും. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബ്രേക്ക് ചെയ്ത് മുമ്പോട്ട് പോകാൻ പാടാം. സോ ടീച്ച് യുവർ ടീം ടു ഹെൽപ്പ് ദ ക്ലയൻറ്റ് വിത്ത് ദെയർ പ്രോബ്ലം. അവരുടെ പ്രശ്നം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യാൻ പറയാം. അവർക്ക് അതിനുള്ള സൊല്യൂഷൻ കാണിച്ചു കൊടുക്കുക. ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്, നിങ്ങളെ പ്രൊഡക്റ്റ് അല്ല കാണിച്ചു കൊടുക്കേണ്ടത്, അതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ളത്. മാർക്കറ്റിൽ 100 സൊല്യൂഷൻ ഉണ്ടാവും, ഇതാണ് ഇതിൻ്റെ ലൈക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് ഇപ്പം ലൈക്ക് എൻ്റെ കമ്പനി ഉണ്ട്, ഈ പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ലൈക്ക് സൊല്യൂഷൻ എന്നല്ല പറയേണ്ടത്, അതിൻ്റെ സൊല്യൂഷൻ കാണിച്ചു കൊടുക്കുക, ജസ്റ്റ് സൊല്യൂഷൻ. 3rd സ്റ്റേജിൽ എന്ത് ചെയ്യുക, ഈ 3rd സ്റ്റേജിലാണ് നമ്മളെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു വലിയ ചോദ്യമുണ്ട്, ഇത്ര ക്ലിയർ ഞാൻ എന്തിന് നിങ്ങളെ ചൂസ് ചെയ്യണം? അതിനുള്ള ആൻസർ ആസ് എ ഫൗണ്ടർ അല്ലെങ്കിൽ ആസ് എ ഹെഡ് നിങ്ങളെ കയ്യിൽ വേണം. അത് ഞാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റോ ലൈക്ക് തരേണ്ട കാര്യമല്ല. അത് നിങ്ങൾ ഉള്ളിൽ നിന്ന്, അത് ഇമോഷനാണ്. ഇമോഷൻസ് ഓൾവേസ് സെൽ ഫാർ ബെറ്റർ ദൻ എനിത്തിങ്. ആ ഇമോഷനിലൊരു USP അവിടെ വേണം. നിങ്ങൾ എന്തിന് ഞാളെ എടുക്കണം, എന്തിന് മറ്റോ എടുക്കരുത് എന്നല്ല, നിങ്ങൾ എന്തിന് ഞാളെ എടുക്കണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇതിന് നിങ്ങൾക്കൊരു ആൻസർ കൊടുക്കാൻ പറ്റണം. ഇത് കഴിഞ്ഞിട്ട് ഇതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ചോദ്യം, ഇതെടുത്ത് കഴിഞ്ഞാൽ ബെനിഫിഷ്യൽ ആകുമോ എന്നുള്ളതാണ്. ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പോലെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എന്ത് ചെയ്യുകയാണ്, സെലീലിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ഒരു കാറ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൻ്റെ പ്രശ്നം ഞാനാണ് എന്ത് കൊടുക്കുന്നത്, ഓക്കെ ഈ എനിക്ക് ഓഫീസ് യൂസ് അല്ലേ, ലൈക്ക് വലിയ വണ്ടി ഒന്നും എടുക്കണ്ട, ലൈക്ക് നമുക്ക് 4 സീറ്റർ നോക്കാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. പിന്നെ ഡ്രൈവിംഗ് കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് പോളോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഗൈഡ് ചെയ്യാണ് സെലീലിനെ. ഞാൻ ഒരിക്കലും ഇന്ന കാർ എടുക്കുക, ഒരു കിഡിൽ ഇന്നോവ വേണ്ട, നമുക്ക് അത് പോയി നോക്കാമെന്നല്ല പറഞ്ഞത്, ഞാനെൻ്റെ ആവശ്യത്തിന് പറഞ്ഞു കൊടുത്ത്. ഓക്കെ, അപ്പം ഇതെടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്നുള്ളത്. അതിന് ഏറ്റവും വലിയ ടൂളാണ് സോഷ്യൽ പ്രൂഫിങ്. ഇതിനു മുമ്പ് എടുത്ത ആൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് എടുത്ത ആൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് മനസ്സിലാക്കുക. ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ടീമിന് അവിടെ വരുന്ന ക്ലയൻസിന് എന്ത് ചെയ്യാൻ പറ്റണം, ഗൈഡ് ചെയ്യാൻ പറ്റണം. പക്ഷേങ്കിൽ 90% സെയിൽസ്മാൻമാരും അതിൽ ഫെയിലാകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയും? 90% സെയിൽസ്മാൻമാരും അതിൽ ഫെയിൽ ആവുന്നുണ്ട്, ഇല്ലേ? ഇതിൽ പല ആൾക്കാർക്കും ഈ രീതിയിൽ ഓരോ പ്രൊഡക്റ്റോ സർവീസോ ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളായിട്ട് ഹ്യൂജ് ഇഷ്യൂ അത്. നിങ്ങളിപ്പം ഹൈലൈറ്റിൽ ഒരു 10 കമ്പനീസ് കയറിയെങ്കിൽ അവിടെ ഒക്കെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് സെയിൽസ് ചെയ്യും. അത് സെയിൽസ്മാൻമാർ എന്താണ് ലൈക്ക് മര്യാദയ്ക്ക് പണിയെടുക്കുന്നുണ്ടാവില്ല. അതെന്തുകൊണ്ടാണ് അവർക്ക് ഈ രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റാതെ? ഒരു ഉദ്ദേശം ലൈക്ക് അവരും ലൈക്ക് സെല്ല് ചെയ്യാനായിരിക്കും നോക്കുന്നതെന്നുള്ളത്. ഫൈൻ. പിന്നെ ടാർഗറ്റ്, ഓക്കെ, ഒബിയസ്ലി ലൈക്ക് ടാർഗറ്റ് ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് വരുന്ന ലൈക്ക് പ്രഷർ അവരെ എന്ത് ചെയ്യും, ഇമ്പാക്റ്റ് ഉണ്ടാകും. പിന്നെ ഇതിൻ്റെ ഒക്കെ മുമ്പ് അവർക്ക് ലൈക്ക് സെയിൽസ് ഉണ്ടോ ഇല്ലോ എന്നുള്ള സ്കില്ലുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. ഇത് സെല്ല് ചെയ്യാൻ പറ്റുമോ എന്നുള്ള, അവർ ക്യാപ്പബിൾ ആണോ എന്നുള്ള ചോദ്യമുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒക്കെ മുമ്പ് ബിഫോർ സ്കിൽസ് അവർക്ക് വേണ്ടത് ആ പ്രൊഡക്റ്റിലെ എക്സ്ട്രീം നോളജാണ്. നിങ്ങളെ കമ്പനിയിൽ സെല്ല് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് എൻഡ് ടു എൻഡ്, ആ പ്രൊഡക്റ്റിനെ കുറിച്ചല്ല, ആ പ്രൊഡക്റ്റ് നിൽക്കുന്നൊരു മാർക്കറ്റ് ഉണ്ട്, ആ മാർക്കറ്റിനെ കുറിച്ച് എൻഡ് ടു എൻഡ് നോളജ് വേണം. അല്ലാണ്ട് ഒരു ക്ലയൻറ്റ് അവിടെ വന്ന് വാങ്ങി പോകില്ല. അപ്പം ആസ് എ ഫൗണ്ടേഴ്സ് അത് അവർക്ക് കൊടുക്കേണ്ടത് ആരും ഉത്തരവാദിത്തം? നിങ്ങൾ ഉത്തരവാദിത്തം. ഈ പ്രൊഡക്റ്റ് നോളജ് ഞാനൊക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം മേറിനൊരു പനിയുണ്ട്. ഓക്കെ,
അപ്പം മെഹറിന് പനിയുണ്ട്. അപ്പം ഞാൻ ഡോക്ടറാണ്, മെഹറിന് എന്നെ കാണാൻ വന്ന്. ഓക്കെ, ഞാൻ സെയിൽസ്മാനും മെഹറിൻ ക്ലയൻറ്റുമാണ്. ഓക്കെ, അപ്പം ആ രീതിയിൽ ഇത് എടുക്കുക. അപ്പം മെഹറിൻ എന്നെ കാണാൻ വന്നിട്ട് എന്ത് പറഞ്ഞു, എനിക്കൊരു പനിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു ഗുളിക എഴുതി കൊടുത്ത് കുടിച്ചു നോക്കി, ചിലപ്പോൾ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാവും? അവിടെ കൺവിക്ഷൻ ഇല്ല, ഞാൻ അൺസർട്ടൈനാണ്, ചിലപ്പോൾ മാറും. അതെന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത്? എനിക്കതിൽ ഇത്രത്തോളം അറിവില്ല, അല്ലെങ്കിൽ നോളജ് ഇല്ല, ഞാൻ അത്രത്തോളം കേസസ് ഹാൻഡിൽ ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനൊരു സെയിൽസ്മാൻ കൊടുത്ത് എങ്ങനെ ഒരു ടാബ്ലറ്റ് ഞാൻ തന്നാൽ അത് മെഹറിൻ്റെ അടുത്ത് കുടിക്കുമോ? ഇല്ല, അടുത്ത ആളെടുത്ത് പോകില്ലേ? ദ സെയിം ഈസ് ഹാപ്പനിങ്. നിങ്ങളെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് അത് സെല്ല് ചെയ്യുന്ന ആൾ വിത്തൗട്ട് കൺവിക്ഷൻ ആണ്, അൺസർട്ടൈൻ ആയിട്ടാണ് സെല്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്ലയൻസ് അത് വാങ്ങില്ല. ദേ ഓൾവേസ് ബൈ ഫ്രം എക്സ്പേർട്സ്. ഒരു എക്സ്പേർട്ടിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് എപ്പോഴും ഒരാൾ വാങ്ങും. ഇപ്പം എന്താ എൻ്റെ പേരെന്താ? അല്ല, എൻ്റെ പേരെന്താ? ഫാദി. ഓക്കെ, ഫാദിൻ്റെ മുഖത്തൊരു സ്കാറില്ലേ? ഒരു സ്കാറുണ്ട്, റൈറ്റ്? അപ്പം ഈ സ്കാർ ഞാൻ ഫാദിനോട് പറയാമെന്ന്. ഫാദി ഒരു ക്രീമുണ്ട്, ഞാൻ ഫാദിൻ്റെ ഫ്രണ്ടാന്ന് വിചാരിച്ചോ, ഒരു ക്രീമുണ്ട് 5000 രൂപയെന്ന് വില, ഈ വാങ്ങി തേച്ച് നോക്കുക, അത് പോകുമെന്ന് പറയാമെന്ന്. എന്തായാലും സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കൂലേ? എന്തായാലും എടുക്കും. ബിക്കോസ് ഒന്നാമത്തെ കാര്യം 5000 രൂപ ക്രീമിനുണ്ട്, രണ്ടാമത്തെ കാര്യം ഇത് മുഖത്താ തേക്കേണ്ട, റിസ്ക് ഫാക്ടർ കൂടുതലാണ്. അപ്പോൾ ഫാദി എന്ത് ചെയ്യും? ഒബ്വിയസ്ലി സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കും. എന്തുകൊണ്ട് എടുക്കുന്നത്? ബിക്കോസ് ഹീ നോസ് ദാറ്റ് ഐ ആം നോട്ട് ആൻ എക്സ്പേർട്ട്. ഡോക്ടറെ അടുന്നല്ലേ ഈ കൺസൾട്ടേഷൻ എടുക്കൂ, അല്ലേ? അല്ലെങ്കിൽ ഒരു കോസ്മെറ്റോളജിസ്റ്റ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരാളുടെ നിന്ന് എന്ത് ചെയ്യൂ? കൺസൾട്ടേഷൻ എടുക്കൂ. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ആൾക്കാർക്ക് ആ ഉറപ്പ് കിട്ടണം, ഇയാൾ എക്സ്പേർട്ടാണ്, ഇയാൾക്ക് എൻ്റെ പ്രശ്നം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതിൻ്റെ. ഓക്കെ, ഇത് നിങ്ങളെ കമ്പനിയിൽ നിന്ന് കോൾ ചെയ്യുന്ന സെയിൽസ് ടീമിന് കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ സെയിൽ വരില്ല. ഉറപ്പായിട്ടും വരും, സെയിൽ വരും. അതിപ്പോൾ സെയിൽ ചെയ്ത ആൾക്കാർക്ക് അറിയിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ 1-2 സെയിൽ, അല്ലെങ്കിൽ നമുക്ക് തട്ടിമുട്ടി പോകാൻ, അല്ലെങ്കിൽ സെയിൽ വരും. സെയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ലെവലിൽ സെയിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ സെല്ല് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ടീം വേണം. അപ്പം ഇനി നിങ്ങൾ ഇതൊക്കെ സെറ്റാക്കി കൊടുത്തു എന്ന് വിചാരിച്ചോ, ഓൾക്ക് ഈ പറഞ്ഞ പ്രൊഡക്റ്റ് നോളജ് കൊടുത്ത്, കാര്യങ്ങൾ കൊടുത്ത്. പിന്നെ വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നിങ്ങൾ ഓരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളത്. ബിക്കോസ് ഒരു പ്രൊഡക്റ്റിൽ ആ ഒരു സെയിൽസ്മാന് എത്രത്തോളം ട്രസ്റ്റ് ഉണ്ട്, അത്രത്തോളം ട്രസ്റ്റിലാക്കത് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. സെല്ലിയിലേക്ക് ഒരു 10 ലക്ഷം രൂപ തരുമോ? ഇല്ല. ഓക്കെ, ഇല്ല, മനസ്സിലായില്ലേ? സെല്ലിൻ്റെ കയ്യിൽ 10 ലക്ഷം ഇല്ല, ഇല്ലാത്ത സാധനം തരാൻ പറ്റുമോ? ഇല്ല. ഇത് വിൽക്കുന്ന ആൾക്ക് ഇല്ലാത്ത ട്രസ്റ്റും കോൺഫിഡൻസും ക്ലയൻറ്റിന് ഉണ്ടാവില്ല. അപ്പം ഇത് സെല്ല് ചെയ്യുന്ന ആൾക്ക് എന്ത് വേണം? ഈ പ്രൊഡക്റ്റിൽ എക്സ്ട്രീം ട്രസ്റ്റ് വേണം, എക്സ്ട്രീം ട്രസ്റ്റ് വേണം. ഈ ട്രസ്റ്റ് ബിൽഡായി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യൂ? ആൾ ആ സാധനം അത്രയും ട്രസ്റ്റോടെ ക്ലയൻറ്റിന് കൊടുക്കും. ബിക്കോസ് നമ്മളിതൊരു വേറൊക്കെ വിൽക്കുകയാണ്. അപ്പം വിളിക്കുന്ന ആൾക്കൊരു ഉറപ്പാണ്, ഓക്കെ ഈ സർവീസോ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് ഇത് യൂസ്ഫുൾ ആയിക്കുന്നുള്ളത്. അത് ആസ് എ ഫൗണ്ടർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. നിങ്ങളെ പ്രൊഡക്റ്റിൽ അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ബെനിഫിഷ്യൽ ആകും, ഈ പ്രൊഡക്റ്റിൽ ഇത്രയും ട്രസ്റ്റ് ഓരോ ഉള്ളിൽ വരണമെന്നില്ല, അത് നിങ്ങളാണ് കൊടുക്കേണ്ടത്. അതിന് ആദ്യം നിങ്ങളുള്ള ട്രസ്റ്റ് വേണം. ആ ട്രസ്റ്റ് നിങ്ങൾ സ്റ്റാഫിന് കൊടുക്കുക, സ്റ്റാഫ് അത് കസ്റ്റമേഴ്സിന് കൊടുക്കണം. മനസ്സിലായോ? എന്താ കിട്ടിയേ? പറഞ്ഞ ആ ഒരു ഐഡിയ എന്താണെന്നുള്ളത് കിട്ടിയോ? ഇത് സെയിൽസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും കാണണ്ട, ഭയങ്കര ഈസി ചെയ്ത്. പക്ഷേ എങ്കിലും ഇത് മാജിക്കും അല്ല, എഫേർട്ടും വേണം. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഓക്കെ ഇതിലിപ്പം ഓക്കെ ഇപ്പം മെഹറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ, മെഹറിന് ഇപ്പം ജീവിക്കുന്നൊരു ജീവിതമില്ലേ, അല്ലെങ്കിൽ ഇപ്പം കടന്നു പോകുന്ന ലൈഫുണ്ട്. മെഹറിൻ്റെ ലൈഫിൽ മെഹറിൻ ആരോട് പറയുകയാണെങ്കിലും എങ്ങനെ പറയുകയാണെങ്കിലും മെഹറിന് 2 സ്റ്റോറീസാണ് പറയാനുണ്ടാവുക. 2 സ്റ്റോറീസാണ് ഒരാളെ ലൈഫിൽ മെയിൻ സ്ട്രീമായിട്ട് ഉണ്ടാവുക. ഒന്നാണ് ജീവിക്കുന്ന കഥയും, ഒന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥയും. ഈ 2 സ്റ്റോറീസ് ഉണ്ട്. അവരിപ്പോൾ കറൻ്റ് എവിടെയാണ് നിൽക്കുന്നത്, അവർക്ക് ഇനി എവിടെയാണ് എത്തേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ഡിസൈഡ് വേ ഓഫ് ലിവിങ് എന്താണ്, ഇത് രണ്ടും തമ്മിൽ എന്തുണ്ട്? ഒരു ഗ്യാപ്പ് ഉണ്ട്. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഡ്യൂട്ടി എന്താ, അല്ലെങ്കിൽ സർവീസിൻ്റെ ഡ്യൂട്ടി എന്താ? ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അവർ ജീവിക്കുന്ന കഥയും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥയും തമ്മിലുള്ള ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതൊരു പ്രൊഡക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗ്യാപ്പിന് ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ ആ പ്രൊഡക്റ്റ് എത്തിക്കേണ്ട ആളാണ് എന്ത്? സെയിൽസ്മാൻ എന്ന് പറയുന്ന ആൾ. അപ്പം ഈ സെയിൽസ്മാനാ നിങ്ങൾ കമ്പനിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് സെയിൽ വരും. ഞാൻ ഇതിൽ എക്സാമ്പിൾ ആണ്. എൻ്റെ അടുത്ത് വന്ന സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, ഷെഹസാദ് എന്ന് പറയുന്നത്. ആൾ കണ്ണൂരാണ്. അപ്പോൾ ആൾ കണ്ണൂരിൽ നിന്ന് സെയിൽസിൽ 0 നോളജിലാണ് വന്നത്. ആൾ ഡെയിലി ഇവിടെ ട്രെയിൻ കയറി വരും, നമ്മളെ സെഷൻ അറ്റൻഡ് ചെയ്യും, പോവും.
ആളിവിടെ എൻ്റെ ഹസ്ലിഫൈയിലെ 2 months പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു കമ്പനിയിൽ എന്ത് ചെയ്ത് ഇൻറ്റേൺഷിപ്പിന് കൊടുത്ത ആളാണ്. ഇവിടെ തന്നെ 4th ഫ്ലോറിലുള്ള ജിർവ എന്ന് പറയുന്ന കൺസൾട്ടൻസിലൂടെ എന്ത് ചെയ്ത് നമ്മൾ ആളെ കൊടുത്ത് ആളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ, അപ്പം അവിടെ പോയ സമയത്ത് ആൾക്ക് സെയിലില്ല, ആൾക്ക് സെയിൽ വരുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ആൾക്ക് കുഴപ്പമില്ല, ആൾ ഓക്കെ പോകുന്നുണ്ട്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാലും നമ്മൾ കുറേ പാറ്റേൺസ് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ ആളെ വിളിച്ച് പേഴ്സണലി കൺസൾട്ട് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് എനിക്ക് എന്താണെന്ന് അറിയണമല്ലോ, അത്രയും നമ്മൾ സാധനങ്ങളൊക്കെ കൊടുത്ത് ആളെ പഠിപ്പിച്ച് വിട്ടിട്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് വരുന്നില്ല. അവിടെ നമ്മൾ ആ കമ്പനീസിൽ നോക്കുന്ന നേരം ഈ കമ്പനീസിൽ അവർ സ്റ്റാഫിനെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ളെല്ലാം വർക്ക് ചെയ്യുന്ന പോലെ സ്റ്റാഫിനെ പോണ എന്ത് ചെയ്യുന്നത്, അവരും വർക്ക് ചെയ്യുന്നത്. അപ്പം ഒന്നാമത്തെ ആ ഒരു പാറ്റേൺ അവിടെ ഉണ്ട്. രണ്ടാമത്തേത് അവർക്ക് എന്താ പറയുക, അവരുടെ ആ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ ആ ലീഡിങ് ടീമിനോട് ആ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇവരെ പോലെ ആവുന്ന സാധനം അങ്ങനെ ഒരു റെസ്പെക്റ്റ് ഇല്ല. ഒന്നാമത്തെ കാര്യം. അപ്പം ഇവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് പിന്നെ പ്രൊഡക്റ്റ് നോളജും ഒരു മീഡിയോക്കർ ലെവലിലാണ് നിൽക്കുന്നത്, മീഡിയോക്കർ ലെവലിൽ. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ എന്ത് ചെയ്ത് ആ ഫേമിനെ അപ്രോച്ച് ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച് നമ്മൾ ഇൻറ്റേർണലി കംപ്ലീറ്റ് ഒരു ഓഡിറ്റ് നടത്തി. നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തി. ഈ പറഞ്ഞ ഇവർക്ക് പ്രൊഡക്റ്റ് നോളജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മാർക്കറ്റ് എക്സ്പേർട്ടെ കൊണ്ടുവന്ന്, ഓക്കെ, മാർക്കറ്റ് എക്സ്പേർട്ടിനെ കൊണ്ടുവന്ന് ഇവർക്ക് end to end പ്രൊഡക്റ്റ് നോളജ് കൊടുത്ത് ആ കമ്പനിയിൽ ഇവർക്ക് കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്ത്. ചില വേറെ ആരെയും ഇവർ റിപ്പോർട്ട് ചെയ്യണ്ട, ഡയറക്റ്റ് CEO അല്ലെങ്കിൽ ഇവരെ ഹെഡിനെ മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഹെഡ് എന്ത് ചെയ്യരുത്, ഇവരെ ഇൻ്റർഫിയർ ചെയ്യരുത്. ബിക്കോസ് ഇവർ ഡിമാൻഡഡ് ആയിട്ട് വർക്ക് ചെയ്യില്ല. നിങ്ങളെ ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, നിങ്ങളെ മാർക്കറ്റിംഗ് സൈഡ് ആയിക്കോട്ടെ, എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് സൈഡ് അതുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് സൈഡ്, ഈ ബാക്കി എല്ലാ സെക്ടേഴ്സിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്യാൻ നിർബന്ധിതരാണ്. ബിക്കോസ് ഓല് പഠിച്ചു വന്ന കാര്യം അത്, അല്ലെങ്കിൽ ഒന്നിക്കൊരു ഡിഗ്രി കഴിഞ്ഞിട്ട് അവർ എന്താ പറയുക, നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇത് ചെയ്യണം. ബിക്കോസ് ഓരതാ പഠിച്ചു, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഓരെന്താണ് നിർബന്ധിതരായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. അവർ ആ ഒരു ബേസിക് ബേക്ക് തന്നെ വർക്ക് ചെയ്തോളും. ബിക്കോസ് ഓർക്ക് വേറെ ഓപ്ഷൻ അറിയില്ല. പക്ഷേ സെയിൽസ് ഡിമാൻഡഡ് ആണോ? അല്ല, അവർക്കത് മാത്രമല്ല ചെയ്തുകൊടുന്ന യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അവർക്ക് ആ രീതിയിൽ നിങ്ങൾ ബാക്കിയുള്ള സ്റ്റാഫിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ട്രീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് സെയിൽ വരില്ല. അവർക്ക് നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് വരണം. ആസ് എ ഫൗണ്ടർ അല്ലാന്നുണ്ടെങ്കിൽ ആസ് എ ഹെഡ് അവർക്ക് നിങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റും നിങ്ങളോടൊരു റെസ്പെക്റ്റും വരണം. ബിക്കോസ് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അവർ ഇനിയിപ്പോൾ ഒരു മാസം ഡീലേ ആയ പോലെ ഓല് വർക്ക് ചെയ്തോളൂ. ബിക്കോസ് ഓല് അതിന് ഡിമാൻഡ് അല്ലെങ്കിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന പോലെ ചെയ്യാൻ ബാധിച്ചു. ബിക്കോസ് ഓല് പഠിച്ചു വന്നും ഓല് സത്യം പറഞ്ഞാൽ എന്താ പറയുക, എൻജിനീയർഡാണ്. ദേ ആർ എൻജിനീയർഡ് ടു ബി ദാറ്റ്. ആ ഒരു HR ആവാനുള്ള ആൾ ഓല് അതിനു വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടതാണ്. പണ്ട് ഇത് +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയി പിന്നെ HR കോഴ്സ് എടുത്ത് ഈ HR ആവാൻ ഡിസൈൻഡ് ആവുമല്ലേ. അക്കൗണ്ടൻറ്റ് ഡിസൈൻഡ് അല്ലേ ആണ്. അവർക്ക് ഇതിൻ്റെ ട്രെയിനിങ് കിട്ടി, അവരിൻ്റെ കാര്യങ്ങൾ കുറേ പൈസ കൊടുക്കി പഠിച്ച് കാര്യങ്ങൾ ഇവരൊക്കെ ഡിസൈൻഡാണ്. സെയിൽസ് ടീം ഡിസൈൻഡ് അല്ല. അവർ ഒന്നുമില്ലാത്ത ടൈമിൽ എങ്ങനെ എന്തെങ്കിലും ജോലി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തോലായിരിക്കും, ഒന്നിക്കൽ അല്ലെങ്കിൽ സെയിൽസിലോട്ട് എത്തിയോലായിരിക്കും, അല്ലെങ്കിൽ സെയിൽസ് ചെയ്യുന്നതിനെ കൊണ്ട് ചെയ്യുന്ന പോലായിരിക്കും. പക്ഷെ അവരെന്താണ് ഇതിനു വേണ്ടി ഡിസൈൻഡ് അല്ല. അപ്പം ഓരോ ഹാൻഡിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, സെയിൽസ് ടീമിന് തോന്നണം അത് അവരുടെ ഫേമാണ്, ഞാനിവിടെ ഇത് സെല്ല് ചെയ്യണം, അല്ലെങ്കിൽ ഇതെൻ്റെ ഫേമാണെന്നൊരു തോന്നലുകൾക്ക് വേണം. ബിക്കോസ് നിങ്ങൾ ആവശ്യം മതി ഇപ്പം ഈ സെല്ല് ചെയ്യുന്ന പോലെ എൻ്റെ പ്രൊഡക്റ്റ് വേറെ സെല്ല് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് ബിൽഡ് ചെയ്ത് ചെയ്യുക, ആ കോൺഫിഡൻസ് എനിക്കുണ്ടാവും, ആ ഒരു പ്രൗഡ് സാധനം എനിക്കുണ്ടാവും. അതേപോലെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ റിസൾട്ടിൽ ഈ കോൺഫിഡൻ്റ് ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഫാക്ടേഴ്സ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നിങ്ങൾക്ക് അത്രയും കൺവിക്ഷനോടെ സംസാരിക്കാൻ പറ്റുന്നത്. ഇതേ കൺവിക്ഷനിൽ എന്ത് ചെയ്യണം, നിങ്ങളെ സെയിൽസ് ടീമും സംസാരിക്കണം. അത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളെ കൺവിക്ഷൻ ഓർക്ക് കിട്ടണം. അത് കിട്ടണമെന്ന് നിങ്ങൾ ഓല അങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഓലെ വെറുതെ ബാക്കിയുള്ള സ്റ്റാഫിനെ പോലെ അവിടെ ഇട്ട് തട്ടിയും മുട്ടിയും കളിച്ച് കഴിഞ്ഞാൽ ഓരുടെ സെയിൽ വരില്ല. ബിക്കോസ് ഓരുടെ സെയിൽ വന്നില്ല നമ്മളെ കമ്പനി എന്താവില്ല, മുമ്പോട്ട് പോകില്ല. അപ്പം ആ ടീമിന് അത്ര ഇമ്പോർട്ടൻ്റ് ട്രീറ്റ് ചെയ്യുക. പ്ലസ് അവിടെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഇമ്പോർട്ടൻ്റാണ്. മീൻസ് ഇപ്പം ഓഫീസിലോട്ട് കയറി വരുന്നതിനെ കാണുന്ന ഫുള്ളി മെസ്ഡപ്പായി കിടക്കുന്നൊരു ഓഫീസ്, ഇതൊക്കെ ചെറിയ ചെറിയ ഫാക്ടേഴ്സാണ്. ഇതൊക്കെ ഞാൻ അതിൽ അവിടെ ഉണ്ടായി ഇതാ പറയുന്നത്, ഇതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ. ബിക്കോസ് ഇതൊക്കെ നമുക്ക് അധികം എഫേർട്ട് ഇല്ലാണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓഫീസ് ഒന്ന് രാവിലെ എണീച്ച് ടേബിളൊക്കെ ക്ലിയർ ചെയ്താൽ എന്തെങ്കിലും പാടില്ല. നമ്മൾ ഈ കമ്പനിയിൽ ഇവരെ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് നോളജ് കൊടുത്ത് ആ ഒരു ടീം ലീഡ്സിന് അല്ലെങ്കിൽ അവരുടെ ഫൗണ്ടേഴ്സിന് ആ ഒരു ലെവലിലോട്ട് നമ്മൾ മാറ്റി. ഓക്കെ, ഇങ്ങനെയാണ് എനിക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് ചേഞ്ചസ് ആണ് വരുത്തേണ്ടത്. അതിൻ്റെ അടുത്ത മാസം ഒരൊറ്റ മാസം ആൾ കൊണ്ടുവന്നത് 50 lakhൻ്റെ സെയിൽ, 50 ലക്ഷത്തിൻ്റെ സെയിലാണ്. ഇത്രയും കാര്യങ്ങളിലൊരു മാറ്റം വന്നേരം ആ ഒറ്റ ആൾ കൊണ്ടുവന്ന്. ഇത് ഇവിടെ 4th ഫ്ലോറിലെ കമ്പനിയിൽ നടന്ന കാര്യമാണ് പറയുന്നത്. നമ്മുടെ അടുത്ത് പഠിച്ചു പോയ ഷെഹ്സാദ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ്. പക്ഷേ ആൾ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി സ്വന്തമായിട്ടൊരു ഫേം തുടങ്ങി.
ആളിപ്പോൾ ഒരു ഓണ്ടർപ്രണറാണ്, അവിടെ ആൾക്ക് എങ്ങനെ സെല് ചെയ്യണമെന്ന് അറിയാം, എങ്ങനെ സെയിൽ ചെയ്യിപ്പിക്കണമെന്ന് പറയാം. ഓക്കെ, അപ്പം ഇത് ഈ ഒരു ചേഞ്ച്, ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ, നിങ്ങൾ ടീമിനോടുള്ള അപ്രോച്ച്, കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ സ്റ്റാഫിന് അല്ലെങ്കിൽ നിങ്ങളുടെ സെയിൽസ് ടീമിന് വലിയ ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പിന്നെ ഓലെ റിവാർഡിങ് സിസ്റ്റം, ഇൻസെൻറ്റീവ് കൊടുക്കാൻ പിസ്ക് കാണിച്ചു കഴിഞ്ഞാൽ ഓല് വർക്ക് ചെയ്യില്ല. അവരെ നിങ്ങൾ സാലറിയിൽ പുഷ് ചെയ്യുന്നതിനെക്കാളും കൂടുതൽ എനിക്ക് ഇൻസെൻറ്റീവിൽ ഓല മോട്ടിവേറ്റ് ചെയ്ത് നിൽപ്പിക്കാൻ പറ്റണം. അതേപോലെ ഞാൻ ചോദിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ ടീമിനെ നിങ്ങൾ ലൈക്ക് മോട്ടിവേറ്റ് ചെയ്ത് ലൈക്ക് നിൽപ്പിക്കലുണ്ടോ? ഭയങ്കര ചാർജ് ആക്കിയിട്ട് അല്ലെങ്കിൽ ലൈക്ക് ടീമില്ലാലോ അല്ലേ? ഓക്കെ, പാർട്ട്നേഴ്സാണ്. ഓക്കെ, മോട്ടിവേഷനിൽ ഈ സെയിൽസ് ടീമിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? ഓലെ ഭയങ്കര ലൈക്ക് ഒരു ലൈക്ക് പവറാക്കി നിൽപ്പിക്കുന്നതിലുള്ള സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ അല്ലേ? ഫോർ ഷുവർ ഇറ്റ് വിൽ ഫെയിൽ. എന്താ വെച്ചാൽ നമ്മൾ ട്രയൽ ആൻഡ് എറർ നടത്തിയാലൊന്നതായിരുന്നു. ഈ മോട്ടിവേഷൻ കൊടുത്ത് പമ്പ് ചെയ്ത് നിൽപ്പിക്കുന്ന ടീമില്ലേ, ആ മോട്ടിവേഷൻ കൊടുത്ത മാസങ്ങൾക്ക് പിടുത്തപ്പെട്ട സെയിൽ കൊണ്ട് തരും. എൻ്റെ കമ്പനിയിൽ ഫസ്റ്റ് മന്ത് എനിക്ക് 50 സെയിലാണ് വന്നത്, ലൈക്ക് 48 സെയിലാണ് വന്നത്. ആ സമയത്ത് നമ്മൾ ട്രൈ ചെയ്ത ഈ ഒരു മെത്തേഡാണ്. മീൻസ് ആ ടീമിനെ മാക്സിമം ഹൈപ്പ് ചെയ്യുക, മാക്സിമം ബൂസ്റ്റ് ചെയ്യുക, മാക്സിമം പവറാക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് മണി മോട്ടിവേഷൻ പീക്കിൽ ഡെയിലി റിവാർഡ്സ്, പ്രസൻസ്, കാര്യങ്ങൾ, ഹ്യൂജ് ഓഫേഴ്സ്, ബെറ്റിങ്സ്, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ്. അപ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോമ്പറ്റീഷൻ വന്ന് വലിയ ചാർജിൽ വർക്ക് ചെയ്ത് ഒരു 2 ദിവസം നമ്മളന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കി, സെയിൽ ഡെഡായി. 50, 48, 52 എന്ന് പറഞ്ഞ് വന്നുകൊണ്ടുന്ന സെയിൽ നേരെ ഡിപ്പായി 20ആയി, 20 15ആയി. ഒരു 3 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി, ഇത് ഡൗൺ ആയിപ്പോയി, നല്ല ഡൗൺ ആയി, കമ്പനി സ്ട്രഗിളിങ്ങിൽ വിട്ടുപോയി. പക്ഷേ ആ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാക്കപ്പ് ഉള്ളതുകൊണ്ട് എന്തായി, നമുക്ക് പിന്നെ അടുത്ത മെത്തേഡ് ട്രൈ ചെയ്യാനും ഇതുപോലെ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റി. ഇവിടെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നല്ലോണം സെല്ല് ചെയ്യാൻ അറിയുന്ന ഒരാളെക്കാണ് അപ്പുറത്തേക്ക് നല്ലോണം ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കൊണ്ടുവരും. നിങ്ങളെ പൊട്ടിൽ അത്രയും നോളജുള്ള ആൾക്കാരാണ്. ഇനി ആ നീഷിൽ പഠിച്ച ആൾക്കാരാണെങ്കിൽ അത്രയും ബെറ്റർ. ഇപ്പോൾ സാസ് പറഞ്ഞില്ലേ, ഡെവലപ്മെൻറ്റ് അറിയുന്ന ഒരാൾ വന്ന് കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന സെയിൽ ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. മീൻസ് ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരാൾ വന്നാൽ ആൾക്കത് അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനേ പറ്റൂ. ഈ പഠിപ്പിച്ച സാധനങ്ങൾ ഇങ്ങനെ ലൈക്ക് ഛർദ്ദിക്കാനേ പറ്റൂ. പക്ഷേ നേരെ മറിച്ചിട്ട് ഇൻഡെപ്തായിട്ട് ഇറങ്ങിയിട്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡെവലപ്മെൻറ്റിൽ ഫ്ലട്ടർ ഇത് ക്രോസ് പ്ലാറ്റ്ഫോം ആണെന്ന് അറിയണം, എന്താണ് ഇതിൻ്റെ റെലവൻസ് എന്ന് അറിയണം, ഇതിൻ്റെ ലൈക്ക് സ്പീഡ് എങ്ങനെയാണെന്ന് അറിയണം, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിയണം, ഇതെത്രത്തോളം ലൈറ്റാണ് ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, ഇതിന് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ലൈക്ക് ഡാർട്ട് അല്ലേ, ലൈക്ക് ഡാർട്ട് ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളതിൽ എക്സ്പേർട്ട് ആയിക്കണം. ഇതൊന്നും ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് കൊണ്ട് പഠിച്ചാലേ, ഞാൻ ഒരു സമയത്ത് ഇത് സെല്ല് ചെയ്തതാണ്. ഓക്കെ, ഓപ്സ് കൺസെപ്റ്റ്, അതേപോലെ അതിൻ്റെ ലൈക്ക് 4 പില്ലേഴ്സ്, എൻകാപ്സുലേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാനിത് പഠിച്ച ആളല്ല, ഞാനിത് സെല്ല് ചെയ്ത ആളാണ്. അപ്പോൾ ആ സെല്ല് ചെയ്യുന്ന സമയത്ത് എന്ത് വേണം, നമുക്ക് അത്രയും പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞു തന്നെ ആ ഒരു സെയിൽസ് ടീമിനെ ഈ രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ, ബിക്കോസ് ഈ ചേഞ്ച് എവിഡൻ്റ് ആയിരുന്നു. നമ്മൾ മറ്റേ പാറ്റേൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയ സമയത്ത് നമുക്ക് മനസ്സിലായ കാര്യം അത്. ഇനി നമ്മൾ പറഞ്ഞ മോട്ടിവേഷൻ. ഓക്കെ, ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന സാധനം എപ്പോഴും ടീമിനെ ഗൈഡ് ചെയ്യുന്ന നേരം നമ്മളെ ഒന്ന് ആ പൊസിഷനിൽ കാണുക, നമ്മളൊന്ന് ആ പൊസിഷനിൽ കാണുക. ഇപ്പോൾ ടീമിൻ്റെ സ്ഥാനത്ത് ഇപ്പം ഒരു എക്സാമ്പിൾ, ഓക്കെ ഗ്രൗണ്ട് ലെവൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം സെലിയിൽ ഡെയിലി ബ്രഷ് ചെയ്യലില്ലേ, ബാത്റൂം പോലില്ലേ, ചായ കുടിക്കലില്ലേ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് അയൺ ചെയ്യലില്ലേ, ഇതൊക്കെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ലൈക്ക് ഇതിനൊക്കെ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഉണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ലൈക്ക് ഡെയിലി എന്താണ് റൂട്ടീനായിട്ട് ചെയ്തു പോവാന്ന്, റൈറ്റ്? ഇതെങ്ങനെയാണ് റൂട്ടീനായേ? റിപ്പീറ്റേഷൻ അല്ല, ഫിയർ. ബ്രഷ് ചെയ്തില്ലെങ്കിൽ വായിന്ന് സ്മെല്ലുണ്ടാവും എന്നുള്ള പേടി. ഒരു മീറ്റിങ്ങിന് പോകുന്ന ബ്രഷ് ചെയ്യാണ്ട് പോയാൽ അങ്ങനെ ഉണ്ടാവും. ബാത്റൂമിൽ പോയില്ലെങ്കിൽ അന്നത്തെ ഡേയിൽ നടക്കേണ്ട ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഇൻട്രപ്ഷൻ ഉണ്ടാവും എന്നുള്ള പേടി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടില്ല എന്നല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ ആ ഡേക്ക് വേണ്ട എനർജി നമുക്ക് ഉണ്ടാവില്ല എന്നുള്ള പേടി. കുളിച്ചില്ലെങ്കിൽ സ്മെല്ല് ഉണ്ടാവും എന്നുള്ള പേടി. ഈ ഫിയറാണ് എന്ത് ചെയ്യുന്നത്, ഈ നെഗറ്റീവ്. ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിനുണ്ടാകുന്ന നെഗറ്റീവ്സ് അത് നമുക്ക് അറിയുന്നതുകൊണ്ടും അത്രത്തോളം ഗ്രാസ്പ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് അറിയുന്നുണ്ട് എന്താണ് നമ്മളെ ഡെയിലി ലൈഫിൽ ചെയ്യുന്നത്. ഈ സാധനം സെയിൽസ് ടീമിന് കൊടുക്കാൻ പറ്റും. ഇതെങ്ങനെ കൊടുക്കും? ഓൽക്ക് എങ്ങനെ ഈ ഒരു ലൈക്ക് ഫിയർ നമുക്ക് ലൈക്ക് കൊടുക്കാൻ പറ്റും? ഇൻസെൻറ്റീവ് വെച്ചാൽ ഫിയർ ഉണ്ടാവില്ല. അവിടെ ഓൽക്ക് ലൈക്ക് റിവാർഡിങ് മാത്രമല്ല. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ ലൈക്ക് നമുക്ക് ഒരു റിവാർഡ് കിട്ടുന്ന നേരം ബ്രെയിൻ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലെവൽ ഓഫ് ഡോപ്പമൈൻ ഹീറ്റ് ഉണ്ട്. ഇതിൻ്റെ 1.5 to 2x ആണ്
നമുക്ക് ഒരു റിസ്ക് അല്ലെങ്കിൽ ഒരു ത്രെട്ട് വരുന്നേരം നമുക്കുണ്ടാകുന്ന ഫീലിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഇത്ര പറഞ്ഞാൽ മതി, ഇപ്പം ഞാൻ മെഹറിന് ഒരു 10 ലക്ഷം റുപ്യ തരാമെന്ന് പറയുന്നത്. ഓക്കെ, ഈ 10 ലക്ഷം തരാമെന്ന് പറയുന്ന നേരം ലൈക്ക് മെഹറിനുണ്ടാകുന്ന ഒരു ഡോപ്പമൈൻ ഹിറ്റ് ഉണ്ട്. ഓക്കെ, ഐ ആം ഗോയിങ് ടു ഗെറ്റ് ദ 10 lakh rupees. അതിൽ നിന്ന് 2 ലക്ഷം റുപ്യ വെറുതെ പോകുന്ന കേൾക്കുന്നേരം ഉണ്ടാകുന്നൊരു ബേജാറില്ലേ? അത് 10 കിട്ടിയെന്നുള്ളതിൽ എത്രയോ കൂടുതലാവൂലേ ആ 2 പോകുന്നത്? ഈ പേടിയുണ്ട്. ഈ പേടി എങ്ങനെ സെയിൽസ്മാനിലോട്ട് കൊണ്ടുവരും? ബിക്കോസ് ഈ പേടി ഉണ്ടെങ്കിൽ അവർ റൂട്ടീനായിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്ത് ഞങ്ങൾ കാലാകാലം 10 വർഷം കമ്പനി കൊടുക്കുന്നതിൻ്റെ 10 വർഷം പോലെ മോട്ടിവേറ്റ് ചെയ്ത് നടക്കേണ്ടി വരും. അതിനെ കൊണ്ട് പറ്റുമോ? ഇല്ല, ഫെയിലാവും, ഒബ്വിയസ്ലി ഫെയിലാവും. അങ്ങനെ ഫെയിലായ കമ്പനീസിന് നമുക്ക് അറിയാം. ഫെയിലായിട്ട് അത്രയും ഗ്രോത്ത് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന നേരം ഡൗൺ ആയ കമ്പനീസിന് നമുക്ക് അറിയാം. സെഷൻ ഇത്രയും മുമ്പോട്ട് പോയില്ലേ, എന്താ ചെയ്യുക? ഇനിയിപ്പോൾ എനിക്ക് ഇൻബിറ്റ്വീൻ എനിക്ക് ഇത്രയും നേരം ഞാൻ പറഞ്ഞു കൊടുത്തൊക്കെ എന്ത് ചെയ്യും? സ്ഥലം കൊടുത്തിട്ടുണ്ട്. T2 7th floor ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് ഹെൽക്കി. ഓക്കെ, കുഴപ്പമില്ല, എനിവേ ഫൈൻ, ഇരുന്നോളൂ. ഓക്കെ, സോ നമ്മളിവിടെ നിർത്തി. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഓക്കെ, ഫൈൻ. അപ്പം ഈ പറഞ്ഞ ഫിയർ എങ്ങനെ സെയിൽസ് ടീമിന് കൊടുക്കും? നിങ്ങൾ പറയും. അവരെ ലൈക്ക് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഫിയർ എങ്ങനെ നമുക്ക് ഒരു സെയിൽസ് ടീമിന് കൊടുക്കാൻ പറ്റും? അപ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻ നോക്കി പോയിക്കൂടെ? സെയിൽസ് എന്ന് പറയുന്നത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ജോലിയല്ലാണോ? അല്ല, നിങ്ങൾ വെറുതെ ലിങ്ക്ഡിൻ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പം കാണാം ഒരു 20,000 വേക്കൻസീസ് ഒഴിഞ്ഞു കിടക്കുന്നത്. ഒന്നും ചെയ്യാണ്ട് ഹൈലൈറ്റിൻ്റെ ബേസ്മെൻറ്റിൽ മറ്റേ ലൈക്ക് 0ൽ പോയിരുന്നിട്ട് ഞാൻ സെയിൽസ്മാനാന്ന് പറഞ്ഞാൽ മതി, അത്ര ചെയ്താൽ മതി. റെസ്യൂം പോലും ആർക്കും കൊടുക്കണ്ട. എനിക്ക് സെയിൽസാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ അന്നേരം 20,000 രൂപ ബേസിക് പേരിന് കൊണ്ടുപോകാനുള്ള കമ്പനീസ് ഇന്ന് ഇവിടെ ഉണ്ട്, ഇല്ലേ? ഉണ്ട്. ബിക്കോസ് ഇത്ര ആലോചിച്ച് നോക്ക്, എനിക്കൊരു ടോപ്പ് സെയിൽസ്മാനെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ എന്തെങ്കിലും എടുത്തുകൊണ്ട് എടുക്കൂലേ? എല്ലാ കമ്പനീസും അങ്ങനെ തന്നെ. അപ്പം ജോലി പോകുമെന്ന് പറയുന്നത് ഒരു ഫിയർ അല്ല, ഒരിക്കലും അല്ല. അല്ലെങ്കിൽ അവരെല്ലാ മാസവും നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരു ലൈക്ക് 1 to 2 lakhs ഇൻസെൻറ്റീവായിട്ട് മാത്രം വാങ്ങുന്ന ആൾക്കാരായിരിക്കണം. ആ ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഇവിടുന്ന് പുറത്താക്കുമെന്ന് പറയാം. പക്ഷെ അത് എത്തുന്നവരെയോ എല്ലാവരും സ്റ്റാർട്ടിങ് സ്റ്റേജിലല്ലേ. അപ്പോൾ ഈ ലെവലിൽ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. ഈ പറഞ്ഞ പോലെ ഒരു 2 lakhs അല്ലെങ്കിൽ ഒരു 1 lakh ലെവലിൽ നമുക്ക് ലൈക്ക് കൊടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ഇതില്ലാത്ത സ്റ്റേജിൽ നമ്മൾക്ക് എങ്ങനെ ഫിയർ കൊടുക്കും? ആവശ്യം യു ഷുഡ് ഗോ പേഴ്സണൽ വിത്ത് ദം. അവരെ പേഴ്സണലായിട്ട് അറിയണം. ഓല പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഓല ലൈഫ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഓല ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് ആസ് എ ഫൗണ്ടർ സെയിൽസ് ടീമിന് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 20 ആൾ ടീം ആകുന്ന വരെയെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. വായിൽ ഓരോരുത്തരും പേഴ്സണലി അറിഞ്ഞിരിക്കണം. ഓല എന്താണ് ചെയ്യുന്നത്, ഓല ലൈഫ് എങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഓല വീട്ടിലെ സിറ്റുവേഷൻ എന്താണ്, ഓനൊരു മാസം സർവൈവ് ചെയ്യാൻ എത്ര രൂപ വേണം, ഓൻ്റെ ഉപ്പാക്ക് എന്താന്ന് പണി, ഉമ്മാക്ക് എന്താന്ന് പണി, അവൻ്റെ വീട്ടിൽ എത്ര രൂപ കടമുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഒരു സെയിൽസ്മാൻ എത്രത്തോളം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓലെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബിക്കോസ് നിങ്ങൾ ഓലെ പറ്റിക്കുന്നതാണോ? അല്ല, ഓലെ കൊണ്ട് വൃത്തിക്ക് വർക്ക് ചെയ്യിപ്പിച്ച് ഓൽക്കും അമ്മക്കും ലൈക്ക് വിൻ വിൻ ആണ്, അല്ലേ? ആണ്. ബിക്കോസ് ഇതിങ്ങനെ പറയുന്ന പല ആൾക്കാർക്കും തോന്നുന്നു ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യുന്നല്ലേ എന്ന്, അല്ലെങ്കിൽ ഇത് നമ്മൾ ഓലെ ചൂഷണം ചെയ്യുന്നല്ലേ എന്ന്. ആക്ച്വലി ചില കാര്യങ്ങളിൽ നിന്ന് ചില ഡിസ്റ്റൻസിലോട്ട് നമുക്ക് ആൾക്കാർ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഓലൊന്ന് റീഫ്രെയിം ചെയ്ത് കൊടുക്കേണ്ടി വരും. മനുഷ്യന്മാരൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു പോയിന്റിൽ സേർട്ടൈൻ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. ലൈക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഭയങ്കര സേർട്ടൈനാണ്, അല്ലേ? ചിലപ്പോൾ നമ്മളെ എന്തെങ്കിലും ലൈക്ക് ബിലീഫ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ലൈക്ക് വേ ഓഫ് ഡൂയിങ് ആവാം, നമ്മളതിൽ ഭയങ്കര സേർട്ടൈൻ ആയിരിക്കും. അപ്പം ഇവരും ഇങ്ങനെ തന്നെയാണ്. ഈ സേർട്ടൈനിറ്റി പൊളിച്ചിട്ട് റിയാലിറ്റിയിലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആ ഓലെ പെയിൻ പോയിന്റ് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പം സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഇൻ ഡെപ്തായിട്ട് പേഴ്സണലി അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. ഓലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ബിക്കോസ് എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓലെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓലെ ഓർപ്പിക്കാൻ പറ്റും. ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടത് അവർക്കൊരു ഗോൾ ഉണ്ടാക്കി കൊടുക്കണം, അവരെ സ്ട്രക്ചർ ചെയ്യണം. ഇതാണ് നിങ്ങളുടെ ആവശ്യം, അല്ലെങ്കിൽ ഓൾക്ക് ഒരു ലോങ് ടേം ഗോള്, ഷോർട്ട് ടേം ഗോൾ, ഇതൊക്കെ സെറ്റ് ചെയ്യാൻ കമ്പനി പ്രൊമോട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? എന്നിട്ട് ഓലെ കൊണ്ടായി ചെയ്യിപ്പിക്കണം. ഒരു മാസം ഇന്നെന്ന കാര്യങ്ങൾ എനിക്കില്ലേ, ഇന്നെന്ന പ്രശ്നങ്ങൾ എനിക്കില്ലേ, അപ്പം എനിക്ക് 100 രൂപയെങ്കിലും മാസം ലൈക്ക് മിനിമം വീട്ടിലേക്ക് വേണ്ടേ? ഓക്കെ, ഈ രീതിയിൽ എന്ത് ചെയ്യണം, അവർക്ക് നിങ്ങൾ ഒരു റിസ്ക് ആവശ്യം കാണിച്ചു കൊടുക്കണം. ഇത് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർപ്പിക്കണം. പക്ഷെ അത് ആ ഒരു ഫയർ ഉള്ളിലുള്ളവൻ എന്ത് ചെയ്യൂ, പണിയെടുക്കൂ. ഇതിലൊരു ഇമ്പാക്റ്റ് ഞാൻ പറയാം, ഇത് നിങ്ങൾ കാലാകാലം ഇങ്ങനെ ചെയ്യണ്ട. ആദ്യത്തെ ഒരു 3-4 മാസം ഈ രീതിയിൽ ഒരു ഇമ്പാക്റ്റ്, ഒരു ഇൻഫ്ലുവൻസ് നിങ്ങൾ ഓരോ ടീമിനും നിങ്ങളോട് എന്ത് വേണം,
റെസ്പെക്റ്റ് നിങ്ങളെടുത്ത് ആ ഫ്രീഡം വേണം. ബിക്കോസ് ഫ്രീഡം ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഒരു ഫൗണ്ടർ എടുത്ത് അല്ലെങ്കിൽ ആ ടീമിൻ്റെ ഹെഡിൻ്റെ അടുത്ത് അവർക്ക് നല്ല ഫ്രീഡം വേണം. ബിക്കോസ് ലൈക്ക് തലയിൽ കയറി ഇരിക്കാനും സമ്മതിക്കരുത്. ബാലൻസ് ചെയ്ത് പോകണം. ഫ്രീഡം പ്ലസ് അതോറിറ്റി ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഒരു ക്ലയൻറ്റ് നിങ്ങൾ ഒരു B2B ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം സ്റ്റാർട്ടിങ് ആണ്, ഓക്കെ ഫൈൻ. അപ്പം നിങ്ങളുടെ ഓരോ ലീഡ്സിനും അത്രത്തോളം വാല്യൂ ഉണ്ടാവും. ഈ ലീഡ്സ് വെറുതെ കിട്ടുന്നതല്ല. ഒന്നിക്കെ നമ്മളത് എവിടെയെങ്കിലും പർച്ചേസ് ചെയ്തതാവും. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലൈക്ക് ഡെയിലി ബേസിസിൽ ആഡ് റൺ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത് ലീഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിനൊരു വാല്യൂ ഉണ്ട്. അവർക്ക് ചില പോയിന്റിൽ സെയിൽസ് ക്ലോസ് ആവാത്ത എന്തെങ്കിലും ലൈക്ക് സിറ്റുവേഷൻ വരുന്നുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് ലൈക്ക് ഒരു വിചാരിക്കും പോലെ കൺവേർട്ട് ആവുന്നില്ല, എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം നിങ്ങൾ ഭയങ്കര ഒരു ബോസ് സ്റ്റാഫ് വൈബാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഓരോ നിങ്ങളോട് വന്ന് പറയും, ഓരോ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കൂ അല്ലേ? ആണ്. ഇങ്ങനെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നമൊന്നും മനസ്സിലാവില്ല. ബിക്കോസ് ഒരു കാര്യം ഹൈഡായി കഴിഞ്ഞാൽ എന്താണ് പിന്നെ അതിന് സൊല്യൂഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. അപ്പം അവരുടെ പ്രശ്നം നിങ്ങളടുത്ത് വന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉൾക്ക് വേണം. ഈ സ്വാതന്ത്ര്യം വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം സെയിൽസ് ടീമിന് ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുക, അതുപോലെ പേഴ്സണൽ കാര്യങ്ങൾ. ബാക്കിയുള്ള ഏത് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ കൺട്രോൾ ചെയ്തോ, സെയിൽസ് ടീമിൻ്റെ മുകളിൽ ഡൊമിനേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഓല കയ്യിൽ നിന്ന് മെല്ലെ മെല്ലെ ഈ സാധനം സ്ലിപ്പാകും. ഓല് സ്റ്റാഫാണെന്നുള്ള ധാരണയായിട്ട് ഓലെത്തും. ഓൾക്ക് ആ കമ്പനിയോട് എക്സ്ട്രീം ഓണർഷിപ്പ് വേണം. ഇതെൻ്റെ കമ്പനിയാണ്, എനിക്കിവിടുന്ന് സെല്ല് ചെയ്യണം എന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ക്ലയൻസ് എക്സ്പേർട്സിൻ്റെ അടുത്ത് നിന്നേ വാങ്ങുമെന്നുള്ളത്, അല്ലെങ്കിൽ ആ അതോറിറ്റി ഉള്ള ആളുടെ അടുത്ത് നിന്നേ വാങ്ങുമെന്നുള്ളത്. അവർക്ക് ആ ഒരു അതോറിറ്റി ഇട്ട് നിൽക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ കമ്പനിയിൽ അതിനുള്ള സ്പേസ് ഉണ്ടാവണം. നിങ്ങൾ അല്ലെങ്കിൽ ക്ലയൻസിനെ വിളിക്കുന്നത് ഞാൻ അധിക സ്ഥലത്തും കണ്ടതാണ്, സാറിന് വിളിച്ചിട്ട് അഡ്രസ്സ് ചെയ്യാം അല്ലേ? ഇതിലിപ്പം അല്ലെങ്കിൽ ഓൾറെഡി ലൈക്ക് സെയിൽസ് ലൈക്ക് ചെയ്യുന്ന ആൾക്കാരെ മനസ്സിലാവും, സാറിന് വിളിച്ചിട്ടേക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഈ ഞാൻ പറഞ്ഞ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ഓരോ ക്ലയൻസ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അത് സർവീസ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം ഈ പ്രശ്നം ആർക്കാണുള്ളത്? ക്ലയൻറ്റിനാണുള്ളത്. അതിൻ്റെ സൊല്യൂഷൻ ആരെടുത്താണുള്ളത്? നമ്മളെടുത്താണുള്ളത്. ഞാൻ പറഞ്ഞ പോലെ മാരിനൊരു പേഷ്യൻറ്റും ഞാൻ ഡോക്ടറുമാണ്. ഞാൻ മാരിനെ മാം എന്ന് വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപ്പം ലൈക്ക് നമ്മൾ വിചാരിക്കും ഇത് വർക്കൗട്ട് ആവുമോ, അല്ലെങ്കിൽ ലൈക്ക് ക്ലയൻസിന് ഇതൊരു ലൈക്ക് ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് തോന്നൂലേ എന്നുള്ളത്. മാരിന് എന്തുകൊണ്ട് ഒരു ഡോക്ടർ പറഞ്ഞ മെഡിസിൻ കണ്ണും പൂട്ടി വാങ്ങി കുടിക്കുന്നത്? ഡോക്ടറാണ്, എക്സ്പേർട്ടാണ്, ആ അതോറിറ്റി കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടത് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാരെയാണ്. നമ്മളൊരാളെ സാറേന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായി, നമ്മളടിയിലേ ഒരു പിന്നെ ഡൊമിനേറ്റ് ചെയ്തേ സംസാരിക്കും. പിന്നെ ഓല ഡിസിഷനിലേക്ക് എന്ത് പോവുക, ഈ പറഞ്ഞ സെയിൽ പോവുക. നേരത്തെ എന്താ എൻ്റെ പേരെന്താ, ഫൈം പറഞ്ഞില്ലേ ഡിസിഷൻ മേക്കിങ്ങിലോട്ട് എത്തുന്ന നേരം ക്ലയൻസ് സ്ലോ ആവുന്നുണ്ട് എന്ന്. എന്തുകൊണ്ടാണ്? സാറിന് വിളിക്കുന്നുണ്ടല്ല, ട്രസ്റ്റ്, അതോറിറ്റി, ഇതൊക്കെ മാറ്ററാണ്. അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് എല്ലാ ക്ലയൻസിനും ഒരു പ്രശ്നമുണ്ട്. എല്ലാ ക്ലയൻസിനും പ്രശ്നമുണ്ടെന്നുള്ള ഉറപ്പല്ലേ? പക്ഷെങ്കിൽ അത് സോൾവ് ചെയ്യണോ വേണ്ടെന്നുള്ള പോലെ തീരുമാനമാണ്. അപ്പം അത് അവർ ആ പ്രശ്നത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവരൊരു പ്രശ്നം സോൾവ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനോട്ടുള്ള ആക്ഷൻ എടുക്കുന്നു അല്ലേ? ആണ്. അപ്പം ആസ് എ സെയിൽസ്മാൻ നിങ്ങൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? ഓൾക്ക് സൊല്യൂഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓൾക്ക് പ്രശ്നം കാണിച്ചു കൊടുക്കണം. ഓക്കെ, പ്രശ്നം കാണിച്ചു കൊടുത്താലും അവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്. എന്ത്? ആ പ്രശ്നം ഓൾക്ക് മനസ്സിലായി. ഓക്കെ ഫൈൻ, ആ പ്രശ്നം ഓൾക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും ഞാനത് ഇപ്പം തീർക്കണോ വേണ്ടോ എന്നുള്ളൊരു ചോദ്യമല്ലേ? ചോദ്യമുണ്ട്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഡിസിഷൻ മേക്കിങ് ലാഗായി പോകുന്നത്. ഓക്കെ, ഇതിനെങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല? ഞങ്ങൾക്ക് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. ഞാനൊരു ലൈക്ക് 1 month ബാക്ക് ഒരു ഇൻറ്റേർണൽ ബ്ലീഡിങ്, ഓക്കെ, മാസീവ് ഇൻറ്റേർണൽ ബ്ലീഡിങ് വന്നിട്ട് ഒരു 5 days ICUയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ അഡ്മിറ്റായ ടൈമിൽ എനിക്കെന്ത് മനസ്സിലായി? എനിക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതിൻ്റെ ഡെപ്ത്ത് എത്രത്തോളം അന്നേരം എനിക്ക് അറിയില്ല. അപ്പം ICUയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകണം, എനിക്കിനി ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ബിസിനസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച്. നിങ്ങളുടെ ക്ലയൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഞാനിപ്പോൾ ഡിസിഷൻ എടുക്കുന്നില്ല എന്നുള്ള ലൈക്ക് മൂഡിലാണ്. ലൈക്ക് ഞാൻ എന്ത് ചെയ്യുന്നത്, എനിക്കിപ്പം അടുത്ത ടെസ്റ്റും കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ഇതുവരെ ചെയ്തത് മതി, ബാക്കി ഞാൻ ചെയ്യുന്നില്ല, ഞാൻ പോകുമെന്ന് പറഞ്ഞ്. നിങ്ങളുടെ ക്ലയൻറ്റ്സ് ഡിസിഷൻ മേക്ക് ചെയ്യാൻ ലാഗ് ചെയ്യുന്ന പോലെ ഞാൻ പിന്നെ ചെയ്തോളാമെന്നാണ് പറഞ്ഞത്. ഇപ്പം ചെയ്യുന്നില്ല, എന്ത് ചെയ്യുക, ഞാൻ പിന്നെ ചെയ്യാം, ഈ സെയിം ഇഷ്യൂ. അപ്പം എന്നെ അവിടുത്തെ ചീഫ് ഡോക്ടർ കാണാൻ വന്ന് ആളെനിക്ക് എൻ്റെ പ്രശ്നം ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആണെന്ന് പറഞ്ഞു തന്ന്, മാസീവ് എന്ന് പറഞ്ഞു തന്ന്. ഇതിലൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, കൺവിൻസ് ആവുന്നില്ല, അല്ലെങ്കിൽ അപ്പോൾ അവിടെ നിൽക്കാമെന്ന് ഇവർക്ക് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അടുത്തൊരു പോയിൻ്റ് എന്നോട് ഡോക്ടർ പറഞ്ഞു, എൻ്റെ ഹീമോഗ്ലോബിൻ ലെവൽ ഇത്രയിലാണ് നിൽക്കുന്നത്, ലൈക്ക് 4.1 ഇഫ് ഐ എം റൈറ്റ്, ലൈക്ക് 4.1ലാണ് നിൽക്കുന്നത്. എന്നോട് പറഞ്ഞു ChatGPT എടുത്തിട്ട് എന്ത് ചെയ്യും, ഇതൊന്ന് നോക്ക്, ലൈക്ക് 4.1 HB ഉള്ള ഒരാളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു.
ഓക്കെ, ഞാൻ ഈ നോക്കിയാലും ഇതിൽ ലൈഫ് ത്രെട്ടാണ് കാണിക്കുന്നത്. ഇൻ റെയർ കേസസ് സർവൈവൽ ഈസ് പോസിബിൾ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് ഫിയർ വന്നു, ഒബ്വിയസ്ലി ഫിയർ വന്നു. എൻ്റെ പ്രശ്നത്തിൻ്റെ ഡെപ്ത് എനിക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴും എനിക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബിസിനസ്സാണ് തോന്നുന്നത്. ആ പ്രശ്നം എനിക്ക് അത്രയും ഡെപ്തിൽ മനസ്സിലായാലും പോലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇത് ക്യൂർ ചെയ്യാനുള്ള ഒരു ആക്ഷൻ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നു, ഓക്കെ ഞാനിവിടെ ലൈക്ക് അടുത്തല്ല, എനിക്ക് ഇവിടുന്ന് ബേബി എന്ന് പറയുന്നത് മിംസ് പറയുന്നത് അടുത്താണ്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടില്ല അങ്ങോട്ട് വന്നാൽ പോരെ. അപ്പോഴേക്കും എൻ്റെ ബ്ലീഡിങ് ലൈക്ക് കുറച്ച് സ്റ്റോപ്പായി ഉണ്ടായിരുന്നു. പക്ഷേ തൽക്കാലത്തേക്ക് സ്റ്റോപ്പായതാ, ഉറപ്പില്ല ഇതെപ്പോൾ തീരുന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ ആലോചിക്കുന്നത്, ഇതിപ്പം ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ഇവിടെ മിംസിലോ ബേബിയിലോ വന്നോളാം, അല്ലെങ്കിൽ ഞാൻ എന്നെ കാണിച്ച് ലൈക്ക് ഡോക്ടറെ അടുത്ത് പോയിക്കോളാം. അപ്പോൾ പ്രശ്നത്തിൻ്റെ സീരിയസ്നെസ് അത് മാക്സിമം എനിക്ക് ഡോക്ടർക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. ആ മാക്സിമം ഇത് പറഞ്ഞു തന്നിട്ട് പോലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഡിസിഷനിലോട്ട് എത്തുന്നില്ല. ആ ഡിസിഷനിലോട്ട് എത്തുന്നതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് ആ ഡിസിഷൻ ഈ പ്രശ്നം സോൾവ് ആവണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഞാനത് എനിക്ക് തൽക്കാലത്തേക്ക് ഓക്കെ ആയാൽ മതി, ഞാനത് പിന്നെ എന്തെങ്കിലും മേജറായിട്ട് വന്നിട്ട് ക്ലിയർ ചെയ്തോളാം എന്നാണ് പറഞ്ഞത്. പ്രയോറിറ്റി, ഒരു പ്രശ്നത്തിന് നമ്മൾ എത്രത്തോളം ലൈക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ള മാറ്റർ. ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് വന്നു. ഓക്കെ, ആൻഡ് ഹി വാസ് സീയിങ് ദാറ്റ് ഓക്കെ എനിക്ക് മനസ്സിലാവും ഈ എന്ത് ചെയ്തു ഓഫീസിലേക്ക് പോയിക്കോ, ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ആളിനോട് വേറെ കാര്യം ചോദിച്ചു, ഈ ബിസിനസ് അല്ലേ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ബിസിനസ് ചെയ്യുന്നത്. ട്രാവൽ ചെയ്യുന്നുണ്ട് വെച്ചാൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. എങ്ങോട്ടാണ് ലൈക്ക് ഫ്രീക്വൻ്റ് ട്രാവൽ ചെയ്യുന്നത് വെച്ചു. പറഞ്ഞ് ബാംഗ്ലൂർ കൊച്ചി ഫ്രീക്വൻ്റ് ആണ്, ചെന്നൈ ഇടയ്ക്ക് പോയിട്ട് വരുന്നതാണ്. എന്നോട് ഓക്കെ ഫൈൻ, ഈ എങ്ങനെയാണ് ലൈക്ക് മോഡ് ഓഫ് ട്രാവലിംഗ് എങ്ങനെയാണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു മോസ്റ്റ്ലി ട്രെയിൻ, അല്ലാന്നുണ്ടെങ്കിൽ ബൈ റോഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു ഓക്കെ ഫൈൻ, ഇവിടെ അടുത്താന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, എന്തെങ്കിലും ഇഷ്യൂ അന്നേരം ഇങ്ങോട്ട് വരും. ഈ നാളൊരു ബിസിനസ് മീറ്റിങ്ങിന് പോകുന്ന നേരം ഈ ഒരു ബാംഗ്ലൂരേക്ക് ട്രെയിൻ പോകുന്നതായിരിക്കും. ഇൻ ബിറ്റ്വീൻ ദാറ്റ് ജേണി ഒരു 2 മണിക്കൂർ ഇനിയും ബാംഗ്ലൂർ എത്താനും ഒരു 3 hours ബാക്കിയുണ്ട്. ഇൻ ബിറ്റ്വീൻ എനിക്ക് പെട്ടെന്നൊരു ബ്ലീഡിങ് വരികയാണ് ട്രെയിൻ, നീ എന്ത് ചെയ്യുന്നു വെച്ചാൽ എന്നോട്. മനസ്സിലായോ? അപ്പം എനിക്ക് മാസീവ് ബ്ലീഡിങ്ങാണ് വരുന്നത്. ഒരു വിത്തിൻ ഒരു 4 to 5 hours ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയില്ല. അതും ഇൻറ്റൻസീവ് കെയർ എനിക്ക് കിട്ടണം ആ സമയത്ത്. ഇല്ലെങ്കിൽ എൻ്റെ ബ്ലഡ് ലെവൽ അത്രയും ലോ ആവും, ബ്ലഡ് പമ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ എനിക്ക് ഫിയർ വന്നു, ഇത് മാറ്റണം എന്നുള്ള നീഡ് വന്നു. ബിക്കോസ് ഞാൻ ആലോചിച്ച് ശരിയാണ്, ഇൻ ബിറ്റ്വീൻ ഒരു ട്രെയിൻ ജേണിക്ക് വന്നാൽ ഞാൻ എന്ത് ചെയ്യും, കുടുങ്ങിയില്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ട്രെയിൻ എത്തുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയെന്ന് വിചാരിക്കും, ബാംഗ്ലൂരേക്കാണ് പോകുന്നത്, ഏതൊക്കെ സ്ഥലത്തൂടെ പോകുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല. ഇറങ്ങുന്ന സ്റ്റേഷനിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ഇല്ലാത്ത ഹോസ്പിറ്റലാണെങ്കിലും ഉള്ളത്, എന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ICU ഫെസിലിറ്റി പ്രോപ്പറായിട്ട് തരാൻ പറ്റിയില്ലെങ്കിൽ എന്നെ ട്രീറ്റ് ചെയ്യാന്നുള്ള ഇമ്പോസിബിളാണ്. ലൈക്ക് ഈ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവിടെ ചെയ്യും, എന്ത് ചെയ്യും? ഓക്കെ ഞാൻ പറയാൻ കിടന്നോളാം, അടുത്ത റെസ്റ്റിന് എടുത്തോളാം. 5 ദിവസം കൊണ്ട് ഡിസ്ചാർജ് വാങ്ങി പോരാന്ന് തന്നെ അടുത്ത ടെസ്റ്റിലോട്ട് കൺവിൻസ് ചെയ്ത് 11 ദിവസം അവരവിടെ കിടത്തി. അതെന്തുകൊണ്ടാണ് ഞാൻ ആ ഡിസിഷൻ എടുത്ത്? ഞാൻ ഈ പ്രശ്നം ഇപ്പം തീർത്തില്ലെങ്കിൽ ഇതെൻ്റെ ലൈഫിനെ എത്രത്തോളം ബാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായറാ. ഓക്കെ, ഇത് ക്ലയൻസിന് മനസ്സിലാവാണ്ട് ഈ ഡിസിഷൻ മേക്കിംഗ് നടക്കില്ല. മനസ്സിലായോ? അവർക്ക് പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ചിലപ്പം കാണിച്ചു കൊടുക്കാൻ പറ്റും, ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷേങ്കിൽ ഈ രീതിയിൽ അവരെ ഡയഗ്നോസ് ചെയ്ത് അവർക്കത് ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ഇത് മാറ്റിയില്ലെങ്കിൽ എന്താ ഉണ്ടാവുക നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അവിടെ പിടിച്ചു വെക്കാൻ പറ്റൂല. ഇനി ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്ന അങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വേറൊരു എക്സാമ്പിൾ എനിക്ക് പറഞ്ഞുതരാം. ഞാൻ ഇതിനു മുമ്പ് ഒരു മാർക്കറ്റിംഗ് ഏജൻസിക്ക് ഒരു മാർക്കറ്റിംഗ് ഏജൻസിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ കമ്പനീൻ്റെ R&Dയിൽ നിൽക്കുന്ന സമയത്ത് ഫ്രീലാൻസ് ആയിട്ട് പിച്ച് ചെയ്ത് കൊടുത്തിരുന്നു. ഓക്കെ, അവിടെ എനിക്ക് വന്നൊരു ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റൈൽസാണ്. ഈ ടെക്സ്റ്റൈൽസ് എന്ന് വെച്ചാൽ ഇവർ ഹ്യൂജ് ടീമാണ്. ഇവർ മെയിനായിട്ട് ഈ ടെക്സ്റ്റൈൽസ് ഇവരെ ഒരു മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് വെച്ചാലല്ല, പക്ഷേ ഇവർക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഓൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ്. അപ്പോൾ അത് നിന്ന് പോകണം എന്നുള്ളത് ഓൾക്ക് ഭയങ്കര നിർബന്ധമായ കാര്യമാണ്. അപ്പം ഇവരെൻ്റെ അടുത്ത് വന്നേരം ഇവരെന്നോട് പറഞ്ഞത് ഓക്കെ നമുക്ക് ഇനി ഓൺലൈനിലോട്ട് മാർക്കറ്റിങ്ങും കാര്യങ്ങളും കൊണ്ടുവരണം. അപ്പോൾ ഇത്രയും കാലം ഇത് ചെയ്യാത്ത ആൾക്കാരാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു ഷിഫ്റ്റ് വന്ന് ചോദിച്ചൊക്കെ വേറെ രീതിയിലാട്ടോ, എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് വരാനുള്ള റീസൺ എന്ന് വെച്ചാൽ അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ 2 kilometer റേഡിയസിൽ ഒരു സ്റ്റുഡിയോ വരുന്നുണ്ട്. ഓക്കെ, ഒരു സ്റ്റുഡിയോ വരുന്നുണ്ട്, അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റുഡിയോ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, സോഷ്യൽ മീഡിയയിലും കൂടി ആക്റ്റീവാണ്. ബിക്കോസ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലും അഡ്വർടൈസ്മെൻറ്റ് ഫീൽഡിലും ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ടീമാണ്. ആഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ മെറ്റാസ്പെൻഡ് ആണെങ്കിലും അത്ര ഹ്യൂജ് ആയിട്ട് നിൽക്കുന്ന ടീമാണ്. അപ്പം ഇവർക്കൊരു പേടി, സ്റ്റുഡിയോ വരുന്നവരെ ഇവരെ കച്ചവടം കുറയുമെന്നുള്ളത്. ഓക്കെ, ഈ പേടി കൊണ്ടാണ് ക്ലൈൻറ്റ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഓക്കെ, സീറ്റ് ലൈക്ക് ദിസ്, ഹനയ്ക്ക് പനിയുണ്ട്, ഹനി ഞാൻ ഡോക്ടറാണ്, എൻ്റെ അടുത്തേക്ക് വരും, എനിക്ക് പനി ഉണ്ടെന്ന് പറഞ്ഞാൽ വരുന്നത്. ഹനയ്ക്ക് ആ പനി ഉണ്ടെന്ന് മാത്രമേ അറിയൂ, ആ പനി ഹനയ്ക്കുണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയൂ. ചിലപ്പോൾ അതിനൊരു റൂട്ട് കോഴ്സ് ഉണ്ടാവും. ഈ പനി നമുക്കുള്ളിലുള്ള എന്തെങ്കിലും ഒരു മേജർ ഇഷ്യൂവിൻ്റെ റൂട്ട് കോഴ്സ് ആയിട്ടേക്ക് എന്ത് വന്ന് പനി വന്ന് ചിലപ്പം ഹനേനെ ഇടുന്നില്ല, ലൈക്ക്
ഒരു റാൻഡം പേഴ്സൺ ആണെന്ന് വിചാരിച്ചോ, അപ്പം ആൾക്ക് ലിവറിനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് സിംറ്റംസ് ആയിട്ടാണ് പുറത്തേക്ക് വരിക, മനസ്സിലായില്ല? അപ്പം ആ പനിയും കൊണ്ടേക്ക് ചിലപ്പോൾ ആൾ എൻ്റെ അടുത്തേക്ക് വന്നേ. ഇതേപോലെ ഒരു സർഫേസ് ലെവൽ പ്രശ്നവും പറഞ്ഞിട്ടാണ് ഈ ക്ലയൻസ് എൻ്റെ അടുത്തേക്ക് വന്നത്. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, സ്റ്റുഡിയോ വരുന്നുണ്ട്, അപ്പം നമുക്കും ഓൺലൈനിലോട്ട് ഇറങ്ങണം. ഞാൻ പറയുന്നത് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ ഫൈൻ. അപ്പം നമുക്കും ഓൺലൈൻ മാർക്കറ്റിങ്ങിലോട്ട് ഇറങ്ങണം, ഇതാണ് ഇഷ്യൂ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ലൈക്ക് മേയർ എൻ്റെ അടുത്ത് വന്ന് പനിയുണ്ടെന്ന് പറഞ്ഞ പോലെ ഓല പ്രശ്നം പോലും പറഞ്ഞു. അപ്പോൾ ഞാൻ കുറേ സംസാരിച്ച് ഓല കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അപ്പം ലൈക്ക് നോക്കിയെടുത്തോളം നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന വർക്ക് തന്നെയാണ്. പക്ഷേങ്കിൽ ഓല് പറഞ്ഞ റിസൾട്ട് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഞാനിട്ടത് മിനിമം 10 lakhൻ്റെ ഒരു പാക്കേജാണ്. ലൈക്ക് അത് ഞാൻ റൗണ്ട് ഫിഗർ ആയിട്ട് ഇട്ട് എന്തായാലും ബാർഗൈനിങ് വരുന്നത് എനിക്കറിയാം. ഒരു 9 lakh വരെ പോകാൻ പറ്റുന്ന രീതിയിലാണ് എന്ത് ചെയ്ത് നമ്മൾ കോട്ട് ചെയ്ത്. പക്ഷേ ഒരു 10 lakhന് കൊന്നിട്ട് ഓക്കെ ആവുന്നില്ല, ഒരു തരത്തിലും ഓക്കെ ആവുന്നില്ല. ഇത്രയും സ്റ്റാർട്ടിങ് അല്ലേ, നമുക്ക് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരിടത്ത് ഫണ്ട് ഉണ്ട്, പക്ഷേ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയല്ല. പൈസ ഉണ്ട്, ബാക്കപ്പ് ഉണ്ട്, ഓൾക്ക് അത്രയും ഫണ്ട് റിലീസ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പം ഇവിടെ അവരെന്തുകൊണ്ടാണ് അതിന് തയ്യാറാവാഞ്ഞേ? റിസ്ക് അവർക്ക് ഫസ്റ്റ് റിസ്ക് അവർക്കാണ്. ലൈക്ക് റിസ്ക് അവേഴ്ഷൻ എന്ന് പറഞ്ഞ ഫാക്ടർ മീൻസ് ലൈക്ക് നമ്മുടെ ബ്രെയിനിന് കിട്ടുന്ന റിവാർഡിങ്ങിനേക്കാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് ഉണ്ടാവാൻ ചാൻസുള്ള റിസ്കിനെ പറ്റി ആലോചിക്കുന്നവരാണ്. അത് നമുക്ക് ഭയങ്കര ഫിയർ ഉണ്ടാകും. അപ്പോൾ അതിൽ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് പോസിബിൾ അല്ല കാര്യമല്ല. പിന്നെ ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞതുപോലെ അത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു കൺസേൺ കാണണം അല്ലേ? ഓക്കെ. അപ്പം ഹന എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പനി പറഞ്ഞു. ഞാൻ എന്ത് ചെയ്ത് ഹനേനോട് ഒരു 10,000 ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു. ഓക്കെ, ഈ ടെസ്റ്റ് ഉണ്ട്, ഇത് എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞു. ഹനെന്ത് പറഞ്ഞു? ഓക്കെ, ഞാനത് ചെയ്യൂല. ഓക്കെ, എനിക്ക് സാധനം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പം ഞാൻ ലാസ്റ്റ് സ്റ്റേജിലെത്തിയാൽ ഞാൻ ചോദിച്ചു, ഓക്കെ ഫൈൻ, ഈ പറഞ്ഞ 2 കിലോമീറ്റർ റേഡിയസിൽ നിങ്ങൾ സുഡിയോ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, സുഡിയോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സാണ് വെസ്റ്റ് സൈഡ്, അതേപോലെ ഈസി ബൈ, ട്രെൻഡ്സ്, പിന്നെ H&M, മേബി, മാക്സ്, ഇങ്ങനത്തെ കുറേ ആൾക്കാർ ഇവരുടെ കോമ്പറ്റീറ്റേഴ്സാണ് അല്ലേ? ലൈക്ക് സുഡിയോൻ്റെ കോമ്പറ്റീറ്റേഴ്സാണ്. സുഡിയോ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 5 കിലോമീറ്റർ റേഡിയസിൽ ഇത്രയും ബ്രാൻഡ്സ് വരുന്നുള്ള കൺഫേമാണ്. എന്താ നിങ്ങൾ നോക്കി നോക്കി, സുഡിയോ ഉള്ള ടൗണിൽ മാക്സ് ഉണ്ടാവും, ട്രെൻഡ്സ് ഉണ്ടാവും, ഈസി ബൈ ഉണ്ടാവും, ലൈക്ക് വൈസ് വേഴ്സ. ഇങ്ങനെ ഏത് കമ്പനി ഉണ്ടെങ്കിലും ബാക്കിയുള്ള കമ്പനീസ് എന്ത് ചെയ്യും? കോമ്പറ്റീറ്റേഴ്സ് എന്തായാലും അവിടെ വരും, ഷുവറാണ്. അപ്പോൾ ഞാനോട് പറഞ്ഞു എനിക്ക് അടുത്ത 2 years ചിലപ്പോൾ പിടിച്ചേക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ വിത്തിൻ 2 years ഇവിടെ സുഡിയോ മാർക്കറ്റ് പിടിക്കുകയാണെങ്കിൽ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യും? വല്ല ബാക്കി കോമ്പറ്റീറ്റേഴ്സും വരും. ഈ ബാക്കി കോമ്പറ്റീറ്റേഴ്സും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ കോമ്പറ്റീഷൻ ഇവർ തമ്മിലാവും. നിങ്ങൾ പിക്ചറിന്നേ ഔട്ടാവും. മൂപ്പര് കണ്ടത് അവിടെ കച്ചവടം കുറയുന്നത് മാത്രമേ. ഞാൻ കാണിച്ചു കൊടുത്ത ലാസ്റ്റ് ഷോപ്പ് കൂട്ടി പോകുന്നത് ആഫ്റ്റർ ഒരു 3 or 4 years. ഒരു 4 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 4 വർഷം ബാക്കപ്പ് ഫണ്ട് കൊണ്ട് പിടിച്ചേക്കാൻ പറ്റുന്നുണ്ടാവും. ഈ 4 വർഷത്തെ ബാക്കപ്പ് ഫണ്ട് ഡ്രെയിൻ ആയി കഴിയുമ്പോഴത്തേക്ക് മറ്റൊരു മാർക്കറ്റ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യേണ്ടി വരും. അതിന് മൂപ്പര് തന്നെ പറഞ്ഞു ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു 15 നാളത്തിൽ നമ്മൾ ക്ലോസ് ചെയ്യേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു തന്നെ. ഓക്കെ, ഇത് ഞാൻ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഹനേനോട് ഇപ്പോൾ ഒരു ഡയഗ്നോസ് ചെയ്തിട്ട് പോവാം, ഈ ഡയഗ്നോസ് ചെയ്തിട്ട് ബാക്കി നമുക്ക് അതിനനുസരിച്ച് ലൈക്ക് ചെയ്യാനുള്ള സാധനം കൊടുത്ത് ഞാൻ അത്രയും ലൈക്ക് ഡയഗ്നോസ് ചെയ്ത് പറഞ്ഞു കൊടുത്ത്. ഹന കണ്ടത് പനി മാത്രമാണ്, ഞാൻ കാണിച്ചു കൊടുത്തത് ലിവറിൻ്റെ പ്രശ്നമാണ്. ഇതേപോലെ തന്നെ അവർ വന്നത് ഒരു ചെറിയ ഫിയർ ആയിട്ടാണ്, ഞാൻ കാണിച്ചു കൊടുത്തത് ഇതിൻ്റെ കോർ പ്രശ്നമാണ്. ലൈക്ക് ഞാൻ പറഞ്ഞത് നടക്കാൻ ചാൻസുള്ള കാര്യമല്ലേ ആണ്. ഇത് കാണിച്ചു കൊടുത്തരാണ് ഓല എന്ത് ചെയ്ത്? ഓക്കെ ഫൈൻ. അത് കാണിച്ചു കൊടുത്തേരെ പോലെ ഓക്കെ അല്ലേ, ഇത്ര ആൾക്കാരിലേക്ക് വരും എന്ന് പറഞ്ഞുതരും. ഇത് പൂട്ടെന്ന് പറയാനാണ് എന്ത് ചെയ്ത് ഒരു ഓക്കെ. അപ്പോൾ മൂലം 9 ലക്ഷത്തിന് ഓക്കെ ആയില്ല കേട്ടോ. നമുക്കൊരു 5 lakhs സ്റ്റാർട്ട് ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം അതും പിന്നല്ലേ ആണ്. ഞാൻ എന്ത് ചെയ്തു? ഓക്കെ, നമുക്ക് 5 lakhs സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ 4 lakhs ഇട്ടത് 3 മാസത്തെ കൊട്ടേഷനാണ്. നമ്മൾ 5 lakhs നമുക്ക് 2 months ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതും ഓക്കെയാണ്. അപ്പം അവിടെ എന്തായി? അതും വിൻ-വിന്നായി. ആ ഡിസിഷൻ വന്നത് ആ ഫിയർ വന്ന് ആ ഫിയർ എന്തിനു മാറ്റണം എന്നുള്ള ആൻസറും ഞാൻ കൊടുത്ത്. അപ്പം ഇങ്ങനെ നിങ്ങളെ സെയിൽസ് ടീമിന് വർക്ക് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല, നമ്മളെ സെയിൽസ് ടീം ചെയ്യേണ്ട കാര്യങ്ങളാണ്. റൈറ്റ്? സെയിൽസ് ടീം ചെയ്യണമെങ്കിൽ ഓൾക്ക് ആ അതോറിറ്റിയും ആ സ്പേസും ആ എൻവയോൺമെൻറ്റും ആ മെൻറ്റാലിറ്റിയും ഓഫീസിൽ നമ്മൾ കൊടുക്കണം. Because if someone want to be an expert, if someone want to show an extreme authority to someone else, ആ കമ്പനിന്ന് ഫസ്റ്റ് നമ്മൾ ഓൾക്ക് കൊടുക്കണം. ഓൾക്ക് ആ ഒരു ഫ്രീഡം ഓൾക്ക് കടന്ന് ഓൾക്ക് മനസ്സിലാവണം, ഇതെൻ്റെ കമ്പനിയാണ്, ഇവിടെ എനിക്ക് എന്തും ചെയ്യാമെന്നുള്ളത്. എന്നുവെച്ചാൽ ഞാൻ മുമ്പ് വർക്ക് ചെയ്ത കമ്പനി, ഞാൻ എൻ്റെ സെയിൽസിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എഡ്ടെക് പ്ലാറ്റ്ഫോമിലാണ്. ഓക്കെ, അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ടൈമിൽ ആ സ്പെസിഫിക് പ്രൊഡക്റ്റിൽ ഏറ്റവും എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് നമ്മുടേതാണ്. ഏറ്റവും എക്സ്പെൻസീവ് പ്രൊഡക്റ്റ്
ഈ പ്രൊഡക്റ്റ് 20 ആളെ ടീം പെർ മന്ത് 1 CR ലൈക്ക് സെയിലൊക്കെ ആ സമയത്ത് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് പല ആൾക്കാർക്ക് ലൈക്ക് കമ്പനി ഞാൻ ചിലപ്പോൾ പറഞ്ഞായിരിക്കും പ്രോട്ടോടൈപ്പ് എന്ന് പറയും. ഓക്കെ, ഈ കമ്പനി സെല്ല് ചെയ്യുന്ന സമയത്ത് 20 ആളുടെ ടീം നിയർലി 1 CR ആണ് എന്ത് ചെയ്ത് അവിടെ റവന്യൂ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അത് ഏറ്റവും ഹൈ വാല്യൂഡ് പ്രൊഡക്റ്റ്, ആ ഒരു നീഷിലെ ഏറ്റവും ഹൈ വാല്യൂഡ് പ്രൊഡക്റ്റിന് ഈ പറഞ്ഞതുപോലെ എത്ര മാക്സിമം സെയിലുണ്ട് അത്ര നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും 1 CR എന്ന് പറയുന്നത് നിയർലി ആ സമയത്ത് നമ്മൾ അതും ഇനീഷ്യൽ പേയ്മെൻറ്റ് മാത്രം 1 CR, ബാക്കി എമൗണ്ട് ടോട്ടൽ 1.8 lakhs എങ്ങനെയാണ് ഞങ്ങൾ ലാസ്റ്റ് സെല്ല് ചെയ്യുന്ന ടൈമിൽ. അതിൽ 10,000 വാങ്ങിയതിൻ്റെ കണക്ക് മാത്രമേ പറയുന്നത്, ബാക്കി എമൗണ്ട് അത്രയും ബൾക്കായിട്ട് വരാനുണ്ട്. അപ്പം ബാക്കിയുള്ള കമ്പനീസിൻ്റെ പ്രൊഡക്റ്റ് അടിപൊളിയാണ്. അവിടുത്തെ നമ്മൾ കൊടുക്കുന്ന സെയിം സാധനങ്ങളിലേക്ക് കൊടുക്കുന്ന കമ്പനീസ് വേറെ ഉണ്ട്, ലൈക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങോട്ട് വന്ന്? ഇവിടുത്തെ ടീം ഒരിക്കലും സെയിൽസ് ടീമിനെ പോലെ അല്ല വിളിക്കുക, അവരെ എക്സ്പേർട്സിനെ പോലെ വിളിക്കുക. ഞാൻ ഈ പറഞ്ഞ IT-നെ കുറിച്ച് അരച്ചുകലക്കി പഠിച്ചതാണെന്നാ അവരങ്ങനെ പഠിപ്പിക്കൂ. ആ പ്രൊഡക്റ്റിനെ കുറിച്ച് എൻ്റെ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, ഈ ജാവ ചോദിച്ചാൽ എനിക്കറിയാം, മേണി ചോദിച്ചാൽ എനിക്കറിയാം, മീൻ ചോദിച്ചാൽ എനിക്കറിയാം, ഫ്ലട്ടർ എനിക്കറിയാം, മൂവ്സ് എനിക്കറിയാം. ഇത് അറിഞ്ഞുകൊണ്ടാണ് എനിക്ക് അത്രയും കൺവിക്ഷനിൽ സെല്ല് ചെയ്യാൻ പറ്റി. ബിക്കോസ് എന്നെ ഒരു B.Tech പഠിപ്പിച്ച് സ്കൂളിൽ ഒരു സാറ് വിളിച്ചാൽ പോലും എനിക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എനിക്കറിയാമല്ലോ ലൈക്ക് B.Tech ലൈക്ക് ഒരു സ്കൂൾ അവസ്ഥ എന്താണെന്ന് അറിയാലോ. അപ്പോൾ ഇത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സാർ അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആ പ്രൊഡക്റ്റിൽ എക്സ്ട്രീം നോളജ് കൊണ്ടാണ്. അത് നിങ്ങളെ സ്റ്റാഫിന് ആദ്യം ഉണ്ടാക്കി കൊടുക്കുക. ബാക്കി സെയിൽസിലെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദേ വിൽ വർക്ക് ഫോർ യു. ഒരു വർക്ക് ചെയ്യും, എന്തായാലും വർക്ക് ചെയ്യും. ഈ രീതിയിൽ സെല്ല് ചെയ്യാനും പറഞ്ഞു കൊടുക്കണം. ക്ലയൻസിനെ വിളിച്ച് വെറുതെ സാർ ഇത് അങ്ങനത്തെ പ്രൊഡക്റ്റ് ഉണ്ട്, നമുക്ക് അത് അങ്ങനെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ളതിനപ്പുറത്തേക്ക് ക്ലയൻറ്റിനെ മനസ്സിലാക്കാൻ പറയും. ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങളടുത്തേക്ക് വരുന്നൊരു ക്ലയൻറ്റ് ഒരു പനിയും കൊണ്ടായിരിക്കും വരുന്നത്, അണ്ടർലൈൻ പ്രശ്നം എന്താണെന്നുള്ള കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഏത് സർവീസ് ആയിക്കോട്ടെ, ഈ ടാപ്പൻസ് ലൈക്ക് ദിസ് ഇങ്ങനെ സെയിൽ നടക്കൂ. റോബോട്ടുകളെ പോലെ സംസാരിക്കാണ്ട് മനുഷ്യന്മാരെ പോലെ സംസാരിക്കാൻ പഠിപ്പിക്കുക. നമ്മൾ മറ്റേ വോഡഫോണിൽ നിന്ന് വിളിക്കുന്ന പോലെ സാർ ഞാനത് രാവിലെ ഇവിടുന്ന് വിളിക്കുക, അതല്ല വേണ്ടേ. നിങ്ങൾ ആ ഒരു പൊസിഷനിലൊന്ന് ലൈക്ക് പ്ലേസും ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പൊസിഷനിലൊന്ന് പ്ലേസ് ചെയ്യും. ഇപ്പം പേരെന്താ പറഞ്ഞേ? ആദിഷ്. ആദിഷ് ഫൈൻ. ഭയങ്കര കോയിൻസിഡൻസ് ആയല്ലോ. ഞാൻ എൻ്റെ ലൈക്ക് പേരുള്ള ആൾക്കാർ അധികം അങ്ങനെ കാണില്ല. ഓക്കെ ഫൈൻ, നമ്മളിവിടെ നിർത്തിയേ. ഡബിൾ എ ഉണ്ടോ? ഓക്കെ ഫൈൻ, നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്ത്. ഓക്കെ വോഡഫോൺ. ഇപ്പം ആദിഷ് ലൈക്ക് ഒരു ഫേമിൻ്റെ ലൈക്ക് ഫൗണ്ടറാണ്, അല്ലെങ്കിൽ ഒരു ഫേമിലേക്ക് നടത്തുന്ന ആളാണ്. ഓക്കെ, അപ്പം അവിടെ ഒരു കംപ്ലീറ്റ് ഇൻറ്റേർണൽ ഓഡിറ്റിന് വേണ്ടിയിട്ട് ഒരു ടീമിനെ കണക്ട് ചെയ്യാന്ന്. ഒരു ടീമിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് വിളിക്കുന്ന ആൾ ആദിഷിനെ സാറേ എന്ന് വിളിച്ചാൽ നമുക്ക് അത് ചെയ്യാം, നമുക്ക് ഇത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നത്. മറ്റൊരാൾ എടുക്കുന്ന അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിഷിനെ ഗൈഡ് ചെയ്യാന്ന്, നമുക്ക് എന്തെന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം എന്തൊക്കെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം, ലൈക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ഫോക്കസ് ചെയ്യണ്ട, ഇതൊക്കെ കംപ്ലീറ്റ്ലി ഗൈഡ് ചെയ്ത് പറഞ്ഞു തരുന്നത്. ആദിഷ് ആര് ചൂസ് ചെയ്യും? ഓക്കെ ഫൈൻ. ചില ആൾക്കാർ സാറ് വിളിച്ചാൽ മാത്രമേ റെസ്പോണ്ട് ചെയ്യൂ. മനസ്സിലായി. നമുക്കൊരാൾക്കും ആദിഷ് എനിക്കറിയാം. മിസ്റ്റർ ആദിഷിനെ ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ആ കൾച്ചർ വന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി മിഷൻ തീർച്ചു കഴിഞ്ഞാൽ കൾച്ചർ ബേസ് കേരളമാണെങ്കിൽ നമ്മൾ ആദിഷ് സാറിൽ ചോദിക്കണം, എൻട്രി കിട്ടും. രണ്ടാമത്തെ കോളിലോ മൂന്നാമത്തെ കോളിലോ ഡെഫിനറ്റ്ലി ആദിഷ് ചേട്ടാന്നോ ബ്രോന്നോ വിളിക്കാം. അപ്പൊ നമ്മൾ ഇമോഷണലി കണക്ഷൻ ആവും. ഫസ്റ്റ് എപ്പോഴും നമ്മളെ സാറ് വിളിക്കുന്നപ്പോൾ നന്നായിരിക്കും. മനസ്സിലായി. ലൈക്ക് ഇറ്റ് ഡിപ്പെൻസ് ആണ്. ഇത് ലൈക്ക് ഓരോരുത്തർ പെർസ്പെക്റ്റീവ് ആണ്. ലൈക്ക് വാട്ട് ഐ എം സേയിങ് ഈസ്, ഞങ്ങളോട് സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ എനിക്ക് വർക്കൗട്ട് ആയ മെത്തേഡ്സും എനിക്ക് ലൈക്ക് കുറച്ചുകൂടി ലൈക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി, ഈസിയാന്ന് തോന്നിയതുവാ. ബിക്കോസ് ഞാൻ മനസ്സിലാക്കി എടുത്തോളൂ. ഇപ്പം ഈ പറഞ്ഞ ലൈക്ക് സാറ് ഓക്കെ ഒബ്വിയസ്ലി അങ്ങനെ വിളിച്ചാൽ മാത്രം വർക്കൗട്ട് ആകുന്ന ലൈക്ക് പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ മാർക്കറ്റിൽ, അതും ഞാൻ പറഞ്ഞുതരാം. ആ ഒരു രീതിയിൽ നമ്മൾ അത്രയും ഹൈ ലെവൽ ആൾക്കാർക്ക് ലൈക്ക് സെല്ല് ചെയ്യുന്ന ലൈക്ക് പ്രൊഡക്ട്സും ഉണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെഡ്ജിങ് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ലൈക്ക് ഫണ്ട് പൂളിങ് പറഞ്ഞില്ലേ, അവിടെ വിളിക്കുന്നതിന് ചിലപ്പോൾ നമുക്ക് സാറെ കൂട്ടി പറയേണ്ടി വരും. ബിക്കോസ് ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നതും അവിടെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നതും ദേ ആർ ഇൻ ഡിഫറെൻറ്റ് ലീഗ്. അവിടെ ചിലപ്പോൾ നമുക്ക് ആദിഷ് പറഞ്ഞ പോലെ രണ്ടാമത്തെ കോളിലേക്ക് ആ ഒരു ആക്സസ് കിട്ടുന്നത്, ലൈക്ക് കുറച്ചുകൂടി എന്താണ് ആ ഒരു ലൈക്ക് കമ്പനി ആവാൻ പറ്റുന്നത്. പക്ഷേ എങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്റ്റേജിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിപ്പെൻസ് ആണ്. പക്ഷേ ഞാനിത് പറഞ്ഞ പോലെ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഡോക്ടർ പേഷ്യൻറ്റ്, അവിടെ നിങ്ങൾ എക്സ്പേർട്ടാണ്. ബിക്കോസ്
എപ്പോഴും നമ്മൾ എന്നെ സംബന്ധിച്ചെടുത്ത് നോക്കുന്ന നേരം എനിക്ക് വേണ്ട ഒരാൾ എന്ന് പറയുന്നത് എന്നെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. അത് ചിലപ്പം സ്റ്റാർട്ടിങ് ആദ്യം സാർ എന്ന് പറഞ്ഞേക്കാണ് വിളിക്കുന്നത്. പക്ഷേ എങ്കിൽ ഈ പറഞ്ഞൊരു അപ്രോച്ചാണ് എനിക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാനവിടെ എന്താവും, കുറച്ചുകൂടി മിങ്കിളാവും. ഇനിയിപ്പോൾ അതെല്ലാം കുറച്ച് അഡ്വൈറ്റൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആൾ സ്കിപ്പാവുകയും ചെയ്യും. പക്ഷേ ഇവിടെ എൻ്റെ തീരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു 100 ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഒരു ലീഡ് എന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 10 ലീഡ്, അല്ലെങ്കിൽ ഒരു 20 ലീഡ്, ഒരു 20 ലീഡ് എന്നുണ്ട് ഈ സാറ് വിളി എന്ന് പറയുന്ന രീതിയിൽ ആർക്ക് ആ സാധനം നിർബന്ധമുള്ള ആൾക്കാരുണ്ടാവുക. ഒരു 100 വന്നാൽ ഒരു 20 എണ്ണം അല്ലെങ്കിൽ ഒരു 30 എണ്ണം. ബാക്കിയുള്ള 70 ആൾക്കാർ നമുക്ക് എല്ലാത്ത രീതിയിൽ ആക്സ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാവും. ചിലപ്പോൾ നമ്മളെല്ലാവരെയും ഈ സാറേന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം ഈ ഒരു തോട്ടം വരെ എന്ത് ലൈക്ക് റോബോട്ടിക് കോള് അല്ലെങ്കിൽ ലൈക്ക് ഭയങ്കര ഒരു പ്രൊഫഷണലായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അവർക്ക് ആ ഒരു എമ്പതി അല്ലെങ്കിൽ ഇമോഷൻസ് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇമോഷണലി കണക്ട് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഏറ്റവും ഫാസ്റ്റായിട്ട് സെയിൽസ് വർക്ക് ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞതല്ല, ഐ തിങ്ക് ആൻ്റോണിയോ ഡൊമാസിയോ എന്ന് പറയുന്ന ആൾ US ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ റിസർച്ച് വാസ് ബേസ്ഡ് ഓൺ നമ്മൾ ബ്രെയിന് മെയിനായിട്ട് 3 ലെയറിങ്ങിലാണ്. ഓക്കെ, അതിൽ ഈ പറഞ്ഞതുപോലെ റെപ്റ്റിലിയൻ ലെയർ വിച്ച് ഈസ് കംപ്ലീറ്റ്ലി സർവൈവൽ മോഡ്. രണ്ടാമത്തത് ലിംബിക് ലെയർ എന്ന് പറയും. ഈ ലിംബിക് ലെയറിലാണ് കംപ്ലീറ്റ് ഇമോഷൻസ് വർക്കൗട്ട് ആകുന്നത്. നമ്മുടെ എമ്പതി, അതേപോലെ ട്രസ്റ്റ്, പിന്നെ ഹാപ്പിനെസ്, സങ്കടം, അത് ഇത് എല്ലാം വർക്ക് ചെയ്യുന്ന ഇവിടെയാണ്, ഈ ലിംബിക് ലെയറിലാണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വരുന്ന 3rd ലെയറാണ് ലോജിക്കൽ ലെയർ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ലോജിക്കൽ ലെയർ അധികമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സാധനങ്ങളിലേക്ക് കൂടുതലായിട്ട് ആ ഒരു അതോറിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഈ ലോജിക്കൽ പാർട്ടിലാണ് റിസ്ക് അവേർഷൻ, ROI കാൽക്കുലേഷൻസ്, പിന്നെ അതേപോലെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലയൻറ്റ്സ് എപ്പോഴും ആലോചിക്കുകയും കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുകയും ചെയ്യുന്ന ലെയറാണ് എന്ത്, ലോജിക് ലെയർ എന്ന് പറയുന്നത്. ഇതിൽ ആൻ്റോണിയോ ഡൊമാസിയോ എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടിട്ട് റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിംബിക് ലെയറിൻ്റെയും അതേപോലെ നമ്മൾ പറഞ്ഞ ലോജിക് ലെയറും ഇതിൻ്റെ ഇടയിൽ ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു ന്യൂറോണോ സംതിങ് അങ്ങനെ എന്തോ ഉണ്ട്. അപ്പം ഇത് തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ട കുറേ ആൾക്കാരെടുത്ത് ഈ ഇമോഷണൽ ലെയറും അതേപോലെ ലോജിക്കൽ ലെയറും കണക്റ്റഡ് അല്ലാത്ത തൗസൻഡ്സ് ഓഫ് ആൾക്കാർ എടുത്തിട്ട് റിസർച്ച് നടത്തി. അപ്പോൾ ഈ റിസർച്ചിൽ ആൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ അതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുറേ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറേ ഓപ്ഷൻസിലൂടെ ഡൈവ് ഇൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറേ അത് ഇത് നല്ലോണം കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ എൻഡിൽ ഒരു ഡിസിഷൻ പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അവർ എല്ലാത്തിലോട്ടും ആക്സസിബിളാണ്, അവർക്ക് എന്തും റിസർച്ച് ചെയ്യാൻ, പഠിക്കാം, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ എങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പം അവിടെ ആളുടെ കൺക്ലൂഷൻ ഇതായിരുന്നു, മനുഷ്യന്മാരെപ്പോഴും നമ്മൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഡിസിഷനിലോട്ട് വരുന്ന സമയത്ത് ഒരു ഇമോഷണൽ എസ്സോർണോ ആദ്യമേ നടക്കുന്നുണ്ട്, തുടക്കത്തിൽ നടക്കുന്നുണ്ട്. ഇത് ജസ്റ്റിഫൈ ചെയ്യലാണ് പിന്നെ എല്ലാ മനുഷ്യരും എന്ത് ചെയ്യുക, ലോജിക്കലി ജസ്റ്റിഫൈ. നമുക്ക് ഇമോഷണലി നമുക്ക് വേണമെന്നുള്ളൊരു കാര്യം നമുക്ക് ലോജിക്കലി ജസ്റ്റിഫൈ ചെയ്ത് കിട്ടണം. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ ഈ ഒരു ഐഫോൺ. ഇതിപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത്, എനിക്കൊരു ഐഫോൺ വേണം, അല്ലെങ്കിൽ ഐഫോൺ യൂസ് ചെയ്യണം. പക്ഷേ നമ്മളൊരു സാധാരണ ഒരാളെടുത്ത് അല്ലെങ്കിൽ ഒരു ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഐഫോൺ സെക്യൂരിറ്റി, അതേപോലെ ഐഫോണിൻ്റെ യൂസർ ഇൻ്റർഫിയറൻസ്, ക്യാമറ, സെക്യൂരിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഐഫോൺ ഒരു 1.5-2 വർഷം മുമ്പ് US 900 CR നിയർലി ഫൈൻ അടച്ച് സെക്യൂരിറ്റി ബ്രീച്ചിൻ്റെ പേരിൽ. ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ഇതിലും ഫാർ ബെറ്റർ ക്യാമറസിൽ ഒരുപാട് ഫോൺസ് ഇവിടെ ഉണ്ട്, മാർക്കറ്റിലുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഐഫോൺ ഇഷ്ടമാണ്, പക്ഷെ എനിക്കത് ലോജിക്കലി ജസ്റ്റിഫൈ ചെയ്ത് കിട്ടണം. ലോജിക്കലി ജസ്റ്റിഫൈ ചെയ്ത് കിട്ടിയാലേ ഞാൻ ഇത് വാങ്ങും. അപ്പം എപ്പോഴും ഒരു സെയിൽസ്മാൻ ആദ്യം കയറി ചെല്ലുന്നുണ്ട് ഇവരുടെ ഈ പറഞ്ഞ ഇമോഷണൽ പാർട്ട് കണക്റ്റ് ആവും എന്നുള്ളതാണ്. ഇനി ഇമോഷൻ എന്ന് പറയുന്നൊരു വാക്ക് ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണ്. നമ്മളെപ്പോഴും വിചാരിക്കും അതുപോലെ പെയിൻ പോയിൻ്റ് മാത്രമാണ് ഇമോഷൻ, അല്ലെങ്കിൽ സങ്കടങ്ങൾ മാത്രമാണെന്നുള്ളത്. അല്ല, ഓലെ കമ്പനിയെക്കുറിച്ചുള്ള അവർക്കുള്ള എന്തെങ്കിലും ഫിയർ, അത് ഇമോഷനാണ്. ഓർക്കുള്ള എന്തെങ്കിലും ചെറിയ കൺസേൺ, അതൊരു ഇമോഷനാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസിഷൻ എടുക്കാൻ തോന്നുന്ന നിൽക്കുന്നൊരു പേടി, ഇതൊക്കെ ഇമോഷനാണ്. സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇമോഷനാണ്. എമ്പതി ഒരു ഇമോഷനാണ്. അപ്പം ഇതിൽ കണക്റ്റഡ് ആകാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഇമോഷണൽ യെസ് അത് ഇനീഷ്യലി കണക്ട് ചെയ്യുന്ന ഒരു സെയിൽസ്മാന് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യൂ, അവർ ലോജിക്കൽ സൈഡിലോട്ട് വരൂ. ബിക്കോസ് നമുക്ക് പേഴ്സണലി കംഫർട്ടബിൾ അല്ലാത്ത ഒരാളായിട്ട് നമ്മളെന്തെങ്കിലും ഡീലിങ്സ് നടത്തുമോ? ഇല്ല, ഒരിക്കലും ചെയ്യൂല. അപ്പോൾ എൻ്റെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാളെ അപ്രോച്ച് ചെയ്തിട്ട് എനിക്ക് ഇയാളെന്തോ ഇടയ്ക്ക് പ്രൊഡക്റ്റ് അടിപൊളിയായിരിക്കും, പക്ഷേ ഡീൽ ചെയ്യുന്ന ആൾ റെഡി ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും,
നമ്മളൊന്ന് ബാക്കോട്ട് വരില്ല. നാളെ ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഞാൻ ചൊറയാവും, ലൈക്ക് സർവീസ് വൃത്തിക്ക് കിട്ടൂല, ആര് ഞാൻ എന്ത് ചെയ്യും, ബാക്കോട്ട് പോകും. അപ്പോൾ ആദ്യം ഇമോഷണലി ഓക്കെ ആവണം. ഇമോഷൻ ഓക്കെ, ഹീസ് ഫിറ്റ് ഫോർ മീ. ആ സാധനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യൂ, ആ പ്രൊഡക്റ്റ് ആൾ നമ്മളെടുത്ത് വാങ്ങും. ബിക്കോസ് ആൾക്ക് ആ പ്രൊഡക്റ്റ് വേണമെന്നുള്ള ആവശ്യമാണ്. പക്ഷേങ്കിൽ അത് സെലീലിൻ്റെ അടുത്ത് വാങ്ങണം ആൾക്കൊരു നിർബന്ധമില്ല. ആൾക്ക് സൊല്യൂഷൻ കിട്ടിയാൽ മതി. ആൾക്ക് സെലീൽ കൊടുത്താലും ഈ പറഞ്ഞ പോലെ മേറിങ് കൊടുത്താലൊക്കെ ആൾക്ക് ഓക്കെയാണ്. പക്ഷേങ്കിൽ ആ ഒരു പൊസിഷനിൽ നിന്ന് എനിക്കിത് സെലീൽ തന്നാൽ മതി എന്നുള്ള പൊസിഷനിലോട്ട് എത്തണം. അവിടെയാണ് ഡിഫറൻസ്. ആ ഡിഫറൻസ് എന്ത് ചെയ്യാൻ പറയണം, ആ ഡിഫറൻസ് കൊണ്ടുവരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഈ പറഞ്ഞ ലിംബിക് ലെയർ ലെവലിൽ ആക്സസ് കിട്ടണം, അവരുടെ അടുത്ത് ആ എസ് കിട്ടണം. അതിനുള്ള ഏറ്റവും വലിയ വേയാണ് എമ്പതി എന്ന് പറയുന്നത്. എമ്പതി എന്താണെന്നറിയോ? ഷിന് ഓൾറെഡി അറിയാം, അത് ഓൾറെഡി 18 വർഷമായിട്ട് ഉള്ള ആളാണ്, ഓൾറെഡി അറിയാം. ലൈക്ക് ബാക്കിലാക്കടാ ചോദിച്ച് എമ്പതിയോ? ഇല്ല, ലൈക്ക് അത് സിമ്പതി, ലൈക്ക് എമ്പതി എന്ന് പറയുന്നത്. ലൈക്ക് സൊല്യൂഷൻ കൊടുക്കുന്നൊന്നുമല്ല എമ്പതി, ആ സാധനമോ ലൈക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതില്ലേ. പക്ഷെ ആണ് കേട്ടോ, ലൈക്ക് നിങ്ങളാരും ലൈക്ക് സെയിൽസിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് ആലോചിക്കുന്നത് നമ്മൾ ലൈക്ക് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെ വരും. പക്ഷെ ആദ്യം പറഞ്ഞ സാധനമല്ലേ, അവരുടെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാക്കി നമുക്ക് മനസ്സിലാവണം. നോയിങ് സമ്മൺസ് ഇമോഷൻ ഓർ അണ്ടർസ്റ്റാൻഡിങ് സമ്മൺസ് ഇമോഷൻ, ഇതാണ് എംപതി എന്ന് പറയുന്നത്. ഒരുപാട് വർഷങ്ങൾ നമ്മൾ ആൾക്കായിട്ട് കണ്ട സമയത്ത് ബിഗ് പാർട്ട് ഓഫ് ദ സെയിൽസ് പേഴ്സൺ ആക്ച്വലി അവർ ജോബായിട്ട് കൺസിഡർ ചെയ്യുക. ഞാൻ മനസ്സിലാക്കിയ സെയിൽസ് നിങ്ങളുടെ ജോബ്, ഇറ്റ്സ് നോട്ട് പാഷൻ. അപ്പോൾ ഞാൻ സംസാരിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ 8 പേര് 10 ഉണ്ടെങ്കിൽ 10 പേര് പേഴ്സണലി ഡിഫറെൻ്റ് ആണ്. 10 പേര് സംസാരിക്കുന്ന, ഞാൻ സംസാരിക്കുകയാണെങ്കിൽ വേറെ സംസാരിക്കുന്ന പോലെയല്ല ഞാൻ പോയി സംസാരിക്കുക. ഫസ്റ്റ് അങ്ങനെ ചെയ്യുക. പക്ഷെ ഇത് മിക്ക സെയിൽസ് ചെയ്ത ആൾക്ക് മനസ്സിലാക്കില്ല. ഇപ്പൊ 80 പറഞ്ഞല്ലോ, ഈ 80 പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി നമുക്ക് അങ്ങനെ ചേർത്ത് പിടിക്കണമെങ്കിൽ നമുക്കത് എന്താ പറയുക, ഇവരുമായിട്ടുള്ള ഒരു കണക്ഷൻ, സ്ട്രോങ് കണക്ഷൻ ഉണ്ടായിരിക്കണം. ഈ സാധനം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആദിശ ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞിട്ട് ലൈക്ക് എപ്പോഴും ലാസ്റ്റാണ് ലൈക്ക് സെയിൽസ് വരുന്നത്. അതൊന്നുകൂടി പറഞ്ഞാൽ ഇവരുടെ ടൈം പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ എമ്പതി നമുക്ക് ക്ലയൻസിന് ഫീൽ ചെയ്യണം. അതൊക്കെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം പറഞ്ഞ 4 പോയിന്റ്സ് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആവണം. അതിലൊരു കംഫർട്ടബിൾ ആവണം, അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ തോന്നണം. ലൈക്ക് ദാറ്റ് ഈസ് ദ പോയിന്റ്. ക്ലയൻസിന് നിങ്ങളെടുത്ത് സംസാരിക്കാൻ തോന്നണം. എല്ലാവർക്കുള്ള മിസ്കൺസെപ്റ്റാണ് നല്ലോണം സംസാരിക്കുന്ന ഒരുത്തരെ കണ്ട അവനെ നേരെ പിടിച്ച് സെയിൽസ് കൊണ്ടുവരും. ഇവൻ ടോപ്പാന്ന് പറഞ്ഞിട്ട് അവിടെ ഏറ്റവും വേസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ പോനായിരിക്കും. ഇന്നലെ ഇൻഷുറൻസ് സെഗ്മെന്റിൽ ഒരു ഡെയിലി പുള്ളി 2 lakhs 3 lakhs ക്ലോസ് ചെയ്യുന്നുണ്ട്. വളരെ സൈലന്റ് ആണ് പുള്ളി. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഏറ്റവും നന്നായിട്ട് സെല്ല് ചെയ്യുന്ന കണ്ട ഏറ്റവും കാമായിട്ടുള്ള ആൾക്കാരാണ്. അവരെന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കേൾക്കാനുള്ള ക്ഷമ ഉണ്ടാവും. ആക്റ്റീവ് ലിസണിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 70% ലൈക്ക് അല്ലെങ്കിൽ ഒരു 60% ലിസണിങ്ങിനാണ് വേണ്ടത്. ഒരു 40% നമ്മളിലേക്ക് അല്ലെങ്കിൽ 30 എടുത്താൽ മതി. 30% ലൈക്ക് സംസാരിക്കാനുണ്ടാവും. അതിലൊരു 15% നമുക്ക് നമ്മളെ കണക്ഷൻ ബിൽഡ് ചെയ്യാനും ബാക്കി കാര്യത്തിനൊക്കെ യൂസ് ചെയ്യാം. ബാക്കി 15% എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് ക്വസ്റ്റ്യൻസ് വയ്ക്കണം. അതാണ് പറഞ്ഞത്. ബിക്കോസ് ഇതിൽ ഏറ്റവും നിങ്ങൾ സിംഗിൾ എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഭയങ്കര തെറ്റിവെച്ച സാധനമാണ് നല്ലോണം സംസാരിക്കുന്നത്, നല്ലോണം വിൽക്കാൻ പറ്റുന്നുള്ളത്. സത്യം പറഞ്ഞാൽ നല്ലോണം സംസാരിക്കുന്നവനല്ല, നല്ല നോളജും നല്ല ആക്റ്റീവ് ലിസണിങ് ക്യാപ്പബിലിറ്റി. അതൊരു ലൈക്ക് സെയിൽസ് നിങ്ങൾ ഒരാൾ എടുക്കുന്ന നേരം ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവൻ്റെ ലിസണിങ് ക്യാപ്പബിലിറ്റിയും ലേണിംഗ് ക്യാപ്പബിലിറ്റിയും. ലേണിംഗ് ക്യാപ്പബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഒന്നുമില്ല, ബേസിക്കായിട്ട് ഇത്ര ചെയ്ത് നോക്കിയാൽ മതി. ആളോട് ഒന്ന് ബേസിക്കായിട്ട് പിച്ച് ചെയ്യാൻ പറയാം. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു പുതിയ എംപ്ലോയി ഒരു ഇൻ്റർവ്യൂ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പിച്ച് ചെയ്യാൻ പറയാം നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് സംസാരിക്കുന്ന പറയാം. അപ്പോൾ ആളെന്ത് ചെയ്യും, ആളുടെ ഒരു വേല് സംസാരിക്കും, കുറേ കാര്യങ്ങൾ സംസാരിക്കുക, ഇത് പറഞ്ഞുതരും. എന്നിട്ട് നിങ്ങളൊരു പാറ്റേൺ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഒന്ന് ഈ രീതിയിൽ ചെയ്ത് തന്നേ, എനിക്ക് ഇങ്ങനെയാണ് എന്ത് വേണ്ടത്, ഒരു കോള് വേണ്ടത്, ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒന്ന് ഗൈഡ് ചെയ്തിട്ട് ഓരോ കൊണ്ട് 2ാമത് കോൾ ചെയ്യിപ്പിക്കുക ഒരു ഇൻ്റർവ്യൂവിൽ. അപ്പം നിങ്ങൾ ആ ഗൈഡ് ചെയ്തിട്ട് അവരോട് പിച്ചിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലോട്ട് അഡാപ്റ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ പിക്ക് ഹിം. ബിക്കോസ് ആൾ ആ ഒരു ലേണിംഗ് എബിലിറ്റിയും അല്ലെങ്കിൽ അനദർ പെർസ്പെക്റ്റീവ് അംഗീകരിക്കാൻ മനസ്സുള്ള ആളാണ്. ഇത് ചെയ്യാണ്ട് ആദ്യം ചെയ്ത പോലെ തന്നെ 2ാമത് ചെയ്യുന്നത് വെച്ചാൽ 2ാമത് 4 കൂടെ അന്നേരം പുറത്താക്കണം. ബിക്കോസ് ആൾ അഡാപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. ആൾക്കൊരു വേണ്ട് ഞാൻ അതിലേ നിൽക്കുമെന്ന് ആ ഒരു സെർട്ടനിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കും. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞ ലിസണിങ്
ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങളുടെ സെയിൽസ് ടീമിനെ മാത്രമല്ല, നിങ്ങൾക്കും ഈക്വാലിറ്റി അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ ടീമിനെ കേൾക്കണം, നമ്മുടെ സെയിൽസ് ടീമിനെ നമ്മൾ കേൾക്കണം, എന്നാലേ അവർ നമ്മുടെ ക്ലയൻസിനെ കേൾക്കും. മനസ്സിലായോ? അവരെ കേൾക്കാൻ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിലേ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ ഒരു കേൾക്കും. അതേപോലെ ഞാൻ അധികം കമ്പനീസിലും കണ്ടിട്ടുള്ള കാര്യമാണ്, ഇപ്പം ഒരു ക്ലയൻറ്റ് സെയിൽസ്മാൻ ക്രൈസിസ് വരുന്ന നേരം അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വരുന്ന നേരം ക്ലയൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന നേരം ഇടയ്ക്ക് ആളൊരു നല്ല ആ കമ്പനിയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമിങ് സെയിൽസ്മാൻ ആയിരിക്കും, ക്ലയൻറ്റിനെ സപ്പോർട്ട് ചെയ്യും, സെയിൽസ്മാൻ അങ്ങ് ഇല്ലാണ്ടാക്കി കളയും. ബിക്കോസ് ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ ക്ലയൻറ്റ് ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ എങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലയൻറ്റിന് ഓൾക്ക് കിട്ടും. ആ സെയിൽസ്മാൻ്റെ അവിടെയുള്ള കംപ്ലീറ്റ് കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയോടുള്ള എന്തൊക്കെ ഇമോഷൻസ് ഉണ്ട് അതൊക്കെ അവിടെ തീരും. ബിക്കോസ് ആൾക്കൊരു പ്രശ്നം വന്നേരം എന്താണ്, ആ കമ്പനി അവിടെ ഇല്ല. ഇതൊരാൾ അവിടെ വന്നിട്ട് ഫുൾ അടങ്ങാറ് കഴിച്ച് തോന്നിയാസം കളിച്ചാൽ ഒന്നും ചെയ്യേണ്ടതെന്നല്ല കേട്ടോ. ഒരു ക്രൈസിസ് ആൾ മീൻസ് അത് ആളുടെ പ്രശ്നമല്ല, നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് അതങ്ങനെ സംഭവിച്ചു പോയതാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ സെയിൽസ്മാൻ്റെ സൈഡിൽ നിൽക്കുക, ക്ലയൻറ്റിന് അടങ്ങാറ് വരാത്ത രീതിയിൽ അത് ഡീൽ ചെയ്ത് കൊടുക്കുക. ക്ലയൻറ്റിനൊപ്പം ഇരുന്ന് സെയിൽസ്മാനെ ചീത്ത കൊടുക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ തീരും. നിങ്ങൾക്ക് ഒന്നിതുവരെ കൊണ്ടുവന്ന സെയിലും കാര്യങ്ങളൊക്കെ ആൾ കംപ്ലീറ്റ് വിടും. ആഫ്റ്റർ ഫോളോ അപ്പ് ഉണ്ടാവില്ല, പിന്നെ ആരും കമ്മിറ്റ്മെൻറ്റ് കാണിക്കില്ല. ഇത്രയും കാര്യങ്ങൾ അപ്പം ഓൾമോസ്റ്റ് 6 കാലമായി നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത്. ബിക്കോസ് എനിക്ക് നിങ്ങളെ ലോഡഡ് ആക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒന്നും കിട്ടാത്ത പോലെ ആയിപ്പോവും. ഓക്കെ, അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനങ്ങൾ എഫക്റ്റീവാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു 15 മിനിറ്റ്സ് ബാക്കിയുണ്ട്. നേരത്തെ പറയാം സോഷ്യൽ പ്രൂഫിങ്. സോഷ്യൽ പ്രൂഫിങ്ങിന് ട്രസ്റ്റ്, അതിപ്പോൾ കാറിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ ഞാൻ കാർ വാങ്ങുന്ന സെയിം കാർ ഒരാളുടെ ഒരു ചോയ്സിനാണ് എടുക്കുന്നത്. നമ്മൾ ഇൻഡസ്ട്രിയിൽ എൻ്റെ പല സർവീസസും നമ്മൾ കസ്റ്റം സൊല്യൂഷൻസൊക്കെ കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇവരാണ് സൊല്യൂഷൻ കൊടുക്കുന്നെങ്കിൽ 5 മാസം സൊല്യൂഷൻ മുമ്പ് വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മളോട് ഡെമോ ചോദിക്കും. മോസ്റ്റ് ഓഫ് ദ ടൈം ഡെമോ ഉണ്ടാക്കാൻ ഹൈ കോസ്റ്റ് വരും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പറഞ്ഞുതരാം. ഇപ്പം സെലിയിൽ ഒരു കമ്പനി നടത്തുന്ന ആളാണ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനൊരു സിനാരിയോ എടുക്കും. ഇപ്പം ലൈക്ക് സെലിയിൽ ചോദിച്ച സിനാരിയോ എന്ന് പറയുന്നത് എന്നാ, സെലിലിൻ്റെ ഫുള്ളി കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റാണ്. ഓരോരുത്തർക്ക് ഓരോ ഇഷ്യൂസാണ് ഉണ്ടാവുക. ആ ഇഷ്യൂസാണ് എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ എന്ന് പറയുന്ന പ്രൊഡക്റ്റിലൂടെ സോൾവ് ചെയ്ത് കൊടുക്കുക. റൈറ്റ്. അപ്പം സെലിൽ എന്ത് ചെയ്ത് മിഥുനിന് ഒരു സർവീസ് കൊടുത്ത് ആളതിൽ ഓക്കെയാണ്, ആളുടെ നീഡ് ഭയങ്കര സ്പെസിഫിക് ആയിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുത്ത് ക്ലിയർ ചെയ്ത്. അപ്പം അടുത്ത ആൾ വരുന്നത് പേരെന്താ? ഓക്കെ, അബ്ദുള്ള വരുന്നത് ചിലപ്പോൾ അബ്ദുള്ളക്ക് ഒരു ഡിഫറെൻറ്റ് നീഡ് ഉണ്ടാവുക അല്ലേ? റൈറ്റ്. അപ്പം ഇവിടെ സെലീലിൻ്റെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മളെങ്ങനെ അബ്ദുള്ളക്ക് ഒരു സോഷ്യൽ പ്രൂഫിങ് കൊടുക്കുന്നുള്ളതല്ലേ? ഓക്കെ, ഫൈൻ. സെലീൽ ഡോക്ടറാണ്. ഓക്കെ, സെലീൽ ഡോക്ടറാണ്, മിഥുനൊരു പേഷ്യൻ്റ് ആയിരുന്നു. ആൻഡ് ലൈക്ക് മിഥുനൊരു രോഗം ഉണ്ടായിരുന്നില്ല, കുറേ സ്ഥലത്തൊക്കെ കാണിച്ചിട്ടൊന്നും ലൈക്ക് ക്ലിയർ ആവാത്ത രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സെലീലിൻ്റെ അടുത്ത് വന്ന് ക്ലിയർ ആയി. രോഗം എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, ഫൈൻ. അപ്പോൾ അബ്ദുള്ളക്ക് വേറെന്തൊരു സുഖം വന്നു, ലൈക്ക് വേറെന്തൊരു അസുഖം വന്ന്. അപ്പം അതിലേക്ക് മിഥുന് വന്ന ലൈക്ക് സെയിം അസുഖമല്ല വന്ന്, ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. പക്ഷേ മിഥുന് പറയാന്ന് എടാ ലൈക്ക് ഇങ്ങനെ ഡോക്ടറിൻ്റെ സെല്ലിൽ എനിക്ക് ഇങ്ങനെ ഇഷ്യൂ വന്ന ഒരാളെ ക്ലിയർ ചെയ്ത് തന്ന്, ആളൊന്ന് കണക്ട് ചെയ്ത് നോക്ക്, ആൾ ലൈക്ക് അടിപൊളിയാണ്, എനിക്ക് പെട്ടെന്ന് ക്ലിയർ ആയെന്ന് പറയാന്ന്. സെല്ലിന് ട്രസ്റ്റ് വരുമല്ലോ? രണ്ടാളെ 2 ഇഷ്യൂസ് അല്ലേ? റൈറ്റ്. അപ്പം ഇവിടെ സത്യം പറഞ്ഞാൽ ലൈക്ക് സെലീൽ നിന്ന് ലൈക്ക് എൻ്റെ അത് കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ട്രസ്റ്റ് വേണ്ടത് ആ ഒരു പ്രൊഡക്റ്റിനോടല്ല, സെലീലിനോടാണ്. ലൈക്ക് സെലീലിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അവിടെ എൻ്റെ അടുത്ത് പോകേണ്ട ഒരു ലൈക്ക് സോഷ്യൽ പ്രൂഫിംഗ് എന്ന് പറയുന്നത് ഈ സെയിം പ്രശ്നം വന്ന ഒരാൾക്ക് ക്ലിയർ ചെയ്തിരിക്കുന്നതല്ല. ഇപ്പം ലൈക്ക് സെലീലിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പം സ്റ്റാഫിൻ്റെ കാര്യം HR സൈഡ് ഓട്ടോമേറ്റ് ചെയ്യുന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ സെല്ലിനോട് പറയാണ്, ഇപ്പോൾ ലൈക്ക് നമ്മളടുത്ത് ലൈക്ക് മുമ്പ് വന്ന ക്ലൈൻറ്റ് ഉണ്ടായിരുന്നു ലൈക്ക് മിഥുന്, ആളുടെ ഇഷ്യൂ എന്ന് പറയുന്നത് ലൈക്ക് ബില്ലിംഗ് സൈഡ് ലൈക്ക് ക്ലിയർ ആക്കുന്നുള്ളതായിരുന്നു. നമ്മൾ വെച്ച് കംപ്ലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുത്ത്. അപ്പോൾ ആൾ വേണമെങ്കിൽ ഞാൻ ലൈക്ക് കണക്ട് ചെയ്ത് തരാം. അപ്പോൾ മിഥുനോട് സംസാരിച്ചിട്ട് മിഥുൻ്റെ ഇഷ്യൂ ലൈക്ക് സെലീലിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് വെച്ച് ലൈക്ക് സോൾവ് ആയി എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണ്, ആൾക്ക് ട്രസ്റ്റ് വരും. ആ ലൈക്ക് ഇഷ്യൂ എന്തായിക്കോട്ടെ, പക്ഷേ കോർ ഇഷ്യൂ എന്താണ്, ഇതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ്. അപ്പോൾ ഓട്ടോമേഷൻ വേറൊരു സ്ഥലത്ത് നടന്നുണ്ട്, അപ്പോൾ ഇവിടെ നടത്താൻ പറ്റുന്നൊരു സാധനം വരും. ഇനിയിപ്പോൾ ഒരു സോഷ്യൽ പ്രൂഫ് ഇല്ലാത്തൊരു സിനാരിയോ ആണെങ്കിലും ഫസ്റ്റ് ക്ലൈൻ്റ് ആണ്, ഒരു സോഷ്യൽ പ്രൂഫിംഗ് ഇല്ലാത്തൊരു സിനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഞാൻ പറഞ്ഞുതരാം. ഫൈൻ. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവിടെ സെലീലിൻ്റെ പ്രൊഡക്റ്റ് കാണിക്കുന്ന ട്രസ്റ്റും സെലീലിൻ്റെ പ്രൊഡക്റ്റ് കാണിക്കുന്ന കൺവിക്ഷനും ഓക്കെ അതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ സെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ചോദിച്ച പോലെ പെട്ടെന്ന് 10 ലക്ഷം എടുത്ത് തരാൻ പറ്റുമോ? ഇല്ല, 10 എടുത്ത് തരാൻ പറ്റൂല. പക്ഷേ 10 ലക്ഷം ഉണ്ടെങ്കിൽ അതെനിക്ക് സെലീൽ തരൂലേ? തരും. റൈറ്റ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ട്രസ്റ്റും നമ്മുടെ ഉള്ളിലുള്ള എനർജിയും നമുക്കൊരിക്കലും ക്ലയൻറ്റിന് പണ്ട് ന്യൂട്ടൻ്റെ ഒരു ലോ ഉണ്ട്, എനർജി കാൺ ബി ക്രിയേറ്റഡ് നെയ്തർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞത്. അത് ഇറ്റ് ഈസ് ഫാക്ട്.
ഈ ട്രസ്റ്റും അല്ലെങ്കിൽ കോൺഫിഡൻസും ക്ലയൻറ്റിന് നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിലുള്ള ട്രസ്റ്റും കോൺഫിഡൻസിലേക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്ലയൻറ്റിന് സെല്ല് ചെയ്യുന്നത്. ആൾക്ക് ആ കോൺഫിഡൻസും ട്രസ്റ്റും കിട്ടണം. നമ്മൾ അസ്ലിഫൈ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ആദ്യത്തെ 5 അഡ്മിഷൻസ്, ഓഫീസ് സ്പേസ് ഇല്ല, ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു പോസ്റ്റും 10 ഫോളോവേഴ്സും, ബ്രോഷറില്ല, ഒന്നുമില്ല. ഈ സമയത്താണ് നമ്മൾ ആദ്യത്തെ 5 ക്ലയൻസിനെ കൊണ്ടുവരുന്നത്. അവിടെ നമ്മുടെ കൺവിക്ഷൻ, ഈ ഒരു സെയിൽസ് എന്നുള്ള നീഷിൽ ഞാൻ അത്രയും കോൺഫിഡൻറ്റാണ്. ബിക്കോസ് സെയിൽസ് പഠിച്ചൊരുത്തിന് എവിടെ പോയി രക്ഷപ്പെടുന്നത് എനിക്ക് അത്രയും ഉറപ്പാണ്. അത് സെയിൽസ് എക്സ്പീരിയൻസ് ചെയ്ത് ഒരാക്കിയാൽ മനസ്സിലാവും. ഞാൻ എനിക്ക് എത്ര പറഞ്ഞത് എനിക്കത് കിട്ടില്ല. പക്ഷേ എങ്കിലും ഒരു 2 വർഷം സെയിൽസ് കയറി പ്രൂവണായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. എനിക്കെന്തും ചെയ്യാൻ പറ്റും, ഞാൻ എവിടെ പോയാലും സർവൈവ് ചെയ്യുന്നുള്ളത്. നല്ല ലാംഗ്വേജ്, നല്ല സെയിൽസ് ഉണ്ടെങ്കിൽ എവിടെ പോയി സർവൈവ് ചെയ്യുന്നത് എനിക്ക് അത്ര ഉറപ്പാണ്. എൻ്റെ ആ ഉറപ്പാണ് ഞാൻ വിറ്റ്. മനസ്സിലായോ? എൻ്റെ ആ കൺവിക്ഷനാണ് ഞാൻ സെല്ല് ചെയ്ത് ഇനീഷ്യൽ പോയിന്റിൽ. ബിക്കോസ് അവിടെ എനിക്ക് സെല്ല് ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഒരു സോളിഡ് പ്രൊഡക്റ്റ് ഇല്ല, സോളിഡ് റിസൾട്ട് ഇല്ല, സോഷ്യൽ പ്രൂഫിംഗ് ഇല്ല, ദർ ഇസ് നത്തിങ്. എൻ്റെ കൺവിക്ഷനാണ് എന്ത് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ ക്ലയൻസിന് സെല്ല് ചെയ്ത്. അപ്പോൾ നിങ്ങളുള്ളിൽ എത്ര, ബിക്കോസ് നിങ്ങൾ രാവിലെ ആലോചിക്കുന്നത് ഇതിപ്പം റെഡി ആവുമോ, അല്ലെങ്കിൽ ഇത് കൊടുത്താൽ നാളെ എന്തെങ്കിലും വള്ളി കൊണ്ട് വരുമോ, അത് ചിന്തിച്ചോ, കഴിഞ്ഞ്. പിന്നെ നിങ്ങൾക്ക് അതിൽ കൺവിക്ഷൻ ഇല്ല, നിങ്ങൾക്ക് തന്നെ സംശയമാണ് ഇത് ലൈക്ക് എന്താ പറയുക സാധനം വർക്കൗട്ട് ആവില്ലോ എന്നുള്ളത്. ഫസ്റ്റ് സ്വന്തം ട്രൈ ചെയ്ത് നോക്കണം. നമുക്കത് റിസൾട്ട് നമ്മളെ അത്രയും കോൺഫിഡൻ്റ് ആണ്, അത്രയും കോൺഫിഡൻ്റ് ആണ്. ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം അസ്ലിഫൈയിലെ ഫസ്റ്റ് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന എൻ്റെ കൺവിക്ഷൻ, ഓക്കെ സെയിൽസിലുള്ള കൺവിക്ഷൻ എനിക്കുണ്ട്. പിന്നെ എനിക്ക് വേറൊരു ബോധ്യമുണ്ട്, ഞാൻ വിളിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ എന്നെ അപ്രോച്ച് ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഞാൻ ആഡ് റൺ ചെയ്തിട്ട് അതിൽ ലീഡായിട്ട് ക്ലിക്ക് ചെയ്ത് വരുന്ന ഒരാളേക്ക് എന്ത് ചെയ്യുക, എൻ്റെ അടുത്തേക്ക് എൻ്റെ കസ്റ്റമറായിട്ട് വരിക. അങ്ങനെ ഒരാൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓനൊരു പ്രശ്നമുണ്ട്. ഓൻ ചിലപ്പോൾ ഒരു ഡിഗ്രി അല്ലെങ്കിൽ +2 കഴിഞ്ഞ് എന്താ സ്റ്റക്കായിട്ടിരിക്കുന്ന ലൈക്ക് ടൈമാവും. ഞാൻ ഓനെ വിളിച്ചില്ല, ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്നൊരു 10,000-ഓ 20,000-ഓ സാലറി വാങ്ങിയിട്ട് അവൻ്റെ ജീവിതം അങ്ങ് തീരും. അങ്ങനത്തെ ഒരാളെയാണ് ഞാൻ വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഇത്രയും നല്ലൊരു സ്കില്ല് കൊടുത്തിട്ട് ഓനെ ഡെവലപ്പ് ചെയ്തിട്ട് നല്ല ജോലി കയറ്റി കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഓനെ ക്ലോസ് ചെയ്ത് എനിക്ക് എന്തെങ്കിലും ടെൻഷൻ വേണോ? അത്രയും സോൾഡ് എനിക്ക് സെയിൽ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ അല്ലെങ്കിൽ സിർവേയിൽ വന്ന സ്റ്റുഡൻറ്റ് ആൾ ഇതേപോലെ നമ്മൾ ആ ഒരു സ്റ്റേജിൽ വന്ന സ്റ്റുഡൻറ്റാണ്. അപ്പം ഇന്നാൾ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി, ആളവിടെ അറൗണ്ട് 50 lakhs പെർ മന്ത് കൊണ്ടുവന്ന്. അപ്പോൾ ഇതൊക്കെ എന്താണ്, അന്നത്തെ എൻ്റെ കൺവിക്ഷൻ സെല്ലിങ് വർക്കൗട്ട് ആയതുകൊണ്ട് എനിക്ക് വന്ന റിസൾട്ടാണ്. ആ റിസൾട്ടാണ് പിന്നെ എനിക്ക് കാണിക്കാൻ പറ്റിയത്. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്ന സാധനം ഒരു ദിവസം പെട്ടെന്ന് പൊട്ടി പൊളിച്ച് വരില്ല. അത് നമ്മൾ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കുക എന്നുള്ളത് ആസ് എ ഫൗണ്ടർ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്കത് ഇനീഷ്യലി ചെയ്യാൻ പറ്റിയെങ്കിൽ വേറെ ആരെ കൊണ്ടേ പറ്റില്ല. നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്കൊരാളോട് സെല്ല് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, എല്ലാ കേസിലും ഞാൻ പറയുന്നില്ല, ലൈക്ക് നല്ലോണം സംസാരിക്കാൻ അറിയുന്ന ഒരു പാർട്ണർ ഉണ്ടെങ്കിൽ അതും മതി. പക്ഷേ നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്രത്തോളം ഭംഗിയായിട്ട് വേറെ ആൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം ഭംഗിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെല്ല് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഇവിടെയൊക്കെ അധിക സ്ഥലത്ത് ഞാൻ കണ്ട കാര്യമാണ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുള്ളൊരു മിസ്റ്റേക്ക്. നമ്മളെല്ലാവരും ഇൻഫർമേഷൻസ് കൊടുത്ത് ക്ലയൻസിനെ ലോഡഡ് ആക്കും. ലൈക്ക് പല ആൾക്കാർ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ബ്രോഷേഴ്സ് അയച്ചു കൊടുക്കും, ലൈക്ക് ഈ സാധനങ്ങൾ അയച്ചു കൊടുക്കും. ഇതൊന്നും ചെയ്യേണ്ടതെന്നല്ല. പക്ഷേ ഞങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഫാഹിമിൻ്റെ ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ 3 ആൾ വരുന്നത്, അബ്ദുള്ള, മിഥുന്, അതേപോലെ ഞങ്ങൾ 3 ആൾ ഫാഹിമിൻ്റെ ഒരു പോർട്രേറ്റ് എടുക്കാൻ വരുന്ന. ഓക്കെ, ആൻഡ് 3 ആൾ യൂസ് ചെയ്യുന്ന സെയിം സീരീസ് ഓഫ് ക്യാമറയാണ്. സോണിൻ്റെ Alpha 4 ആണ് ലൈക്ക് നമ്മൾ 3 ആൾ യൂസ് ചെയ്യുന്നില്ല ക്യാമറ എന്ന് പറയുന്നത്. ഓക്കെ, ലൈറ്റിങ് സെയിം ആണ്, സിറ്റിങ് സെയിം ആണ്, ഒക്കെ എല്ലാം പിക്ചർ പെർഫെക്റ്റ്. എല്ലാവരുടെയും ഫോട്ടോ ലൈക്ക് ഡിറ്റോ ആയിരിക്കും. അപ്പോൾ 3 ആൾ എന്ത് ചെയ്യുന്നത്, സെയിം ആംഗിളിൽ നിന്ന് 3 ഫോട്ടോസ് എടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ 3ൻ്റെ ഔട്ട് എന്ത് ചെയ്യുന്നത്, ഫാഹിമിന് കൊടുക്കുന്നത്. 3ൻ്റെ ഔട്ട് ഫാഹിം നോക്കുന്നേരം എന്താണ്, ഡിറ്റോ ആണ് അല്ലേ. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുന്ന ഫാഹിമിന് അന്നേരം ഒരു നിർബന്ധമില്ല. ബിക്കോസ് 3 ഒരേപോലെ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഇപ്പം ആദിഷിൻ്റെ പോകണമെന്ന് ഫാഹിമിന് ഒരു നിർബന്ധമില്ല, മിഥുൻ്റെ പോകണം നിർബന്ധമില്ല, അബ്ദുള്ളൻ്റെ പോകണം നിർബന്ധമില്ല. ഇതേപോലെ നമ്മൾ അയക്കുന്ന ബ്രോഷൂസും കാര്യങ്ങളും ഇതവർക്ക് 100 ആൾ അയച്ചു കൊടുക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യുന്നതെന്നുള്ളതിലാണ് എന്ത് വരുന്നത്, കാര്യം വരുന്നത്. ബ്രോഷർ അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ ചെയ്ത്, ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ ബ്രോഷറും കാര്യങ്ങളൊക്കെ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് 100 ആളെ കോൺടാക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞില്ലേ, ഓൾക്ക് മേറിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ അബ്ദുള്ള അടുത്തോ മിഥുൻ്റെ അടുത്തോ വാങ്ങണമെന്ന് ഇനീഷ്യലി ഒരു നിർബന്ധമില്ല. ആ കോളിൻ്റെ അവസാനത്തോട്ടാണ് എന്ത് ചെയ്യുക, നിർബന്ധം വരിക. ഓക്കെ, എനിക്കെന്നാൽ ഇയാളെങ്കിൽ കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഈ കൊടുത്ത 3 ഫോട്ടോസും സിമിലറാണ്. മീൻസ് നിങ്ങൾ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ അയച്ച പോലെ ലൈക്ക് വേറെ അയച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ChatGPT നോക്കിയാൽ മതി. ബിക്കോസ് ഇപ്പോഴത്തെ ഈ ഒരു IT ഏരിയയിൽ ഇൻഫർമേഷൻസ് കിട്ടുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഒരുപാട് വഴികളുണ്ട്. ഒരു കോൾ ചെയ്ത് ചിലപ്പോൾ കിട്ടും. അപ്പം ഈ സെയിം ഇൻഫർമേഷൻ നമ്മൾ അയച്ചു കൊടുക്കുന്നേരം മോല് കൺഫ്യൂസ്ഡാണ്. ബിക്കോസ് ഇൻഫർമേഷൻസ് ലോഡഡ് ആണ്, അതുണ്ട് ഇതുണ്ട്. ഞാൻ എന്തിനു പിന്നെ അത് ചെയ്യണം, അല്ല ഞാൻ എന്തിനും ഇത് തന്നെ എടുക്കണം, എനിക്കിതെടുത്താൽ പോരെ. അപ്പോൾ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായിട്ട് ലാസ്റ്റ് ക്ലയൻസ് ക്ലോസ് ആവാൻ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് മാത്രം എന്ത് ചെയ്ത് ഈ എടുത്ത ലൈക്ക് പോർട്രേറ്റ്സിൽ ഒരു ഫ്രെയിം ഇട്ട് കൊടുത്ത്, കാണാൻ ഭംഗിയുള്ളൊരു ഫ്രെയിം ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇതിൽ ലൈക്ക് ഫൈം ഏത് യൂസ് ചെയ്യും, നല്ല 3 ഫോട്ടോസ് സെയിം അല്ലേ, 3 ഫോട്ടോസിൽ ആൾ സെയിം അല്ലേ, സെറ്റിങ് സെയിം അല്ലേ,
യൂസ് ചെയ്ത ക്യാമറ സെയിം ആണ്, ലൈറ്റിംഗ് സെയിം ആണ്, ബിക്കോസ് ദർ ഇസ് നോ ഡിഫറൻസ്. പക്ഷെ ഇത് ലൈക്ക് ചെയ്തത് എന്താ, ഒരു ഫ്രെയിം അവിടെ ഇട്ടുകൊടുത്ത്. ഈ ഫ്രെയിം എന്ന് പറയുന്നതാണ് നിങ്ങൾ ആദ്യം ആ ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി, അവരെ കംഫർട്ടബിൾ ആക്കുന്ന രീതി. ഈ ഫ്രെയിം നിങ്ങളുടെ കൺവിക്ഷനും ഇട്ടുകൊടുക്കാൻ പറ്റില്ലെന്നതിൻ്റെ കാര്യമില്ല. എത്ര ഭംഗിയിൽ നിങ്ങൾക്കത് ക്ലയൻസിനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അതേപോലെ പിച്ച് എപ്പോഴും ടൈലേർഡ് ആയിരിക്കണം. എല്ലാവരെയും ഒരേപോലെ ക്ലോസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ക്ലോസിങ് വരില്ല. അതുകൊണ്ട് ഇപ്പം ആദിഷ് ബ്രോ കുറച്ച് മുമ്പ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ക്ലയൻസിനെ മനസ്സിലാക്കണം, അവരുടെ അടുത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റണം എന്നുള്ളത്. അതിലെല്ലാവർക്കും മിസ്സാകുന്ന കാര്യമാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു പിച്ച് ഡെക്ക് ഉണ്ടാക്കും നിങ്ങൾ ഓഫീസിൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ വെക്കണമെന്നൊരു പാറ്റേൺ ഉണ്ടാക്കും. വരുന്ന സ്റ്റാഫ് എന്ത് ചെയ്യും, ഇത് ഫോളോ ചെയ്തിട്ട് എല്ലാവരെയും വിളിക്കും. ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം CRM എന്താണെന്നൊരു ഇത് എല്ലാവർക്കും അറിയൂലേ? എല്ലാവർക്കും ധാരണ എന്താണ് ലൈക്ക് CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ടൂൾ. അതാണ് CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഒരു കസ്റ്റമർ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിൽ ഇതൊരു കമ്പനിക്ക് ഇപ്പം അബ്ദുള്ളയാണ് ഈ CRM സോഫ്റ്റ്വെയർ സെല് ചെയ്യുന്ന ആളെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം അബ്ദുള്ള ഇത് സെല് ചെയ്യുന്ന സമയത്ത് മിഥുന് ആസ്ലിഫൈ എന്ന് പറയുന്ന കമ്പനീൻ്റെ ടീം ലീഡാണ്, റൈറ്റ്? അബ്ദുള്ള സെല് ചെയ്യാൻ വരുന്ന പ്രൊഡക്റ്റ് എന്താണ്, CRM സെല് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആരിലേക്ക് ഗേറ്റ് കീപ്പർ റോൾ എടുക്കുന്നത് മിഥുനാണ് ആസ് എ ടീം ലീഡ്. പക്ഷേ മിഥുൻ അവിടെ എന്തില്ല, ഡിസിഷൻ മേക്കിംഗ് പവറില്ല. അത് ആസ് എ CEO എൻ്റെ അടുത്തേക്ക് എത്തുന്നവരേക്ക് എന്ത് ചെയ്യുക, ചിലപ്പോൾ ഡിസിഷൻ വരിക. ഓക്കെ, ലൈക്ക് ഡിസിഷൻ എൻ്റെ അടുത്തേ വരാൻ പറ്റും. അപ്പം ഇവിടെ അബ്ദുള്ള മിഥുൻ്റെ അടുത്ത് പറയുകയാണ്, ഇത് ലൈക്ക് നിങ്ങൾക്ക് ലൈക്ക് ലീഡ് നല്ലോണം ലൈക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ഇതാക്കാൻ പറ്റും, ലീഡ്സ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും മിഥുന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം മിഥുൻ്റെ നീഡ് എന്ന് പറയുന്നത് അതാ. മിഥുന് പ്രോപ്പറായിട്ട് ലീഡ് മാനേജ് ചെയ്യാൻ പറ്റാണ്ടായാലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ചിലപ്പോൾ ഒരു CRM നോക്കിയിട്ടുണ്ടാവുക, റൈറ്റ്? അപ്പം മിഥുൻ്റെ നീഡ് എന്ന് പറയുന്നത് ഈ ഒരു ലീഡ്സ് സോർട്ട് ചെയ്യുന്നതിലുള്ള ഇഷ്യൂ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? ആണ്. ഇനി ഇതേ സാധനം കൊണ്ട് ആസ് എ CEO എൻ്റെ അടുത്തേക്ക് വരുന്നേരം എന്നോടും ഈ ലീഡ്സ് സോർട്ട് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഇതാക്കാന്ന് ചിലപ്പോൾ ഞാൻ മൈൻഡ് ആക്കില്ല. ഞാൻ ആലോചിക്കുന്നിടത്തോളം അത് എന്തിനിപ്പോൾ അങ്ങനെ ചെയ്യണം, എൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഇത് ലൈക്ക് എക്സലിൽ നോക്കുന്നുണ്ട്, പിന്നെ ഇവൻ്റെ വർക്ക് ഈസി ആയി കൊടുക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. അപ്പം ഈ ഒരേ പിച്ചും കൊണ്ട് രണ്ടിടത്തും പോയി കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവില്ല. ഇനി നേരെ മറിച്ചിട്ട് മിഥുൻ്റെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്, ലീഡ് സ്പ്ലിറ്റിങ്ങും ഈ പറഞ്ഞ ലീഡ് വൃത്തിക്ക് മാനേജ് ചെയ്യുന്നുള്ളതാണ്. ആസ് എ CEO എൻ്റെ ആവശ്യം കമ്പനിയിലേക്ക് ഫണ്ട് വരിക എന്നുള്ളതാണ്. സെയിം CRM വെച്ചിട്ട് മിഥുൻ്റെ അടുത്ത് ആണോ? ഓ ഫൈൻ, ഓക്കെ. അപ്പം മിഥുൻ്റെ അടുത്ത് ഇതെങ്ങനെ വൃത്തിക്ക് ലീഡ് മാനേജ് ചെയ്യാമെന്ന് പിച്ച് ചെയ്യണം. CEO ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നേരം ഇതെങ്ങനെ എനിക്ക് പ്രോഫിറ്റബിൾ ആകുന്നുള്ള എനിക്ക് പറഞ്ഞു തരണം. ബിക്കോസ് മിഥുനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രോഫിറ്റബിൾ ആവണമെന്ന് ഒരു നിർബന്ധമില്ല, ഉണ്ടോ? ബിക്കോസ് ആൾ TL ആണ്, കമ്പനിക്ക് എങ്ങനെ വന്നാലും ലൈക്ക് മിഥുൻ്റെ പ്രശ്നമല്ല. ഓനെ സംബന്ധിച്ചിടത്തോളം ഓൻ്റെ ഹെഡേക്ക് കഴിയണം. സെയിം പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും ഓരോ ആൾക്കാരെ നീഡ് ഡിഫറൻറ്റാണ്. നിങ്ങൾ സെല് ചെയ്യുന്ന ഓരോ ആൾക്കാരും യൂസ് ചെയ്യുന്ന ഓരോ രീതിയിലേക്കും കാണുന്നത്. അപ്പം ഈ പിച്ച് ടൈലഡ് ആയിട്ട് പോകണം. മിഥുൻ്റെ അടുത്ത് ലീഡ് മാനേജ് ചെയ്യുന്നതിൻ്റെ പിച്ചും എൻ്റെ അടുത്തേക്ക് വരുന്നേരം എനിക്ക് എങ്ങനെ ഇത് പ്രോഫിറ്റബിൾ ആകുന്നുള്ള പിച്ചു ആകാറുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ഇത് അസെറ്റ് ആകുന്നുള്ള പിച്ചു ആകാറുണ്ട്. എന്നോട് ലീഡ് മാനേജ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഒരു കാര്യമില്ല, ഞാൻ ചിലപ്പോൾ ആ സൈഡ് നോക്കാത്ത ആളാകും. പക്ഷേ ഇതെങ്ങനെ എനിക്ക് ബെനിഫിഷ്യൽ ആവും, എങ്ങനെ എനിക്ക് ഫണ്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വരും. അപ്പോൾ സെയിം പ്രൊഡക്റ്റാണ്, ഡിഫറെൻറ്റ് ഇൻറ്റൻഷൻസാണ്, മനസ്സിലായില്ലേ? അപ്പം ഇത് പിച്ചിലോട്ട് കൊണ്ടുവരിക, എല്ലാവർക്കും ഒരേ പിച്ച് കൊടുക്കാണ്ട് ഇങ്ങനെ കണ്ടാൽ മതി. ഓരോ മനുഷ്യന്മാർക്കും ഓരോ ആവശ്യങ്ങളാണ്, ഒരേ പ്രൊഡക്റ്റും ഉണ്ട്. ഇപ്പോൾ അസ്ലിഫയിലോട്ട് വരുന്നൊരു സ്റ്റുഡൻറ്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് വീട് നോക്കുക, എങ്ങനെയെങ്കിലും വീട്ടിലെ കാര്യം സെറ്റിലാക്കുക എന്നുള്ളതാണെങ്കിൽ അടുത്ത സ്റ്റുഡൻറ്റ് ആവശ്യം എന്ന് പറയുന്നത് ഓന് ചിലപ്പം ഒരു കൊല്ലം കഴിഞ്ഞ് നിൽക്കാതെ വരാനുണ്ടാവും. ആ സമയത്തേക്ക് നല്ലൊരു ഫണ്ട് വേണ്ടി വരും. അപ്പോൾ ഓനോട് ആ രീതിയിലും മറ്റേ ആളോട് ആ രീതിയിൽ സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ, മനസ്സിലായി? ഓരോരുത്തർ നീഡ് ഡിഫറൻറ്റാണ്. അപ്പോൾ നമ്മുടെ പിച്ചും അതിനനുസരിച്ച് ടൈലേർഡ് ആയിരിക്കണം. അവിടെയാണ് ഞാൻ പറഞ്ഞ റോബോട്ടിക്കായിട്ട് നിങ്ങളൊരു സാധനം കൊടുത്ത് കോൾ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ സംസാരിക്കും. അങ്ങനെ സംസാരിച്ചാൽ എന്താണ് കാര്യമില്ല. ബിക്കോസ് അക്കോർഡിംഗ് ടു ദ നീഡ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഹ്യൂമൻലി ടച്ച്. ഇവിടെയാണ് ഞാൻ എമ്പതി എന്ന് പറഞ്ഞത്. ഇത് വരണമെന്നുണ്ടെങ്കിൽ എമ്പതിയിലേക്ക് കിട്ടണം, മനസ്സിലായില്ലേ? എമ്പതി എന്ന് പറഞ്ഞ കാര്യം വർക്കൗട്ടായി കഴിഞ്ഞാൽ ഇത് നടക്കൂ. ബിക്കോസ് എനിക്ക് തോന്നണം എൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് അബ്ദുള്ളക്ക് മനസ്സിലായി. ഓക്കെ, എൻ്റെ ഇഷ്യൂ അബ്ദുള്ളക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം എനിക്ക് വേണ്ട കാര്യങ്ങളാണ് അബ്ദുള്ള തരുന്നത്. ഒരു ഓണ്ടർപ്രണർ ലെവലാണ് അബ്ദുള്ള എനിക്കിത് പിച്ച് ചെയ്ത് തരുന്നത്. അപ്പോൾ എനിക്ക് അബ്ദുള്ളയുടെ സാധനം വരും. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അബ്ദുള്ളക്ക് മനസ്സിലായി. ഓക്കെ, ലീഡ് ഇതാക്കുന്നത്. അപ്പം ഈ എമ്പതി എന്ന സാധനം ഇവിടെയൊക്കെ നിങ്ങളിതൊക്കെ ഭയങ്കരമായിട്ട് ലൈക്ക് മിസ്കൺസെപ്റ്റായിട്ട് വന്നൊരു സാധനം. അത് എമ്പതി എന്ന് പറയുന്നത് ഒരാളുടെ സങ്കടങ്ങൾ കുറേ കേട്ടിരിക്കുക എന്നുള്ളതാണെന്നും അങ്ങനെയല്ല, ഒരാളുടെ ഫീലിങ്സ് അതെന്തോ ആയിക്കോട്ടെ അത് മനസ്സിലാക്കി അക്കോർഡിംഗ്ലി നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കാനുള്ളതും കുറേ കാര്യങ്ങൾ ടീമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം കേട്ട അത്ര സുഖം ഉണ്ടാവില്ല. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന നേരം കെയർഫുൾ ആയിരിക്കണം. പിന്നെ ഒരു ചെറിയ ടിപ്പ്, സ്റ്റാർട്ട് ചെയ്യുന്ന നേരം മാസമായിട്ട് സെയിൽസ് ടീമിനെ ഹയർ ചെയ്തിടണ്ട. ഓക്കെ, സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ ടീം. ഓലെ കൊണ്ട് സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ടോ നോക്ക്. അല്ലെങ്കിൽ മാസമായിട്ട് ആരും ലാസ്റ്റ് പോലെ സെയിൽസ് ടീമിനെ മാനേജ് ചെയ്യുന്ന പറയുന്നത് മാനേജ് ചെയ്ത ആൾക്കാർക്ക് അറിയാം. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അത്ര ഈസി അല്ല. ബിക്കോസ് അവിടെ
ടീം ലീഡ്സിനാണെങ്കിലും ഹാൻഡിൽ നിന്നാക്കാണെങ്കിലും ഭയങ്കര പ്രഷർ വരുന്ന കാര്യം അത്. ബിക്കോസ് അവിടെയാണ് കമ്പനിയിലേക്ക് ഫണ്ട് വരുന്നത്. ബാക്കിയൊക്കെ എക്സ്പെൻസാണ്, ഓപ്പറേഷൻസ് എക്സ്പെൻസാണ്, അല്ലെങ്കിൽ അക്കാഡമിക് എക്സ്പെൻസാണ്, ഇതൊക്കെ നമ്മൾ ഫണ്ട് പൊട്ടിക്കുക. കമ്പനിയിലോട്ട് പൊട്ടിക്കാനുള്ള ഫണ്ട് വരേണ്ടത് സെയിൽസിൽ നിന്നാണ്. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒന്നങ്ങോട്ടോ, പിന്നെ വേറെ കാര്യമുണ്ട്, സെയിൽസ് മാത്രം ശ്രദ്ധിച്ചാലും പോരാ, ബാക്കി ഈ പറഞ്ഞ മാർക്കറ്റിംഗ് സൈഡ് ശ്രദ്ധിക്കണം. ആഫ്റ്റർ സെയിൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരാൾ ഒരു സെയിൽ എടുക്കാൻ വായിൽ നാളുള്ള ഒരുത്തനെ കൊണ്ട് ഈസി ആയിട്ട് പറ്റും. അത് എടുത്ത സെയിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള ചോദ്യമുണ്ട്. ആഫ്റ്റർ സെയിൽ സർവീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ പിന്നെ ആൾ വരില്ല, ഓൻ അടുത്തൊരാളെ കൊണ്ടുത്തരൂല. ഇത് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 1000 കസ്റ്റമേഴ്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു 1000 ആൾക്കാരെ ഈ 1000 ആൾക്കാരെ കൊണ്ടുതരണം. അല്ലെങ്കിൽ ആ കസ്റ്റമർ സർവീസ് ഫെയിലാന്നുള്ളതാണ്. ഫെയിലാണ്, അത് ഫെയിലാകാൻ പാടില്ല. ആഫ്റ്റർ സർവീസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓപ്പറേഷൻസ് അതിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ല, സെയിൽസ് ടീമിനെ ശ്രദ്ധിക്കണം. ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ പാളി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഒരു ഡൗട്ടാണ്. ഇപ്പോൾ ഞാൻ ക്ലാസ്സിന് വരുന്ന മുന്നേ ഒരു ക്ലയൻറ്റ് വിളിച്ചു. ഓക്കെ, അപ്പോൾ അവർക്ക് എന്താ കോഡ് അപ്പോൾ അവർക്ക് സൊല്യൂഷൻ പറഞ്ഞ് റിലീസ് ടീമാണ്, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, ഇത്ര കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അതിനോട് ഇത് 2ാം ദിവസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ടീമിൽ ചെയ്ത് അതിൻ്റെ സോഷ്യൽ പ്രൂഫിങ് ലൈക്ക് പോലെ ചോദിക്കുന്നതിനാ മീൻസ് എടാ ഈ തലയ്ക്ക് ഇപ്പം ഈ ലൈക്ക് തലയിൽ കഷണ്ടിയുള്ള ഒരാളാണ്. പണ്ടൊരു ഫ്രണ്ടിന് കഷണ്ടി ഉണ്ടായിരുന്നു. ഓന് എന്തോ ഒരു ഓയിൽ തേച്ചിട്ട് മുടി വന്നിക്കുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ ഈ അതിലേക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടൂലേ? അത് എനിക്ക് എന്താ പറയുക, ലൈക്ക് പേഴ്സണലി വരുന്നൊരു ലൈക്ക് സോഷ്യൽ പ്രൂഫിംഗ് എന്ന് പറയുന്നത് മറ്റൊരാൾ ചെയ്തിട്ട് സക്സസ് ആയ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ വലിയ പേടി ഉണ്ടാവില്ല. ആ ഒരു റിസ്ക് ബാരിയറും നമുക്കുള്ള ഫിയറും വളരെ കുറവായിരിക്കും. ആക്ഷൻ ത്രെഷോൾഡ് കൂടും, അല്ല ആക്ഷൻ ത്രെഷോൾഡ് കുറയും. നമ്മൾ ഭയങ്കര ലോ ആക്ഷൻ ത്രെഷോൾഡ്, ബിക്കോസ് നമുക്ക് അധികം ആലോചിക്കേണ്ട, ബിക്കോസ് നമ്മൾ ഓൾറെഡി റിസൾട്ട് കണ്ടു കഴിഞ്ഞ്. അപ്പോൾ ഈ പറഞ്ഞ ക്ലൈൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ റിസൾട്ട് കാണാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എനിക്ക് സെല് ചെയ്യാൻ പറ്റുന്ന എൻ്റെ കൺവിക്ഷനാണ്. എൻ്റെ ഉള്ളിൽ ആ പ്രൊഡക്റ്റിനുള്ള ട്രസ്റ്റ് ലൈക്ക് ഡാക്റ്റായിട്ട് പറയാം. ഞാൻ ലൈക്ക് നമ്മൾ ഇതിൻ്റെ മുമ്പ് ഇതിലേക്ക് വേറെ ആക്കി ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ലൈക്ക് വേറെ ആക്കി സാധനം ലൈക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? പക്ഷേ ലൈക്ക് സൊല്യൂഷൻസ് ലൈക്ക് അവരെതിന് വരുമ്പോൾ ഓരോന്നും മാറും, ലൈക്ക് ഡിഫറെൻറ്റ്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുക. ഇപ്പം ഇങ്ങനെ തന്നെ പറയും. ഇപ്പം നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു 10 ക്ലയൻസ്, ഇപ്പം ഈ 10 ക്ലയൻസിന് 10 ആവശ്യങ്ങളാണ്. ഓക്കെ, അപ്പം ഈ 10 ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 10 ആവശ്യങ്ങൾ കംപ്ലീറ്റ് ആകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ 10 ആൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇവരെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അത് സോഷ്യൽ പ്രൂഫിങ്ങാണ്. എടാ ഒരേ പ്രശ്നം തീർത്തു കൊടുക്കണമെന്നില്ല. 2 ആളുടെയും ആവശ്യത്തിൻ്റെ കോറ് കണക്റ്റ് അല്ലേ, മീൻസ് എ എന്നുള്ള സാധനമല്ലേ കോറ്. ഈ എ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ 10 പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ 11ാമത്തെ നിങ്ങൾ തീർക്കാനുള്ള ചാൻസ് കൂടുതലാണ്. 100% ഞാൻ പറയൂല. അപ്പം അത് മുമ്പിലിരിക്കുന്ന ക്ലയൻസിന് തോന്നിയാൽ മതി. ഇത്രയും പ്രശ്നങ്ങൾ ഇതുകൊണ്ട് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ചിലപ്പം പറ്റും. 100% ആരും വിശ്വസിക്കില്ല, ബിക്കോസ് ആളുടെ ഒരു സ്പെസിഫിക് പ്രശ്നം ആൾ കണ്ടിക്കില്ല. പക്ഷെ എന്താണ്, ആ 90% എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പോലും എന്ത് ചെയ്യും, ആൾ ഇന്നാവും. പക്ഷെ അത് എൻ്റെ കോൺഫിഡൻസ്, ഞാൻ പറഞ്ഞില്ല, അത് ഇമ്പോർട്ടൻ്റ്. എൻ്റെ കോൺഫിഡൻസ്, എനിക്ക് ആ പ്രൊഡക്റ്റിലുള്ള ട്രസ്റ്റ്, അത് എത്രത്തോളം എമൗണ്ട് പിച്ച് ചെയ്യുന്നതിനാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക. അധികം ആൾക്കാരെ ഞാൻ കണ്ടില്ല ഇഷ്യൂ എന്ന് പറയുന്നത് എമൗണ്ട് പിച്ച് ചെയ്യാൻ പേടിയല്ലേ. എമൗണ്ട് പിച്ച് ചെയ്യുമ്പോൾ അവർ ലാസ്റ്റിലേക്കാണ് ആ ഇത് വരിക. എവിടെയാണ് പ്രശ്നം. ആ ഒരു എമൗണ്ട് പിച്ച് ചെയ്യുന്നതിൽ എനിക്ക് ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ കോളിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന സാധനം ക്ലയൻറ്റിന് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. എൻ്റെ ഒച്ച പതറി കഴിഞ്ഞാൽ ക്ലയൻറ്റിന് മനസ്സിലാവും ഏത് ഓക്കെ ഹീസ് നോട്ട് ദി വൺ എന്നുള്ള സാധനം. ബിക്കോസ് ആൾക്ക് വേണ്ട എക്സ്പേർട്ടാണ്. ഒരു ഡോക്ടർ ഒരു മെഡിസിൻ ലൈക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നതിന് ഒരിക്കലും പതറൂല. ഇത് കുടിച്ചു നോക്കി ചിലപ്പോൾ മാറുന്ന ഒരിക്കലും പറയൂല. ഇതെടുത്തോ രാവിലെ ഒരു ലൈക്ക് ഒരു ദിവസം 2 നേരം വെച്ച് 3 ആഴ്ച എന്നേ പറയൂ. അത് ഭയങ്കര കൺവിക്ഷനിലാണ് പറയുക അല്ലേ, ഭയങ്കര കൺവിക്ഷനിലാണ് സംസാരിക്കുക. ഇത് 3 വീക്സ് കുടിച്ചാൽ മതി, എന്നിട്ട് മാറി തന്നെ നമുക്ക് അടുത്ത ടാബ്ലറ്റ് നോക്കാം. അപ്പം നമ്മളതിന് ഓക്കെയാണ്. അത് ആ കൺവിക്ഷൻ അവിടെ വരുന്നതിനെ കൊണ്ടാണ്. ഇനിയിപ്പോൾ നേരെ കുറച്ച് ഇത് കുടിച്ചു നോക്കി ചിലപ്പം മാറും, ഇല്ലാണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം, അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാവും. നമ്മൾ കൺഫ്യൂഷൻ അടുത്ത ഡോക്ടറെ പോയി കാണും. ഇപ്പോൾ ഉണ്ടായത് എൻ്റെ അടുത്ത് ഓക്കെ ആയില്ല, എൻ്റെ അടുത്ത് ആ സാധനം വന്ന് എന്ത് ചെയ്യും, അടുത്ത ആളെ മീറ്റ് ചെയ്യും. ബിക്കോസ് ഓൾക്ക് ഇത് മാർക്കറ്റിൽ കിട്ടാത്തൊന്നുമല്ല. ഇതേമാതിരി ഒരു ടീം ലൈക്ക് എല്ലോ ഒരു സൊല്യൂഷൻ അവരെ പോയിന്റ്സ് എന്താണ് അവർ ഫേസ് ചെയ്യുന്ന കാര്യം എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തെല്ലാം കൊടുത്ത് ഫൈനൽ ലൈക്ക് എമൗണ്ട് കൊടുത്തതിന് ശേഷം ഇവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ഇത് വർക്കൗട്ട് ആവും. ഈ സെയിം സിനാരിയോ അല്ലേ ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്സ്റ്റൈൽസിൻ്റെ ഇത്രയും ഹ്യൂജ് എമൗണ്ട് നമ്മൾ ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയല്ല നന്ന് എന്നോടും പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങി ഡീപ്പറിലോട്ട് പോയി, പിന്നെ ഡയഗ്നോസ് ചെയ്ത് കൊടുത്ത്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഓൾക്ക് അങ്ങനത്തെ ഒരു മൈൻഡിലാണ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് അതുകൊണ്ട് കേട്ടോ നമ്മൾ ലൈക്ക് ഒരാളിപ്പോൾ തീരുമാനിച്ച് വരികയെന്ന് ഞാനിത് ക്ലോസ് ആവില്ല തീരുമാനിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. ചെയ്യാൻ പറ്റും, അതിൻ്റെ മുകളിൽ കിടന്ന് ബലം പിടിച്ചാൽ പറ്റും. പക്ഷേ ചിലപ്പോൾ എൻ്റെ കുറേ ദിവസം അതിൻ്റെ മുകളിൽ പോകും.
ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള 100 ആളെ ഒഴിവാക്കുന്നതെന്നല്ല, അല്ലെങ്കിൽ 100 ആൾക്ക് വേണ്ടിയിട്ട് ഒരാളെ വിട്ടുകളയുന്നതെന്നല്ലേ. ഇടങ്ങാറാക്കാൻ വരുന്ന ആൾക്കാർ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ഇങ്ങൾക്ക് ഒരു 100 ലീഡ് കിട്ടിയാൽ 100 ആളെ ക്ലോസ് ആക്കാൻ പറ്റുന്ന ഒരിക്കലും വിചാരിക്കണം. നടക്കൂല, അതെങ്ങനെയാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു സെയിൽസ് ടീമിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതാ ഞാൻ നിങ്ങളുടെ അടുത്ത് അതേ സാധനം ഇടാഞ്ഞ്. അപ്പം സെലക്ഷൻ ഓഫ് ക്ലയൻറ്റ് പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയും, ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ ആർക്ക് സെല്ല് ചെയ്ത് നിങ്ങൾക്ക് അതൊരു ബോധ്യം വേണം. ഇതാർക്കാന്ന് വിൽക്കുന്നത്, ഇതിന് ആവശ്യമുണ്ടോ എന്നുള്ളത്. ലൈക്ക് മൂപ്പരെ വിട്ടേ, അല്ലെങ്കിൽ ലൈക്ക് ചിലപ്പോൾ മൂപ്പര് ക്ലോസ് ആകാനും മതി. ലൈക്ക് മൂപ്പരെ വിട്ടാൽ ചിലപ്പോൾ മൂപ്പര് പറഞ്ഞ പോലെ ഇതൊക്കെ നടത്തി ചിലപ്പോൾ എൻ്റെ അടുത്തേക്ക് പിന്നെ വരിക. അങ്ങനെ വരികയാണെങ്കിൽ ഈ ക്ലോസ് ചെയ്തു മൂപ്പര് ബാക്ക് പോകണ്ട. ബിക്കോസ് ലൈക്ക് മൂപ്പര് സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്നെ ഈ കൺവിൻസ് ചെയ്യാൻ നോക്കണ്ട, ഞാനത് വാങ്ങൂല എന്നുള്ളത്. ലൈക്ക് മൂപ്പർക്ക് എന്താണ്, ലൈക്ക് മൂപ്പര് എന്നെ ചലഞ്ച് ചെയ്യാനായിട്ട് വന്നതാണ്. പണ്ട് ഇതെന്താ ഞാൻ പറഞ്ഞുതരാം. ഞാനിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കും ഒരു ഹെഡ് വെയിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഓപ്പണായിട്ട് പറയാമല്ലോ, ഈ സെയിൽസ് പഠിച്ച ആൾക്കാർക്കുള്ള മെയിൻ പ്രശ്നം ഹെഡ് വെയിറ്റ് വേഗം വരും, ഭയങ്കര കോൺഫിഡൻസും അറഗൻസും വരും. ഞാനും സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ തന്നെ. ഞാൻ ഭയങ്കര ഇതായിട്ട് വന്നൊന്നുമല്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു ട്രെയിനറെ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചതാക്കിക്കൊണ്ട് നിങ്ങളെന്ന് എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കട്ടെ. ഞാൻ മൂപ്പരെ ലൈക്ക് എൻക്വയറി ചെയ്ത്, അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊന്നല്ല പിച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ നിങ്ങൾ ബാക്കി ആൾക്കാരെ ക്ലോസ് ചെയ്യാം. ഇങ്ങനത്തെ ആൾക്കാർ, എന്നെ പോലത്തെ ആൾക്കാർ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ഞാൻ നിന്ന പോലത്തെ ആൾക്കാർ എല്ലാ ടൈമിലും ഉണ്ടാവും. ഇവർ വരും നമ്മളെ ചലഞ്ച് ചെയ്യാൻ നോക്കൂ. പക്ഷെ അത് നമ്മളെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയി, അവലെ വിട്ടേക്ക് ഒഴിവാക്കി വെക്കുക. എന്നെ മൂപ്പരെ ഒഴിവാക്കി മൈൻഡാക്കിയില്ലേ. പിന്നെ ഞാൻ എന്തൊക്കെ മെസ്സേജ് അയച്ചിട്ടു. ഞാൻ പിന്നെ വലിയ നോട്ടൊക്കെ അയച്ചു മൂപ്പർക്ക്. ആളുടെ പേര് ഷമീം റഫീഖ് എന്നായിരുന്നു, ഞാൻ ഓപ്പണായിട്ട് പറയാമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, പക്ഷെ പിന്നെ എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി, ഞാൻ അതിൽ നിന്ന് മാറി എന്നുള്ളതാണ്. നമ്മളങ്ങനെ ഒരാൾ, ബിക്കോസ് എവറി വൺ ഹാസ് ദ പെർസ്പെക്റ്റീവ്, അതിന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ് എന്നുണ്ടെങ്കിൽ വെച്ചാൽ ഒരാൾ നമ്മളെടുത്തോട്ട് ലൈക്ക് വരാത്തെടുത്തോളം നമ്മൾ അങ്ങോട്ട് ഒപ്പീനിയൻ പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ആളതിൽ ഓക്കെയാണ്, ആൾ നല്ല. അന്നേരം ഞാൻ 0-ലും മൂപ്പരും മറ്റേ ടോപ്പിൽ നിൽക്കുന്ന ടൈമാണ്. സത്യം പറഞ്ഞാൽ എനിക്കത് ലൈക്ക് മൂപ്പരെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ലൈക്കിലോട്ട് എത്തിയില്ല. അതാണ്, അത്രേ ഉള്ളൂ. ലൈക്ക് മൂപ്പര് സിമ്പിളായിട്ട് ചെയ്ത് എന്നെ കട്ട് ഓഫ് ചെയ്ത്, ഓക്കെ താങ്ക്സ് ഫോർ ദി ലൈക്ക് വാല്യുബിൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ മൂപ്പര് എന്നെ കട്ട് ഓഫ് ചെയ്ത് ഒഴിവാക്കി. എനിക്കിതൊന്നും പറയാനുമില്ല. പാഠം എന്താണ്, ഇത്രേ ചെയ്യാനുള്ളൂ. ലൈക്ക് മൂപ്പര് ചെയ്തതായിരുന്നു ശരി, അന്ന് ഞാൻ ചെയ്തത് തെറ്റാ. അപ്പം ആ ശരി ചെയ്യുക, അങ്ങനത്തെ ആൾക്കാരെ കട്ട് ഓഫ് ചെയ്ത് ഒഴിവാക്കുക. ക്ലോസ് ആവും നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്യുക. ആവട്ടെ, അതിന്റെ ശേഷം ഞാൻ ഫണ്ട് തരാം. അത്രേ ഉള്ളൂ. ഇതിൽ ഇത്ര ആലോചിച്ചാൽ മതി. അല്ല എന്താ അറിയോ, എന്നോട് ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് മൂപ്പര ആ ഒരു നോ ഓൾറെഡി പ്രിപ്പയർഡാ. മൂപ്പര അതിൽ അന്നെങ്ങനെ ഇടങ്ങാറാക്കുക എന്നുള്ളതാണ് എന്ത് ലൈക്ക് മൂപ്പര എയിം എന്ന് പറയുന്നത്. ഇപ്പോൾ 3 മാസം ഒരു സാധനം ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ലൈക്ക് മൂപ്പർക്കും ബോധ്യമുള്ള കാര്യമല്ലേ. ആർക്കും അറിഞ്ഞൂടാത് ഈ ചെയ്യുന്ന ഒരു ലൈക്ക് സർവീസാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒബ്വിയസ്ലി എനിക്കിത് നീങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഫണ്ട് വേണം. ഈ ഒരു ലൈക്ക് 3-4 മാസം ഒരാൾക്ക് വെറുതെ കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ബാക്കപ്പ് വേണം, അത്രയും ഫണ്ടിങ് എടുത്തൊരു കമ്പനി ആയിരിക്കണം. അതെല്ലാത്തിടത്തോളം എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് വേണ്ട ടൈപ്പ് ഓഫ് ലൈക്ക് ക്ലയൻസിനെ കണ്ടുപിടിക്കും. ഇപ്പോൾ ഒരു വലിയ കമ്പനിയിൽ പോയി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കും. ഈ സ്റ്റേജിൽ എൻ്റെ കസ്റ്റമേഴ്സ് ആരാ, നീ ഒന്ന് എന്ത് ചെയ്യും, ഫൈനലൈസ് ചെയ്യും. ആരായിരിക്കും എൻ്റെ അടുത്ത് വാങ്ങുക എന്നുള്ള ഈ ആദ്യം എന്ത് ചെയ്യും ആലോചിക്കുക. ആരായിരിക്കും എൻ്റെ അടുത്ത് വാങ്ങാൻ ചാൻസ് കൂടുതൽ. അങ്ങനെ ലീഡ്സ് പ്രയോറിറ്റൈസ് ചെയ്യുക. വരുന്ന അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ലീഡ്സ് പ്രയോറിറ്റൈസ് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റോങ് ലീഡ്സിൻ്റെ മുകളിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം അങ്ങ് പോകും. ക്ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്കൊരു ഇൻഡ്യൂഷൻ വരും. ഓക്കെ, നമുക്കൊരു ലൈക്ക് ക്ലയൻസിൻ്റെ ലൈക്ക് ബയോ വായിക്കുന്നേരോ അല്ലെങ്കിൽ ആളെ പറ്റി പഠിക്കുന്ന നമുക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് ഗോയിങ് ടു ബി ഫൈൻ എന്നുള്ളത്. അങ്ങനത്തെ ലീഡ്സിനെ ആദ്യം വിളിക്കുക. അതും ഹ്യൂജ് എക്സ്പെക്ടേഷനിൽ വിളിക്കണ്ട. സത്യം പറഞ്ഞാൽ ഒരു 100 ലീഡ്സ് വിളിച്ചാൽ അതിൽ ഒരു 3 ആളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി മാക്സിമം ഡയൽ ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഔട്ട് ബൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൾഡ് കോളാന്ന് പറയാൻ വേണ്ട, 100 2 കണ്ടാൽ മതി. ബിക്കോസ് നമ്മൾ അങ്ങോട്ട് റാൻഡമായിട്ട് വിളിക്കുന്ന ഒരാളാണ്. ഔട്ട് ബൗണ്ടിൽ ഒരു 3, 4, 6 റേഞ്ചിലൊക്കെ നമുക്ക് എന്ത് ചെയ്യരുത് ലൈക്ക് യൂഷ്വലി വരുത്. ഒരു ഔട്ട് ബൗണ്ടിൽ മാർക്കറ്റിലേക്ക് ഫീസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ അപ്പം ഈ 100 ആളെ വിളിക്കേണ്ട എഫേർട്ടിന് ഒരുത്തൻ്റെ വയ്യ ഈ പറഞ്ഞതുപോലെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുപോലെ പറഞ്ഞാൽ ഒഴിവാക്കി കളയാം, അവനെ വിട്ടേ. അങ്ങനത്തെ ആൾക്കാരെ ബാക്കിൽ പോകണ്ട. അത്രേ ഉള്ളൂ. എന്തായാലും വരും. ബിക്കോസ് അത് നമുക്കൊന്നും ചെയ്യാനില്ല. അതെ, ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ അതൊന്നും ഇല്ലാണ്ട് തുടങ്ങുന്ന ആൾക്കാര് ആണെന്നുള്ളൊരു ധാരണ എക്സ്പീരിയൻസ് എടുത്താൽ മതി. അത് പിന്നെ ഇതിൽ ഞങ്ങൾക്കൊരു ഇപ്പം ഞാൻ പോകുന്ന ഒരു ലൈക്ക് സ്റ്റേജ് ഉണ്ട്.
ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഞാൻ ആരോട് സംസാരിക്കും, എനിക്ക് ലൈക്ക് കുറേ കാര്യങ്ങളിലേക്ക് പേടി. ഇപ്പം ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യം നിന്ന് കഴിഞ്ഞാൽ നാളെ എന്ത് ചെയ്യണം എന്നുള്ള എനിക്കറിയാം, അല്ലെങ്കിൽ നാളെ എങ്ങനെയെങ്കിലും ഞാൻ ജീവിക്കുന്നതിന് എനിക്ക് ഉറപ്പ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പം എല്ലാവരും ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്നത്, ഇപ്പം ഡാപ്സി സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്നതാണെന്ന് നമുക്ക് തോന്നില്ല, നമുക്ക് അതേപോലെ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ന്. അപ്പം അതിൻ്റെ ബാക്കിൽ ഡാപ്സി എടുത്തൊരു ഗ്രൈൻഡ് ഉണ്ട്, ഒരു 5 to 6 years അല്ലെങ്കിൽ 10 years ഒരു ഹ്യൂജ് ഗ്രൈൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡ് ഗ്രൈൻഡ് ഉണ്ടാവും. അത് നമ്മളാരും കാണൂല. അപ്പം നിങ്ങൾ സെയിൽസിൽ അത്രത്തോളം കോൺഫിഡൻ്റ് ആവണം, അല്ലെങ്കിൽ കമ്പനി സെയിൽ അത്രത്തോളം അടിപൊളി നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടക്കേണ്ട കുറച്ച് ബാരിയേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ പറഞ്ഞ റിജക്ഷൻസ്, ഗോസ്റ്റിങ്, റോങ് പ്രോസ്പെക്ട്സ്. റിജക്ഷൻ നോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് പേഴ്സണലി എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കരിയർ മുമ്പോട്ട് പോകില്ല, അങ്ങനെ കമ്പനി മുമ്പോട്ട് പോകില്ല. അത് നിങ്ങൾക്കുള്ള റിജക്ഷൻ അല്ല, അവർക്ക് കംഫർട്ടബിൾ ആകാത്ത എന്തോ ഒരു കാര്യത്തിന് തന്ന റിജക്ഷനാണ്. മനസ്സിലായില്ലേ? ലൈക്ക് സലീലിന് തരുന്നതോ അല്ലെങ്കിൽ മെഹറിന് തരുന്നതോ എനിക്ക് തരുന്നതോ പേഴ്സണൽ റിജക്ഷൻ അല്ല. അവർക്ക് കംഫർട്ടബിൾ അല്ലാത്ത എന്തോ ഒരു ഫാക്ടർ അവിടെ വന്നിട്ടുണ്ട്, അതിന് തന്ന റിജക്ഷനാണ്. അതങ്ങനെ കാണുക, അടുത്തതിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ പോകാൻ പറ്റും. ഇതിലൊക്കെ സ്റ്റെക്കായി നിൽക്കുക, അതിൽ ആ ഡേ ബാഡായി പോയി കഴിഞ്ഞാൽ, ബിക്കോസ് നമ്മളെ ഹ്യൂമൻ ബ്രെയിനൊരു പ്രശ്നമുണ്ട്. ഇത് നിങ്ങൾ ലൈക്ക് ക്ലയൻസിൻ്റെ അടുത്ത് കൊടുത്തോ, ക്ലയൻസിനോട് ഇങ്ങനത്തെ ക്ലയൻസിനോട് ഒരിക്കലും ആർഗ്യൂ ചെയ്യരുത്. ചിലപ്പോൾ ചിലപ്പോൾ ജെന്യൂൻ ബയറായിരിക്കും. ഈ ആർഗ്യൂ ചെയ്യുന്നുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിനിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, കോർട്ടിസോൾ. ഓക്കെ, കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റിലോ എന്തെങ്കിലും ഒരു സ്ട്രെസ് ഹോർമോൺ. ഈ സ്ട്രെസ് ഹോർമോൺ നമ്മൾ എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റിലോട്ടോ എന്തെങ്കിലും ഒരു ഹീറ്റഡ് ആയിട്ടുള്ള ടോക്കിലോട്ടോ വരുന്ന നേരം ഈ കോർട്ടിസോൾ ഒരുപാടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, സ്ട്രെസ് ഹോർമോൺ. അതുവരെ വൈഡ് സ്പെക്ട്രത്തിൽ കാര്യങ്ങൾ കണ്ട ബ്രെയിൻ എന്ത് ചെയ്യും, നേരവാകും. ഈ നേരവായിട്ട് അവിടെയുള്ള പ്രശ്നത്തിലോട്ട് മാത്രം ഫോക്കസ് പോകും. ഇത് നിങ്ങളെ ക്ലയൻസിനോട് നിങ്ങൾ സംസാരിക്കുന്ന നേരവും നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്യുന്നവരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു നെഗറ്റീവ് അടിച്ച് അല്ലെങ്കിൽ ഒരു ബാഡ് അടിച്ച് കഴിഞ്ഞാൽ ഈ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ആവും. ആ ബാഡിലോട്ട് എല്ലാം എന്നുണ്ടെങ്കിൽ ആ ക്ലയൻറ്റിന് എവിടെയാണോ ത്രെട്ട് ഫീൽ ചെയ്ത് അതിലോട്ട് ക്ലയൻറ്റിൻ്റെ ഫോക്കസ് കംപ്ലീറ്റ് പോകും. അപ്പം ഒരു ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹീറ്റഡ് ടോക്ക് വരുന്നേരം മാക്സിമം അതെന്ത് ചെയ്യുക, സെയിം രീതിയിൽ റെസ്പോണ്ട് ചെയ്യാണ്ട് മെച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യുക. ബിക്കോസ് നിങ്ങൾ ആർഗ്യൂ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഈ സ്ട്രെസ് ഹോർമോൺ പിന്നെയും പ്രൊഡ്യൂസ് ആവും. ആളുടെ ആ ഒരു ബ്രെയിനിൻ്റെ വ്യൂ ഓഫ് പോയിന്റ് എന്ന് പറയുന്നത് അത്ര നേരമോ സ്പെസിഫിക് പ്രശ്നത്തിൽ മാത്രമേ പിന്നെ കാണൂ. പിന്നെ നിങ്ങൾ 100 കാര്യങ്ങൾ പോസിറ്റീവ്സ് കാണിച്ചു കൊടുത്താൽ എന്ത് ചെയ്യൂല, ആളത് കാണൂല, ആളത് കാണാൻ ഇഷ്ടപ്പെടൂല. അപ്പം ആ ഒരു ചെറിയ കാര്യത്തിലോട്ട് മാത്രം ശ്രദ്ധ പോവും. ഓക്കെ, ഓ ഫൈൻ. ഓ കുഴപ്പമില്ല. ഓ നോ പ്രോബ്ലം. ഓ അത്രയല്ലേ. ഓക്കെ. You said 4 points something. Yeah, actually. I wanted to know the 4. Oh, fine. No, just brief it, it's fine. ബ്രീഫ് ചെയ്ത് തരാം. ഇപ്പം ബ്രീഫ് ചെയ്യാൻ പറ്റില്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഫൈൻ. ഇപ്പോൾ ഒരാൾ ഒരു സർവീസ്, ഒരു പ്രൊഡക്റ്റ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ബൈയിങ് ഡിസിഷൻ എടുക്കുന്ന ടൈമിൽ ആൾ കടന്നു പോകുന്ന 5 സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ ഈ സാധനം മനസ്സിലാവും. ഇപ്പം ഒരു 5 മിനിറ്റ് ഇല്ലേ, 5 മിനിറ്റ് തീർത്ത് തരാം. ഓക്കെ, ഇപ്പോൾ സെലിയിൽ ഒരു കാറ് വാങ്ങാൻ പോകുന്നതായിരിക്കും. ഓക്കെ, ആ കാറ് വാങ്ങാൻ പോകുന്നതിൻ്റെ ബാക്കിൽ, ഇത് ഏറ്റവും ഗ്രൗണ്ടഡ് ആയിട്ടാണ് എക്സാമ്പിൾ പറയുന്നത്, എല്ലാവരും കണക്ട് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെലിയിൽ ഒരു കാറ് വാങ്ങാൻ പോകുന്നതായിരിക്കും. എനിക്ക് കാറ് വാങ്ങണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ബാക്കിൽ ഒരു പ്രോബ്ലം ഉണ്ട്, എന്തോ ഒരു റീസൺ ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്ത് കാറ് വാങ്ങണം തീരുമാനിച്ച്. ചിലപ്പോൾ വീട്ടുകാരെയും കൊണ്ട് ഒരുമിച്ച് പുറത്തു പോകാൻ പറ്റുന്നുണ്ടാവില്ല, അതെല്ലാം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ മൺസൂൺ സീസണിൽ ഓഫീസിൽ വരാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഓക്കെ, അതിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് എന്ത് ചെയ്തത്